So guys, once again welcome back to another lecture. അപ്പോൾ നമ്മുടെ Xylem JEEnius ചാനലിലൂടെ ഇന്നു മുതൽ പേപ്പർ പ്രെഡിക്ഷൻ സീരീസുകളാണ് ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇനി വരാനിരിക്കുന്ന JEE, അതായത് നിങ്ങൾ ഏപ്രിലിൽ എക്സാം എഴുതാൻ പോകുന്ന ആ സെഷനിലേക്ക് വേണ്ടിയിട്ട് 4 പേപ്പർ പ്രെഡിക്ഷൻസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്നലെ അതിൻ്റെ ഡീറ്റെയിൽഡ് ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് നമ്മളെ ഈ ഒരു പേപ്പർ പ്രെഡിക്ഷൻ്റെ മെയിൻ ഉദ്ദേശം. മാത്രമല്ല, പേപ്പർ പ്രെഡിക്ഷനിലൂടെ എല്ലാ ചാപ്റ്റേഴ്സും എൻ്റയർ ചാപ്റ്ററുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ ഡിറ്റോ ആയിട്ട് ഇതുവരെ JEEയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയാസ്, മാത്രമല്ല പേപ്പർ പ്രെഡിക്ഷൻസ് മേ ബി ചിലപ്പോൾ നിങ്ങൾക്കറിയാം എക്സാമിന് വരുന്നത് ചിലപ്പം ഹാർഡായിട്ട് വരാം, ഈസി ആയിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ ഒക്കെ മിക്സ്ചറാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങളിത് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, കൃത്യമായിട്ട് കയ്യിൽ പെന്നും പേപ്പറും ആയിട്ട് ഇരിക്കുക. നമ്മൾ ഒരുമിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പോകുകയാണ്. ആദ്യം ഇന്ന് ചെയ്യുന്നത് ഫിസിക്സ് ആണ്. അതിനുശേഷം 1 അവറിന് ശേഷം കെമിസ്ട്രിയിൽ NS മാം നിങ്ങളെ കൂടെ ജോയിൻ ചെയ്യും. ദെൻ അതിനുശേഷം മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻസുമായിട്ട് ഡിബിൻ സാറും ചെയ്യും. അപ്പോൾ ഓവറോൾ ഒരു 3 അവറിലൂടെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും 3ഉം ഒരുമിച്ച് നമ്മൾ കിട്ടുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ മറ്റൊരു കാര്യം കൂടെ, നമ്മൾ മെയിനായിട്ട് നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ JEEയുടെ ഫസ്റ്റ് സെഷനും പിന്നെ അതേപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം സെക്കൻഡിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത സമയത്ത് കുറേയധികം ഇക്വേഷനുകളും കുറേയധികം ചാപ്റ്ററുകളും ഒക്കെ നമ്മുടെ മനസ്സിൽ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റീകോൾ ചെയ്ത് ശീലിക്കുക എന്നുള്ളതാണ് പ്രെഡിക്ഷനിലൂടെ നിങ്ങൾക്ക് സാധ്യമാകുന്നത്. പിന്നെ അത് വെരി നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഒരു 100 ക്വസ്റ്റ്യൻ സീരീസും കൂടെ ഉണ്ട്. എനിവേ, ഇന്നത്തെ ഫിസിക്സ് പേപ്പറിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ആ ഫിസിക്സ് പേപ്പർ ഇന്ന് സെറ്റ് ചെയ്തിട്ടുള്ള പേപ്പർ ഓൾമോസ്റ്റ് ഒരു ഈസി പേപ്പറാണ്. അപ്പോൾ ഒരു ഈസി പേപ്പർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിന് അപ്രോച്ച് ചെയ്യേണ്ടത്, എത്രയും പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്ത് ശീലിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു 1 അവറിൽ പറ്റണം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഉടനടി ക്വസ്റ്റ്യൻ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത തിയറികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, now the next here is the first question. So a parallel plate, a capacitor with air between the plate has a capacitance of 15 picofarad. The separation between the plate become twice and the space between them is filled with medium of dielectric constant 3.5. Then the capacitance become x by 4 picofarad. Then the value of the x is. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് കപ്പാസിറ്റൻസ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയോ ഇല്ലേ എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ കപ്പാസിറ്റൻസ് ഈസ് ഗിവൺ ബൈ C is equal to ε0 A divided by D. അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നിങ്ങളെ കപ്പാസിറ്റൻസ് എന്നുള്ളത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ആ പ്ലേറ്റിൻ്റെ ദൂരമാണ്. ഇനി ഇവിടെ ε0 എന്ന് പറഞ്ഞിട്ടുള്ളത് ആ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ ഞാൻ വാക്വമാണ് അല്ലെ എന്നുണ്ടെങ്കിൽ എയർ ആണ് അവിടെ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു 15 മൈക്രോ ഫാരഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 50 പൈക്കോ ഫാരഡ് ആണ്. ഇനി സെപ്പറേഷൻ ബിറ്റ്വീൻ ദം ബിക്കം ട്വൈസ്, അതായത് D എന്താക്കി ഞാൻ 2D ആക്കി മാറ്റി. ആൻഡ് ദ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഈസ് 3.5 ടൈംസ് കൂട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ C പ്രൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും? C പ്രൈം വിൽ ബി ഈക്വൽ ടു, അതായത് പുതിയ കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു 3.5 ഡിവൈഡഡ് ബൈ 2D ഇൻറ്റു ഇവിടെ എത്ര ആക്കിയിട്ടുണ്ട്? ട്വൈസ്. ഏരിയക്ക് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഏരിയ അതേപോലെ തന്നെ എഴുതുകയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു A. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യാം. പുതിയ കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു K ടൈംസ് ε0 A ഡിവൈഡ് ബൈ D. അതായത് K ടൈംസ് മാറ്റി, അതാണ് ഇതിലെ പുതിയ ഇക്വേഷൻ. അപ്പോൾ K ഇൻറ്റു 3.5 ടൈംസ് ε0 A ബൈ D. നൗ ദിസ് ഈസ് ഈക്വൽ ടു C പ്രൈം വിൽ ബി ഈക്വൽ ടു 3.5 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ε0 A ബൈ D. എത്രയാടാ? ε0 A ബൈ D എന്നുള്ളത് ഓൾറെഡി തന്നിട്ടുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു 15 ആണ്, റൈറ്റ്?
ഇനി അടുത്ത എൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇവിടെ എക്സ് ഡിവൈഡഡ് ബൈ 4 എന്നാണ്. അപ്പോൾ x/4 എന്നുള്ള രൂപത്തിലേക്ക് എന്ത് ചെയ്യണം, എനിക്കിതിനെ മാറ്റി എഴുതേണ്ടതായിട്ടുണ്ട്. സോ എക്സ് ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇവിടെ നേരെ നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും. ദിസ് ഈസ് ഈക്വൽ ടു 3.5 3.5 എനിക്ക് ഇത് 7/2 എന്ന് എഴുതാം. സോ 7 × 50 ഡിവൈഡഡ് ബൈ 4 പൈക്കോഫാരഡ് എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 105. കുറേ ആളുകൾ ആൻസർ ചെയ്തിട്ടുണ്ട്. 105 ഡിവൈഡ് ബൈ 4 ആയിരിക്കും. സോ 105 ഇസ് ആൻസർ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടിയല്ലോ. സോ വെരി സിമ്പിൾ, ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതിലെ മെയിൻ ഫോക്കസ് ചെയ്യേണ്ട ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നിങ്ങളെ 100% മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഇക്വേഷൻ. ഇനി കപ്പാസിറ്റർ എന്നൊരു ചോദ്യം പോലും വന്നാൽ തെറ്റിക്കരുത്. കപ്പാസിറ്ററിലെ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിൽ ε0 A/d ആണ്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ ഓർത്തിരിക്കാനായിട്ട് പറ്റും. നിങ്ങൾ പഠിച്ചിട്ടുള്ള കപ്പാസിറ്റൻസിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, സ്ഫെറിക്കൽ കപ്പാസിറ്റർ, ഈ വക കാര്യങ്ങളെ ഫോർമുലാസ് യൂസ് ചെയ്യാം. ഫോർമുലാസ് ഓർത്ത് നോക്കാം. 4πε0 r എന്നുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങളുടെ കയ്യിൽ റേഡിയസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ε0 4πε0 AB ഡിവൈഡ് ബൈ A² - B² എന്നുള്ള മറ്റൊരു ഇക്വേഷൻസും പഠിച്ചിട്ടുണ്ടാകും. ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. പാരലൽ പ്ലേറ്റ് വന്നാൽ ഒരിക്കലും തെറ്റിക്കരുത്. നിങ്ങൾക്ക് വളരെയധികം ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റേഷ്യോ ചോദിക്കുക എന്നുള്ളത്. ഇനി റേഷ്യോ ചോദിച്ചിട്ടില്ലെങ്കിൽ പുതിയ കപ്പാസിറ്റൻസ് മാറ്റിയിട്ട് എയോ ഡിയോ ഇതെന്തെങ്കിലും അങ്ങോട്ടോ മാറ്റി ചോദിക്കും. ഇനി K ടൈംസ് ആണെന്നുണ്ടെങ്കിൽ ഇതേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ K ടൈംസ് ε0 A ഡിവൈഡ് ബൈ d. ഇതെപ്പോഴാണ്? ഇത് മീഡിയ മാറ്റുന്ന സമയത്ത്. മേ ബി യു ആർ റീപ്ലേസ്ഡ് വിത്ത് മീഡിയ ഹാവിങ് ദിസ് ടൈംസ് 3.5 ടൈംസ് 2 ടൈംസ് ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ പക്ക സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് പ്യൂർലി കപ്പാസിറ്റർ എന്ന് മാത്രം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം. ഇനി അടുത്ത ചോദ്യം വീണ്ടും സർക്യൂട്ട് എന്നാണ്. പക്ഷേ ഇത് XLM XCO ആയി ബന്ധപ്പെട്ടതാണ്. എനിവേ, ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. ഇൻ എ സീരീസ് LR സർക്യൂട്ട് വിത്ത് XL is equal to R ആൻഡ് മൈ പവർ ഫാക്ടർ ഈസ് P1. XL = R ആകുന്ന സമയത്ത് LR സർക്യൂട്ടാ, അതായത് ഇൻഡക്ടറും റെസിസ്റ്ററും ഉള്ള സർക്യൂട്ടാണ്. അതിലെ പവർ ഫാക്ടർ ആണ് ചോദിച്ചിട്ടുള്ളത്, P1 ആണ്. ഇഫ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ വിത്ത് XC is equal to XC ഈസ് ആഡഡ് ടു ദ സർക്യൂട്ട്, ദ പവർ ഫാക്ടർ ബിക്കം P2. അതായത് പുതിയ പവർ ഫാക്ടർ എത്ര ആയിട്ടുണ്ട്? P2 ആയിട്ടുണ്ട്. എനിവേ, ഇതെല്ലാം വിട്ടിട്ട് നിങ്ങൾക്ക് P1 to P2 റേഷ്യോ ആണ് കാണാനുള്ളത്. അപ്പോൾ ഇനീഷ്യൽ സമയത്ത് ഇവിടെ ആരാ ഉള്ളത്? ഇനീഷ്യൽ സമയത്ത് എൻ്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, മൈ P is equal to എന്താണ്? R ഡിവൈഡഡ് ബൈ Z ആണ്. ഇതാണ് എൻ്റെ പവർ ഫാക്ടർ. അപ്പോൾ ഇനീഷ്യലി ഇതാണ് എനിക്ക് തന്നിട്ടുള്ളത്. ദിസ് ഈസ് ഈക്വൽ ടു P1, പക്ക പ്യുവർലി. ഇനി P1ൻ്റെ സമയത്ത് ഇതിൽ ആരൊക്കെയുള്ളത്? ദിസ് ഈസ് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ, ഇനീഷ്യലി ദിസ് ഈസ് ദ പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ട്. L മാത്രം, XL-ഉം R-ഉം ആണുള്ളത്. സോ ദിസ് ഈസ് ഈക്വൽ ടു R² പ്ലസ് XL² എന്നുണ്ടാകും. ഇവിടെ XL എത്ര തന്നിട്ടുണ്ട്? XL is equal to R ആണ് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ √2R ഉണ്ടാകും. √2R² ചെയ്താൽ എന്ത് വരും? R ക്യാൻസൽ ചെയ്ത് പോയാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ √2. അതായത് P1 എനിക്ക് കിട്ടി 1 ഡിവൈഡ് ബൈ √2 ആണ്. ഓക്കെ, now the next one is that my P2 എന്താ പ്രത്യേകത? P2 ഇവിടെ ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇഫ് ദ കപ്പാസിറ്റർ ഓഫ് ദി കപ്പാസിറ്റൻസ് XL is equal to XC ഈസ് ആഡഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും? R ഡിവൈഡഡ് ബൈ Z തന്നെയാണ് വരിക. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? R ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്, ഇവിടെ ഓൾറെഡി ആരുണ്ട്? R² ഉണ്ട്, പ്ലസ് XL മൈനസ് XC ഓർ XC മൈനസ് XL ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ രണ്ടാളും തുല്യമായതുകൊണ്ട് എന്താ വരിക? XL മൈനസ് XL ദ ഹോൾ സ്ക്വയർ എന്നുണ്ടാകും. ദാറ്റ്സ് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ R/R എത്രയാണ്? 1 ആണ്. സോ 1ഉം 1/√2 ആണ് എനിക്ക് കിട്ടിയിട്ടുള്ള റേഷ്യോ. സോ വിച്ച് മീൻസ് മൈ ഓപ്ഷൻ വിൽ ബി, സോ ഐ ഹാവ് ടു ഫൈൻഡ് ദ റേഷ്യോ ടു P1 to P2 ആണ് കാണേണ്ടത്. സോ P1 to P2 എന്ന് വെച്ചാൽ 1/√2. സോ 1:2. ഓക്കെ, ക്ലിയർ അല്ലേ? 1:√2. ഓക്കെ അല്ലേ? സോ രണ്ടും ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പവർ ഫാക്ടറിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരേ ഒരു ഇക്വേഷൻ ആണിത്. സോ ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പ്രോബ്ലം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഒന്ന് പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ ആണ്. അതിൽ കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇക്വേഷൻ ഇമ്പിഡൻസിൻ്റെ ഇക്വേഷനാണ്, സെഡിൻ്റെ ഇക്വേഷന് അവിടെ ആരുണ്ടാകുന്ന സമയത്ത് √XL XC സർക്യൂട്ടുകളാണെന്നുണ്ടെങ്കിൽ
ആർ സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇംപിഡൻസിന്റെ എല്ലാ ഇക്വേഷൻസും ഈ ചോദ്യത്തിന്റെ സൈഡിലായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ദെൻ യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, ഇംപിഡൻസ് വെച്ചിട്ട് പവർ ഫാക്ടറുകളും മറ്റു കാര്യങ്ങളും കാണുന്നത് അവിടെ തന്നെ ഓർത്തിരിക്കുക. ദെൻ യു വിൽ ഗെറ്റ് ഇറ്റ്. അപ്പൊ ആ ഭാഗത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കണം. പവർ ഫാക്ടർ വരികയാണെന്നുണ്ടെങ്കിൽ ഇനി മാത്രമല്ല ഇതിന്റെ മറ്റു വെറൈറ്റീസിലെ കറണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ Z നിങ്ങൾക്ക് സഹായകമായിട്ട് വരും. എനിവേ, അടുത്തൊരു ചോദ്യം ഇതേപോലെ തന്നെ ഇൻഡക്ടർ സർക്യൂട്ട് മാത്രമാണ്. വെരി ഈസി സംഭവമാണ്. ആൻഡ് ആൾട്ടർനേറ്റീവ് വോൾട്ടേജ് V is equal to 260 sin 628t is connected across a pure inductor of 5 millihenry. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഓഫ് ദി സർക്യൂട്ട് XL ആണ് ചോദിച്ചിട്ടുള്ളത്. XL എന്താ? XLന്റെ ഫോർമുല നമുക്കറിയാലോ. XL is equal to L ഒമേഗയാണ്. ഇവിടെ എത്രയോ ഒമേഗ 628 ആണ്. കാരണം സൈൻ ഒമേഗ ടി, ഒമേഗയുടെ ടിയുടെ കോയിഫിഷ്യന്റ് ആണ്. സോ റൈറ്റ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ L എത്രയാണ്? 5 ആണ്. 5 ഇൻറ്റു 10 to the power -3 ഇൻറ്റു 628 എന്നുണ്ടാകും. എടാ 628ന്റെ ഇൻറ്റു 5 നേരെ പകുതി എടുത്താൽ മതി. എത്ര വരിക? 314 എന്നുണ്ടാകും. ഇൻറ്റു 10 to the power -3 ഉള്ളതുകൊണ്ട് അവിടെ എന്തുണ്ടായി? ദിസ് വിൽ ബി ഈക്വൽ ടു 3.14 ഓം ഉണ്ട്. ക്ലിയർ ആയിട്ടുണ്ടോ? സോ ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിൾ. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനിലും കൂടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അതേപോലെ തന്നെ ഇൻഡക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ 1/C ഒമേഗയും കൂടെ XCയുടെ ഫോർമുല കൂടെ ഞാനിവിടെ എഴുതുകയാണ്. എന്തായിരുന്നു നിങ്ങൾ പഠിച്ചിട്ടുള്ള XCയുടെ ഫോർമുല? XC വിൽ ബി ഈക്വൽ ടു 1 divided by C ഒമേഗ. ഇതും കൂടെ ഓർത്തിരിക്കണേ. അതായത് സാധാരണ ഈ XL XC ഒക്കെ എന്താണ് എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിൽ വെക്കുക. ബേസിക്കലി ഇറ്റ് ഈസ് ദ ഇംപിഡൻസ്, അതായത് പ്യൂർലി റെസിസ്റ്റൻസ് പോലെ തന്നെ. അതായത് നമ്മളെ കപ്പാസിറ്റർ കൊടുക്കുന്ന സമയത്ത് അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്, സിമ്പിൾ ആയിട്ട് അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. അതേപോലെ ഇൻഡക്ടർ കൊടുക്കുന്ന സമയത്ത് അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മേ ബി കറണ്ടോ മറ്റു കാര്യങ്ങളോ ഒക്കെ കാണാനായിട്ട് ചോദിക്കാം. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ആ 2 ക്വസ്റ്റ്യനിലും പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് ഇംപിഡൻസിന്റെ കാര്യങ്ങളാണ്. അപ്പൊ ആ ഇംപിഡൻസ് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കറണ്ടോ വോൾട്ടേജോ പവറോ എന്ത് വേണമെങ്കിലും ചോദിക്കാം. സാധാരണ നമ്മൾ ഓംസ് ലോയിലും മറ്റേലൊക്കെ പഠിച്ചിട്ടുള്ള V is equal to IR 6 വെച്ചിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ഇക്വേഷൻസും, സർക്യൂട്ടിന്റെ എല്ലാ ഇക്വേഷൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആ ഭാഗത്ത് നിന്ന് ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓർമ്മ വരണം. അപ്പൊ ഈ 2 ക്വസ്റ്റ്യന്റെ കൂടെ നിങ്ങളെ ഇന്ന് പോയിട്ട് റിവൈസ് ചെയ്യേണ്ടത് ആ ഭാഗത്ത് പഠിച്ചിട്ടുള്ള ബാക്കി സർക്യൂട്ടുകളിലെ XLും XCയും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഓൾ റൈറ്റ്, സോ ക്ലിയർ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് വീണ്ടും ഈ ക്വസ്റ്റ്യന് നേരെ തിരിഞ്ഞ് നമ്മുടെ ആറ്റത്തിലേക്ക് പോയിട്ടുണ്ട്. അസ്യൂം ദാറ്റ് ദ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഹാവ് ഈക്വൽ മാസസ്. masses of the nucleus is 1.6 into 10 to the power -27 and the radius of the nucleus is 1.5 into 10 to the power -15 a raised to 1/3. The approximated ratio of the nuclear density and water density is n into 10 to the power 3. The value of the n is, n ന്റെ വാല്യൂ ആണ് ഇവിടെ ചോദിച്ചത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പ്യുവർലി എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ കൂടുതൽ ഫിസിക്സ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് 2-3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഒന്ന്, നിങ്ങൾക്ക് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ അറിയാലോ. എനി ഡെൻസിറ്റി, ന്യൂക്ലിയർ ഡെൻസിറ്റി ആവട്ടെ എന്ത് ഡെൻസിറ്റി ആവട്ടെ, ഡെൻസിറ്റി എന്ന് കണ്ടോ? ദാറ്റ്സ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഡെൻസിറ്റി എന്താ? മാസ് ബൈ വോളിയം ആണ്. സോ മൈ ഡെൻസിറ്റി റോ ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദ ന്യൂക്ലിയസ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദി ന്യൂക്ലിയസ് divided by volume of the nuclei. ഇതല്ലേ കിട്ടുക? വോളിയം ഓഫ് ദി ന്യൂക്ലിയൈ. Now what is the mass of the nuclei? Mass of the nuclei ഇവിടെ തന്നിട്ടുണ്ട്. Assume that the proton and neutron have the equal masses and it is given by the mass of the nucleon. That's equal to 1.6 into 10 to the power -27 ആണ്. 1.6 into 10 to the power -27 divided by volume. വോളിയം എത്ര വരിക? 4/3 into pi r cube. r എത്രയാണ്? r ഇവിടെ തന്നിട്ടുണ്ട് 1.5 into 10 to the power -15 ആണ്. സോ 1.5 into 10 to the power -15 into a raised to 1/3 ആണ്. അപ്പൊ ഞാൻ എന്ത് വരും? ഇവിടെ a നിട്ടു. ഇനി നോക്കിക്കേ, ഇവിടെ ന്യൂക്ലിയോൺ, മാസ് ഓഫ് ദി ന്യൂക്ലിയൻ, ഒരു ന്യൂക്ലിയോണിന്റെ മാസാണ് 1.6 into 10 to the power -27. അപ്പൊ അങ്ങനെ എത്ര ആളുകൾ ഉണ്ടാകും ആ ന്യൂക്ലിയസിനുള്ളിൽ? a ആളുകൾ ഉണ്ടാകും. സോ ഇൻറ്റു a എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ ഈ രണ്ട് എകളും എന്ത് ചെയ്തു? ഇവിടെ വെച്ച് ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി പക്കാ ന്യൂമറിക്കൽസ് ആണ് നമുക്ക് ബാക്കി ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ നിയർലി
നിങ്ങൾക്ക് 2-3 അസംഷൻസ് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ഒരു 3.14 ഉണ്ട്, ഇവിടെ ഡിവൈഡ് ബൈ 3 എന്നുണ്ട്. ഇനി അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നേരെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ബൈ 3 ചെയ്യാം, നോ പ്രോബ്ലം. ആദ്യം ഇതിന്റെ പവർ ഞാനൊന്ന് എഴുതാണ്. 10⁻⁻27 ഇവിടെ 10⁻, എത്രയുണ്ട്, ദിസ് വിൽ ബി ഈക്വൽ ടു 16 ഇൻറ്റു 10⁻, 16 ഇൻറ്റു 10⁻⁻28 എന്ന് എഴുതുകയാണ്. ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 10⁻⁻28 ഡിവൈഡ് ബൈ 4 ഇൻറ്റു പൈ ഇൻറ്റു 1.5. ഇവിടെ എന്തുണ്ടാകും, 1.5 4/3 പൈ ആർ ക്യൂബ് എന്നുണ്ടാകും. സോ ഇവിടെ 1.5 ദ ഹോൾ ക്യൂബ് എന്നുണ്ടാകും ഇൻറ്റു 10⁻⁻15 ദ ഹോൾ ക്യൂബ് എന്നുണ്ടാകും. 15 ദ ഹോൾ ക്യൂബ് എന്ന് വെച്ചാൽ അത് 45 കിട്ടും. ഇപ്പോൾ 28 അവിടെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഇത് രണ്ടാളും ക്യാൻസൽ ചെയ്ത് പോയാൽ എനിക്ക് 4 കിട്ടും. സോ ബാക്കി 1.5 ദ ഹോൾ ക്യൂബ്. 1.5നെ വേണമെങ്കിൽ 3/2 ദ ഹോൾ ക്യൂബ് എഴുതാം. 2 ക്യൂബ് 8 ആണ്, മുകളിൽ പോയി ബാക്കി എൻ്റെ 3 ക്യൂബ് ഉണ്ടാകും. 3 ക്യൂബ് 27 ആണ്, 27 ഇൻറ്റു പൈ എന്നുണ്ടാകും. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബി നിയർലി ഗെറ്റിംഗ് 0.113 ഇൻറ്റു 10⁻18 എന്ന് കിട്ടും. ബാക്കി പക്ക ന്യൂമറിക്കൽസ് ആണ്, ജസ്റ്റ് ഒന്ന് ചെയ്യാനേ ഉള്ളൂ. ഇനി ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ന്യൂക്ലിയർ ഡെൻസിറ്റി. Now the question is very simple. The approximated ratio of the nuclear density and water density. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജെയിൽ കുറേ അധികം ക്വസ്റ്റ്യനുകൾ ഈ ടൈപ്പ് ആയിട്ട് നമുക്ക് ചിലപ്പം കാണാൻ സാധ്യത ആയിട്ടുണ്ട്. അതായത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന സംഭവം, അതായത് ഇത്രയും കാര്യങ്ങളും കാൽക്കുലേഷനും ചെയ്ത് വരുന്ന സമയത്ത് ഏറ്റവും അവസാനം നമ്മൾ ഈ ഒരു സംഭവം വിട്ടുപോകും. കാരണം നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ, ന്യൂക്ലിയർ ഡെൻസിറ്റി വാട്ടർ ഡെൻസിറ്റിയുമായിട്ട് എന്ത് ചെയ്യണം, റേഷ്യോ കാണണം. അതാണ് ചോദ്യം, അതാണ് ബേസിക്കലി ചോദ്യം. പക്ഷെ അത് വെറുതെ തന്നതാ. ആക്ച്വലി ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ആൻസർ തെറ്റിക്കാനായിട്ട് തന്നതാ. കുറേ ആളുകൾ പോയിട്ട് എന്ത് ചെയ്യും, ഇതിൽ പെടും. കാരണം ന്യൂക്ലിയർ ഡെൻസിറ്റി ടു വാട്ടർ ഡെൻസിറ്റി നമ്മൾ മറന്നു പോകും. കാരണം നമ്മൾ പെട്ടെന്ന് ചെയ്ത് ഡെൻസിറ്റിയാണ് നമുക്ക് കാണേണ്ടത് എന്നുള്ളത് മനസ്സിലുണ്ടാകും. സോ n is equal to സംതിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് എഴുതും. അപ്പോൾ അത് വിട്ടു പോകണം, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എനിവേ ഇവിടുന്ന് എനിക്ക് എന്ത് ചെയ്യണം, ഐ ഹാവ് ടു ജസ്റ്റ് ഫൈൻഡ് ദ ഡെൻസിറ്റി ഓഫ് ദി ന്യൂക്ലിയസ് ആൻഡ് ഡെൻസിറ്റി ഓഫ് ദി വാട്ടർ. അപ്പോൾ വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്, 10 ക്യൂബ് ആണ്. അപ്പോൾ 10 ക്യൂബ് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്, റേഷ്യോ ഓഫ് ദി റോ ഡിവൈഡഡ് ബൈ റോ ഓഫ് ദി വാട്ടർ വിൽ ബി ഈക്വൽ ടു 0.113 ഇൻറ്റു 10⁻18 ഡിവൈഡഡ് ബൈ 10⁻, എത്രയെന്ന് കിട്ടും, 10⁻³ എന്ന് കിട്ടും. സോ ബാക്കി പോയാൽ 15 ഉണ്ടാവുക. ആ 15 ഇവിടെ എത്രയാണ്, 13 മാറ്റേണ്ടത്. സോ 13 മാറ്റുന്ന സമയത്ത് എത്ര ഉണ്ടാവുക, 11.3 ഇൻറ്റു 10⁻13 എന്നുണ്ടാവും. സോ ദ ആൻസർ വിൽ ബി ഈക്വൽ ടു 11.3. n is equal to 11.3. സിമ്പിൾ. ഓക്കെ, യെസ്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ, മനസ്സിലായല്ലോ. 11.3. യെസ്, കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ന്യൂക്ലിയർ ഡെൻസിറ്റി കോൺസ്റ്റന്റ് അല്ലേ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം, ദിസ് ഈസ് ജസ്റ്റ് അസ്യൂം ദാറ്റ് ദ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഹാവ് ദ ഈക്വൽ മാസസ് ആൻഡ് യു ഹാവ് ടു ടേക്ക് ദ മാസ് ഓഫ് ദി ന്യൂക്ലിയോൺ ലൈക്ക് ദിസ്. അതായത് ഇവിടെ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഓഫ് കോഴ്സ് അതുണ്ടാകും, പക്ഷേ ഇവിടെ നിങ്ങളോട് അസ്യൂം ചെയ്തിട്ട് ജസ്റ്റ് ഡെൻസിറ്റിയും മറ്റതും കണ്ടിട്ട് റിലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾ കണ്ടതിൽ പവറുകൾ ഏകദേശം നമുക്ക് തുല്യമായിട്ട് കിട്ടും. ഓക്കെ, സോ നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഇവിടെ അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്, സോളിഡ് സ്ഫിയർ ഓഫ് മാസ് m 1 kg roll without slipping on a plane surface. Its kinetic energy is 7 into 10⁻³ joule. The speed of the center of mass of the sphere is. അപ്പോൾ ഇവിടുന്ന് നിങ്ങളോട് സെൻറ്റർ ഓഫ് മാസിൻ്റെ സ്പീഡാണ് ചോദിച്ചത്. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നോ, നിങ്ങൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എനർജി കൺസർവേഷൻ ആയിരിക്കും. അതായത് എന്തായാലും എനർജി കൺസർവേഷൻ ആണ് ഇവിടെ ചെയ്യാനുള്ളത്. ഇവിടെ സോളിഡ് സ്ഫിയർ ഉണ്ട്, അതിൻ്റെ മാസ് എത്രയാണ്, 1 kg ആണ്. റോൾ വിത്തൗട്ട് സ്ലിപ്പിംഗ്, ഇതാണ് അടുത്ത ഹിന്റ്, റോൾ വിത്തൗട്ട് സ്ലിപ്പിംഗ്. കാരണം എന്താണെന്ന് വെച്ചാൽ റോൾ വിത്തൗട്ട് സ്ലിപ്പിംഗ് ആകുന്ന സമയത്ത് ഒരു നോർമലി ഒരു സാധനം ഒരു മാസ് പോവുകയാണെങ്കിൽ 1/2 mv² മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ റോളിങ്ങും കൂടെ ഉണ്ട്. അപ്പോൾ 2 ആളുകളെയും എനിക്ക് കൺസിഡർ ചെയ്യണം. ആ 2 ആളുകളെയും എനർജി കൂടി ചേർന്നതാണ് അതിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി. അപ്പോൾ അത് ചില സമയത്ത് ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയാൻ ചാൻസ് കുറവാണ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടില്ല,
ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈസിനെ പറഞ്ഞിട്ടുള്ളൂ, കൈനറ്റിക് എനർജി എന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ചില സമയത്ത് അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കും, റൊട്ടേഷൻ കൈനറ്റിക് എനർജി ഉണ്ട്, ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിലും നിങ്ങൾ ആ ക്വസ്റ്റ്യന് കൃത്യമായിട്ട് പറയണം. കാരണം ഇതിന്റെ ഫസ്റ്റ് ഭാഗത്ത് അവതരണം നോക്കുകയാണെങ്കിൽ അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സോളിഡ് സ്ഫിയർ ആണ്, റോൾ വിത്തൗട്ട് സ്ലിപ്പിംഗ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ട്, എൻ്റെ ½ mv² ഉണ്ട്, അതേപോലെ തന്നെ എൻ്റെ ½ ഉണ്ട്. ½ mv² പ്ലസ് ½ i⍵² ഇതാണ് എൻ്റെ കൈനറ്റിക് എനർജി. രണ്ടും നിങ്ങൾ പഠിച്ച ക്വസ്റ്റനാ. ദിസ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 7 × 10⁻³ ജൂൾ. ഇതാണ് തന്നിട്ടുള്ളത്. സ്പീഡ് ഓഫ് ദി സെന്റർ ഓഫ് മാസ് ഓഫ് ദി സ്ഫിയർ ഈസ്. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് കാണേണ്ടത് പ്യൂർലി നിങ്ങൾക്ക് വി ആണ് കാണേണ്ടത്, വെലോസിറ്റി വി ആണ് കാണേണ്ടത്. അപ്പോൾ വി കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എനിക്കിതിൽ ഐ ഉണ്ട്, ഒമേഗ ഉണ്ട്. ഒമേഗനെ എങ്ങനെ മാറ്റാൻ പറ്റും, ദിസ് ഈസ് റോൾ വിത്തൗട്ട് സ്ലിപ്പിംഗ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ വി ഈസ് ഈക്വൽ ടു എന്താണ്, വി ഈസ് ഈക്വൽ ടു r ഒമേഗയാണ്. സോ മൈ ഒമേഗ ഈക്വൽ ടു v/r ആണ്. അതേപോലെ തന്നെ വാട്ട് ഈസ് മൈ ഐ, മൊമെന്റ് ഓഫ് ഇനേഷ്യ, ദിസ് ഈസ് എ സോളിഡ് സ്ഫിയർ. സോളിഡ് സ്ഫിയറിൻ്റെ എത്രയാണ്, 2/5 mr² ആണ്. സോ അങ്ങനെയാണെങ്കിൽ എല്ലാ ഇക്വേഷനും ഞാൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് ½ × mv² പ്ലസ് ½ × 2/5 mr² ഇൻറ്റു ഒമേഗ² v² ഡിവൈഡഡ് ബൈ r² എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 7 × 10⁻³ എന്ന് കിട്ടും. അഗെയിൻ ഇവിടെ 2 ക്യാൻസൽ ചെയ്തു, r² ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടാകുന്നത് ഇവിടെ ഒരു ½ mv² ഉണ്ട്. സോ ½ mv² പ്ലസ് പിന്നെ അവിടെ mv² ഡിവൈഡഡ് ബൈ 5 എന്നുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു 7 × 10⁻³ എന്നാണ്. എം ഓൾറെഡി തന്നിട്ടുണ്ട്, എത്രയാണ്, ദാറ്റ്സ് ഈക്വൽ ടു 5 ആണ്. നോ പ്രോബ്ലം. അപ്പോൾ എനിക്ക് ഇവിടെ എന്താ കാണേണ്ടത്, അഫ്കോഴ്സ് എനിക്ക് എൻ്റെ വി ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ രണ്ട് പേര് ½ mv² ഉണ്ട്, mv²/5 ആണുള്ളത്. ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു രണ്ട് ഭാഗത്തും. ഇവിടെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഐ വിൽ ബി ഗെറ്റിംഗ് ദിസ് വിൽ ബി ഈക്വൽ ടു എന്താ കിട്ടുക നോക്കിക്കേ, ഇവിടെ ആദ്യത്തേതിന് 5 mv² ഡിവൈഡ് ബൈ 10 എന്നുണ്ടാകും. സോ 5 mv² ഡിവൈഡഡ് ബൈ 10 പ്ലസ് 2 mv² ഡിവൈഡഡ് ബൈ 10 എന്നുണ്ടാകും എടുത്തത് അല്ലേ. 2 mv² ഡിവൈഡ് ബൈ 10 ഇസ് ഈക്വൽ ടു 7 × 10⁻³ എന്ന് കിട്ടി. ദിസ് ഈസ് ഈക്വൽ ടു 7 mv² ഈക്വൽ ടു 7 × 10⁻² എന്ന് കിട്ടി. സോ വിച്ച് മീൻസ് 7 ക്യാൻസൽ ചെയ്തു. എം എത്രയാണ്, 1 ആണ്. സോ വി ഈസ് ഈക്വൽ ടു 10⁻⁻1 എന്ന് കിട്ടും. 1/10 ആയിരിക്കും എൻ്റെ ആൻസർ. സോ ദ സ്പീഡ് ഓഫ് ദി സെന്റർ ഓഫ് മാസ് ഇൻ cm². സോ ദാറ്റ്സ് ഈക്വൽ ടു 10 cm/s. യെസ്, ആൻസർ കിട്ടിയിട്ടുണ്ട് കുറേ പേർക്ക്. ക്ലിയർ അല്ലേടാ? ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ദിസ് ഈസ് 10 cm/s. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ആലോചിച്ച് വെക്കണം. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ടോട്ടൽ കൈനറ്റിക് എനർജി എഴുതുന്ന എക്സ്പ്രഷൻ, ടോട്ടൽ കൈനറ്റിക് എനർജിയിൽ രണ്ടാളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി ആണ് ചോദിച്ചത്. ആ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി ചോദിച്ച സമയത്ത് എങ്ങനെ എനിക്ക് കിട്ടി എന്നുള്ളത് ഈ ഒരു ഫിഗർ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും. എൻ്റെ കയ്യിൽ ഒരു സാധനം ഉണ്ട്, അതായത് ഒരു ബോഡി ഉണ്ട്. നൗ ഇറ്റ് ഹാവ് ദ സെന്റർ ഓഫ് മാസ് സംവെയർ ഹിയർ. ഇതായിരിക്കും ഇതിന്റെ വെലോസിറ്റി. ഇതിന്റെ ഈ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ടാകും, ഇങ്ങോട്ട് വെലോസിറ്റി ഉണ്ടാകും. ഈ ഒരു പോയിന്റിൽ ഇങ്ങോട്ട് വെലോസിറ്റി ഉണ്ടാകും. ഇത് വെച്ചിട്ട് റോൾ വിത്തൗട്ട് സ്ലിപ്പിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ആ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ തന്നെ ഒന്ന് റിവൈസ് ചെയ്ത് പൊടി തട്ടിയെടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതിൽ നോട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച വേറൊരു ടൈപ്പ് ഉണ്ടാകും. അതായത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നിങ്ങൾ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് അത് താഴോട്ട് ഉരുട്ടി വിട്ടാൽ ആരാദ്യം എത്തും എന്നുള്ളത്, അതായത് ഇൻ ടേംസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ, ആക്സിലറേഷന്റെ കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇത് മൊമെന്റ് ഓഫ് ഇനേഷ്യയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വേഷൻ ആണ്. ക്ലിയർ അല്ലേ? സോ ക്ലിയർ അല്ലേ? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നൗ ദ അനദർ സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങളെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് വന്ന ചോദ്യമാണ്. ഈ ഒരു ടൈപ്പ് ചോദ്യം സ്ഥിരമായിട്ട് JEEക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വെറുതെ പോക്കറ്റിൽ സ്കോർ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എക്സാമാണ്. അതായത് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്.
ഇവിടെ ഒന്ന് ഈ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് എല്ലാ വർഷവും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പല പേപ്പറുകളിലും കണ്ടതാണ് മാച്ച് ദ ഫോളോയിങ്. ഇതേ മാച്ച് ദ ഫോളോയിങ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇലക്ട്രിക് EM വേവില് നിങ്ങൾക്ക് ഗാമാറേ, UV റേ, പിന്നെ അതേപോലെ തന്നെ ബാക്കി റേസിൻ്റെതൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും അതിൻ്റെ അപ്ലിക്കേഷനും, അതായത് എന്തിനാണ് അത് യൂസ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ ഓപ്ഷന് കുറേ പേര് പറയുന്നുണ്ട്. നിയർലി ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ. രണ്ട് കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനൊന്ന് അഡ്രസ്സ് ചെയ്യാം, ഒന്ന് ഓർത്തിരിക്കാം. അതായത് ഒന്ന്, ഇതിലെ ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി ഏതാ നോക്കാം. അതായത് തന്നിരിക്കുന്നതിൽ കിലോ ഉണ്ട്, കിലോ ഉണ്ട്, പിന്നെ മെഗയാണ്, പിന്നെ ജിഗയാണ്, റൈറ്റ്. അപ്പോൾ ഫ്രീക്വൻസി ഏറ്റവും കുറഞ്ഞതിൽ നിന്നും ഏറ്റവും കൂടിയതിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് AM ബ്രോഡ്കാസ്റ്റ്. അതായത് AM നിലയങ്ങളെ നിങ്ങൾ FM-ഉം AM-ഉം കേട്ടിട്ടുണ്ടാകും. ആകാശവാണിയൊക്കെ AM ആണ്. അപ്പോൾ അത് കുറഞ്ഞ ഫ്രീക്വൻസി റേഞ്ചിലാണുള്ളത് എന്ന് ഓർത്തിരിക്കുക. അതായത് അത് കിലോ ഹെഡ്സിലാണ് 540. എപ്പോഴും മിക്കവാറും നിങ്ങൾക്ക് തരുന്ന ഓപ്ഷനിൽ ഇതേപോലെ തന്നെ കിലോ ഹെഡ്സും മെഗാ ഹെഡ്സും ജിഗാ ഹെഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് വേരിയേഷൻസ് ഉണ്ടാകുക. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ അറിയുന്ന 2-3 എണ്ണത്തിൻ്റെ ഇത് പഠിച്ചു പോകാം. അപ്പോൾ അതിൽ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഒക്കെ ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതേപോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ UV റേസിൻ്റെ, പിന്നെ അതേപോലെ തന്നെ IR റേഡിയേഷൻസിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും അതിൻ്റെ ഉപയോഗങ്ങളും. അതിൽ ഉപയോഗങ്ങളാണ് നോക്കിയിരിക്കേണ്ടത്. UV റേസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ അതേപോലെ തന്നെ റേഡിയോ വേവ്സ് എന്തിനാണ്, വിസിബിളായിട്ട് മെയിനായിട്ട് എന്തിനാണ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതിൻ്റെ യൂസസും കൂടെ ഉള്ളൊരു ടേബിളുകളുണ്ട്. അതും കൂടെ നിങ്ങൾ പഠിച്ചു പോകണം ഇതിൻ്റെ ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇവിടെ AM എന്തായാലും ഏറ്റവും മിനിമം, ഇനി അതിനെ കൂടുതലാണ് FM, പിന്നീട് ടെലിവിഷൻ, സാറ്റലൈറ്റ്. അപ്പോൾ B ആർക്കായിരിക്കും, ഇത് കഴിഞ്ഞാൽ എൻ്റെ മെഗ വന്നു, പിന്നെ ജിഗ വന്നു. മെഗയിൽ തന്നെ അടുത്തത് എന്താണ് വരിക, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മെഗാ ഹെഡ്സിലേക്കാണ് അതിൻ്റെ റേഞ്ച് നോക്കുക. അപ്പോൾ സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന സംഭവമാണ്, ഇത് ഓർത്ത് പഠിച്ചു പോവേണ്ടതാണ്. ഇവിടെ വേറൊന്നും എന്ത് ചെയ്യുന്നില്ല, ആവശ്യമായിട്ടില്ല. സാറ്റലൈറ്റ് ലോങ് ഡിസ്റ്റൻസ് അല്ലേ, പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഫ്രീക്വൻസി കൂടുക? അല്ല, അതായത് ബേസിക്കലി ലോങ് ഡിസ്റ്റൻസ് എന്നല്ല, നമ്മൾ അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ഫ്രീക്വൻസി റേഞ്ചുകളാണ്. അപ്പോൾ ഈ റേഞ്ചുകൾ അതേപോലെ തന്നെയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. AM-ഉം FM-ഉം തമ്മിലുള്ള ഡിഫറൻസുകളും ആ കാര്യങ്ങളും കൂടെ ഓർത്തിരിക്കുക. കാരണം AM ആണെന്നുണ്ടെങ്കിലും FM ആണെന്നുണ്ടെങ്കിലും രണ്ടിൻ്റെ പർപ്പസുകൾ മേ ബി സെയിം ആയിരിക്കും. പക്ഷെ രണ്ട് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരേ ഫ്രീക്വൻസിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങളെ അത് ക്ലാഷ് ആയി പോകും. എനിവേ, AM കഴിഞ്ഞിട്ട് ടെലിവിഷന്, സാറ്റലൈറ്റ്, ആ രൂപത്തിലേക്കും വേണമെങ്കിൽ ഓർത്തിരിക്കാം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. മോഡുലേഷൻ ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് ഇതേ ചാപ്റ്ററിൽ നിന്ന് മറ്റൊരു ഏരിയയാണ്. അതായത് ദ മോഡുലേഷൻ ഇൻഡെക്സ് ഓഫ് ആൻ AM വേവ് ഹാവിംഗ് ദ മാക്സിമം ആൻഡ് മിനിമം പീക്ക് ടു പീക്ക് വോൾട്ടേജ് ഓഫ് 40 millivolt ആൻഡ് 6 millivolt റെസ്പെക്റ്റീവ്ലി ഈസ്. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സാണ് ചോദിച്ചത്. ഈ മോഡുലേഷൻ ഇൻഡെക്സ് ചിലപ്പം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ആയിട്ട് ഒരു ഫോർമുല വെച്ചിട്ട് തന്നെ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. എന്താ മോഡുലേഷൻ ഇൻഡെക്സ്, നിങ്ങൾ പഠിച്ചതായിരിക്കും. മോഡുലേഷൻ ഇൻഡെക്സ് മ്യൂ ഈസ് ഈക്വൽ ടു മാക്സിമം മിനിമം പീക്ക് വോൾട്ടേജ് അറിയാണെന്നുണ്ടെങ്കിൽ Amax മൈനസ് A മിനിമ ഡിവൈഡഡ് ബൈ A മാക്സ് പ്ലസ് A മിനിമ. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി. മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ ഡയറക്റ്റ് ചോദ്യമാണിത്. അപ്പോൾ ഈ ഡയറക്റ്റ് ചോദ്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ എയും പിന്നെ അതേപോലെ തന്നെ മിനിമം മാക്സിമം ഒക്കെ തന്നിട്ടുണ്ട്. മാക്സിമം എത്രയാണ്? സോ മാക്സിമം ഈസ് ഈക്വൽ ടു 14 millivolt ആണ്. മറ്റേത് എത്രയാണ്? 6 millivolt ആണ്. ഡിവൈഡഡ് ബൈ 16 പ്ലസ് 6 20 കിട്ടും. എത്ര വരിക? 12 ഡിവൈഡ് ബൈ 20 എന്ന് വരും. 12 ഡിവൈഡഡ് ബൈ 20. സോ ദാറ്റ്സ് ഈക്വൽ ടു പോയിന്റ് എത്ര കിട്ടൂടാ? 14 മൈനസ് 6 ആണ്, റൈറ്റ്? സോ 14 മൈനസ് 6 സോ ദാറ്റ്സ് ഈക്വൽ ടു 8 കിട്ടും. 8 ഡിവൈഡ് ബൈ 20 എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 0.4 കിട്ടും, റൈറ്റ്? 0.4 മോഡുലേഷൻ ഇൻഡെക്സ് കിട്ടി. 2 ഈസ് ദ കറക്റ്റ് ആൻസർ. യെസ്, കുറേ പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. സോ കമ്മ്യൂണിക്കേഷന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഞാൻ ഈ ഒരു 2 ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്ന് ജസ്റ്റ് എടുത്തിട്ടുള്ളത്. ഒന്ന്, തൊട്ട് മുന്നേ ചെയ്തതിൽ എന്ത് ചെയ്യരുതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു സംഭവം മിസ് ചെയ്യരുത്. ടേബിൾ എന്തായാലും ചോദിക്കും, വളരെ ഹൈ ചാൻസ് ഉള്ളതാണ്.
പല പേപ്പറുകളും കണ്ടതാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ ആകെ അങ്ങനെ ഒരു സംഭവമാണ് ഒരു പാർട്ടിൽ ചോദിക്കാനുള്ളത്. അപ്പോൾ അത് വെരി 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 ഹൈലി ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മേ ബി വരാൻ ചാൻസ് കൂടുതലുള്ളതാണ്. യെസ്, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അഗെയിൻ ഇത് വന്നിട്ടുള്ളത് നമ്മളെ കണ്ടക്ടേഴ്സിന്റെ പാർട്ടിലേക്ക് വന്നു. A hollow cylindrical conductor has length 3.14 meter, while its inner and outer diameter are 4 millimeter and 8 millimeter respectively. The resistance of the conductor is n into 10 to the power minus 3 ohm. If the resistivity of the material is 2.4 into 10 to the power minus 8 ohm, the value of the n is. അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന്, നിങ്ങളെ ഹോളോ സിലിണ്ടർ കണ്ടക്ടർ ഹാസ് ദ ലെങ്ത് തന്നിട്ടുണ്ട്. ഇന്നർ ആൻഡ് ഔട്ടർ റേഡിയസ് തന്നിട്ടുണ്ട്. 4 millimeter ആണ്, 8 millimeter ആണ്. റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഈസ്, റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ R ആണ് ചോദിച്ചിട്ടുള്ളത്. ഇഫ് ദ റെസിസ്റ്റിവിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഡാറ്റകൾ എടുത്ത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം എന്താണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഇത് JEE ഇത് നമ്മളങ്ങ് 10th ക്ലാസ്സിലെങ്ങാണ്ട് ഹൈസ്കൂൾ ലെവലിൽ പഠിക്കുന്ന ഇക്വേഷനാണ്. ആറും റെസിസ്റ്റിവിറ്റിയും ലെങ്ത്തും ഏരിയയൊക്കെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരുന്നു? R is equal to റോ ഇൻറ്റു L by A. എപ്പോഴും ഓർത്തിരിക്കുക, A എന്ന് പറയുന്നത് എൻ്റെ ഏരിയയാണ്, പ്യുവർലി എൻ്റെ ഏരിയയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ R ആണ് കാണേണ്ടത്. സോ R ഡയറക്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് തന്നെ എനിക്ക് കാണാൻ പറ്റും. ഇക്വേഷൻ മാറ്റേണ്ട ആവശ്യമില്ല. റോ ഡെൻസിറ്റി ഇവിടെ തന്നിട്ടുണ്ട്, എൻ്റെ റോ കണ്ടക്ടിവിറ്റി ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് ഞാൻ എൻ്റെ റെസിസ്റ്റൻസ് കണ്ടെത്താനായിട്ട് പോവാണ്. റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു n into 10 to the power minus 3 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നൗ ദിസ് ഈസ് ഈക്വൽ ടു റോ എത്രയാണ്? റോ തന്നിട്ടുള്ളത് 2.4 into 10 to the power minus 8 ആണ്. സോ റോ ഈസ് ഈക്വൽ ടു 2.4 into 10 to the power minus 8 into L, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ 3.14 ആണ്. 3.14 ഡിവൈഡഡ് ബൈ ഏരിയ. ഇവിടെ ഹോളോ സിലിണ്ടർ ആണ്, മാത്രമല്ല അതിന് ഇന്നർ റേഡിയസും ഉണ്ട്, ഔട്ടർ റേഡിയസും ഉണ്ട്. അപ്പോൾ ആ ഇൻ ബിറ്റ്വീൻ അല്ലേ ഉണ്ടാകുള്ളൂ. സോ അത് എത്ര വരിക? പൈ ഇൻറ്റു R² എന്നാണ് വരിക. അതായത് എൻ്റെ കയ്യിലുള്ളതിൻ്റെ ഡയമീറ്റർ എനിക്ക് തന്നിട്ടുണ്ട്. സോ ഡയമീറ്റർ 4ഉം 8ഉം ആണ്. 4ഉം 8ഉം ഡയമീറ്റർ ആണെങ്കിൽ എൻ്റെ റേഡിയസ് എത്ര ആയിരിക്കും? 2ഉം 4ഉം ആയിരിക്കും. സോ പൈ ഇൻറ്റു 4² മൈനസ് 2² എന്നുണ്ടാകും. മില്ലിമീറ്റർ ആയതുകൊണ്ടും അതിനെ സ്ക്വയർ ചെയ്യുന്നതുകൊണ്ടും 10 to the power minus 3 the whole square that is equal to 10 to the power minus 6 ഉണ്ടാകും. ഇവിടെ പൈ ക്യാൻസൽ ചെയ്തു, കാരണം രണ്ടും 3.14 ആണുള്ളത്. ബാക്കി എൻ്റെ 2.4 ആണ് ഇവിടെ ഉള്ളത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2.4 ഡിവൈഡഡ് ബൈ 2.4 ഇൻറ്റു 10 to the power minus 8 ഡിവൈഡ് ബൈ 10 to the power minus 6, 10 to the power minus 2 ഉണ്ടാകും. ഡിവൈഡ് ബൈ 4² എത്രയാണ്? 4² 16 ആണ്, 2² 4 ആണ്. സോ ഡിവൈഡ് ബൈ 12 എന്നുണ്ടാകും. 12 ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടാം? 24 ഡിവൈഡ് ബൈ 2. സോ ദാറ്റ്സ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 10 to the power minus 3 എന്ന് എഴുതാനായിട്ട് പറ്റും. സോ ദാറ്റ്സ് ഈക്വൽ ടു 2 into 10 to the power minus 3. സോ എൻ്റെ ആൻസർ എത്ര ആയിരിക്കും? n is equal to 2 ആയിരിക്കും. സോ ദ വാല്യൂ ഓഫ് ദ n is equal to 2. ക്ലിയർ ആയിട്ടുണ്ടോ? യെസ്, കുറേ പേർക്ക് 2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റെസിസ്റ്റിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇവിടെ ചെയ്തത്. ഇത് പ്യുവർലി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഡയറക്റ്റ് ആ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. യെസ്, n is equal to 0.5 അല്ലല്ലോ? നേരത്തെ ആൻസർ ആണോ നിങ്ങൾ 0.5 എഴുതിയിട്ടുള്ളത്? അല്ലല്ലോ, 2 അല്ലേ കിട്ടുക? യെസ്, നമ്മുടെ നേരത്തെ ആൻസർ 0.4 ആയിരുന്നല്ലോ. എങ്ങനെ ആർക്കോ മാറിപ്പോയോ? n is equal to 2 ആണ് പ്യുവർലി കിട്ടുക. ഓക്കെ, n is equal to 2. ക്ലിയർ? നൗ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിൽ റോ മേ ബി ചോദിക്കാം, റോ കണ്ടക്ടിവിറ്റി കാണാൻ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്, നിങ്ങളെ ലെങ്ത്ത് എന്ത് ചെയ്തു? നിങ്ങളുടെ കയ്യിലൊരു കണ്ടക്ടർ ഉണ്ടായിരുന്നു. ഈ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റി റോയാണ്, റൈറ്റ്? ഇതിൻ്റെ ലെങ്ത്ത് ഡബിളാക്കി ഏരിയ ചുരുക്കി, അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റിവിറ്റിക്ക് എന്താ മാറ്റം സംഭവിക്കുക? സാധാരണ എല്ലാവരും തെറ്റിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. R is equal to റോ ഇൻറ്റു L by A ആയിരിക്കും.
പക്ഷേ നിങ്ങൾ ഇങ്ങനെ എഴുതും റോ ഇസ് ഈക്വൽ ടു RA ഡിവൈഡഡ് ബൈ L എന്ന് വെച്ചാൽ റോ ഈസ് പ്രൊപ്പോർഷണൽ ടു A അല്ലേ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു L അല്ലേ എന്ന് തെറ്റിദ്ധരിക്കണ്ട. ഈ റോ എന്ന് പറയുന്നത് അതായത് എൻ്റെ റോ അതായത് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്യുവർലി ഡിപ്പെൻഡിങ് ഓൺ ദ മെറ്റീരിയൽ. ഈ റോ മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ആ സാധനത്തിന് നേരെ പിടിച്ച് റീപ്ലേസ് ചെയ്യണം. അതായത് ആ മെറ്റീരിയലെ ഞാൻ റീപ്ലേസ് ചെയ്യണം. അങ്ങനെയാണെന്നെങ്കിലാണ് അതിൻ്റെ റെസിസ്റ്റിവിറ്റി മാറുക. അതിന് ലെങ്തോ ബ്രെഡത്തോ വിഡ്ത്തോ മറ്റ് ഏരിയയോ കാര്യങ്ങളോ കൂട്ടിക്കഴിഞ്ഞാൽ അത് മാറൂല. കാരണം പ്യുവർലി ഇറ്റ്സ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. കാരണം പലരും ചിലപ്പോൾ ഇങ്ങനെ തിരിച്ചെഴുതിയിട്ട് ഈ ഒരു കാര്യം തെറ്റിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് JEEയിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ഇതുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യനുകൾ തരാറുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഇവിടെ നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്, ഏതൊരു സാധനവും വലിച്ചു നീട്ടുകയാണെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യുന്നതിന് പകരമല്ല വലിച്ചു നീട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. വലിച്ചു നീട്ടുന്ന സമയത്ത് അതിൻ്റെ വോള്യൂം കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ഇവിടെ എത്രത്തോളം നീണ്ടു വലിയുന്നോ അത്രത്തോളം അതിൻ്റെ ഏരിയ ചുരുങ്ങുന്നുണ്ടാകും. ആ കാര്യം കൂടെ മനസ്സിൽ ഓർത്തിരിക്കുക. കാരണം അത് നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഹിൻ്റായിട്ട് വരാറുള്ളതാണ്. ക്ലിയർ ആണോ? ഏരിയ കിട്ടിയത് എക്സ്പ്ലെയിൻ ചെയ്യുമെന്നോ? ഏരിയ ഇതാ ഇവിടെ ഇത് എന്താണ്, സിലിണ്ട്രിക്കൽ കണ്ടക്ടർ ആണ്. അപ്പോൾ ഈ സിലിണ്ട്രിക്കൽ കണ്ടക്ടറിൽ എന്താ ഉണ്ടാവുക, ഇങ്ങനെയാണ് ഉള്ളത്. ദിസ് ഈസ് ദ സിലിണ്ട്രിക്കൽ കണ്ടക്ടർ. ഇതിന് ഇന്നർ റേഡിയസും ഉണ്ട് ഔട്ടർ റേഡിയസും ഉണ്ട്. ഉള്ളിൽ എന്താണുള്ളത്, ആക്ച്വലി ഇത് ഹോളോ പാർട്ടാണ്. അതായത് ഈ ഒരു ഭാഗം മാത്രമേ എനിക്ക് എന്തുള്ളൂ, ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. ഇതിലൂടെ മാത്രമേ കറണ്ട് മൂവ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കറണ്ട് മൂവ് ചെയ്യുന്നില്ല. കാരണം അവിടെ ഒന്നുമില്ല. കറണ്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെയാണ് കറണ്ട് പോകുക. അപ്പം ആ മീഡിയം ഇവിടെ ഇതാണ്. അതായത് എൻ്റെ കണ്ടക്ടർ ഇതാണ്, ഇതിലൂടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ സാധാരണ വയർ എങ്ങനെ എടുക്കുക, സാധാരണ വയർ കോപ്പർ വയറോ മറ്റോ ആണെങ്കിൽ എന്താ ഇത്രയും തിക്നെസ്സിൽ എന്ത് ചെയ്യുന്നുണ്ടാകും, എൻ്റെ കറണ്ട് മൂവ് ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്, ഇവിടെ ഹോളോ ആണ്. അതായത് ഇങ്ങനെയാണ്, ഇതിൻ്റെ പുറം ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ളതാ, ഈ ബ്ലൂ ഷെയ്ഡ് ചെയ്യുന്ന ഈ റീജിയൺ ആണ് അല്ലേ, ഈ റീജിയൺ ആണ് ഏരിയ. ഇതെങ്ങനെ കാണാം, ഇതിൻ്റെ ഔട്ടർ റേഡിയസ് എത്ര, B ആണ്. പിന്നെ അതേപോലെ തന്നെ ഇന്നർ റേഡിയസ് എത്രയാണ്, ഇന്നർ റേഡിയസ് എന്താണ്, A ആണ്. സോ πB² - πA², πr² ആണ് ടോട്ടൽ ഏരിയ. ക്ലിയർ അല്ലേ? നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതും വീണ്ടും ഒരു എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന്, അതായത് ഡുവൽ നാച്ചുറിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ആ ചാപ്റ്ററുകളൊന്നും മിസ് ചെയ്യരുത്. കാരണം കുറഞ്ഞ കൺസെപ്റ്റിൽ നമുക്ക് കുറഞ്ഞ കണ്ടന്റുകൾ മാത്രമുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അത് പഠിച്ചാൽ ചാപ്റ്റർ വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് മേ ബി എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ അതിൽ ഇടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് 100% ആയിട്ട് ഷുവർ ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നോക്കി, ഇതെല്ലാവരും ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ഡി ബ്രോഗ്ലി വേവ് ലെങ്തുമായി ബന്ധപ്പെട്ട് ആൽഫ പാർട്ടിക്കിൾ, പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ ഹാവ് ദ സെയിം കൈനറ്റിക് എനർജി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഇൻ ദ കേസ് ഓഫ് ദെയർ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. എപ്പോൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ചോദിച്ചോ അതിൻ്റെ ബേസ് ഇങ്ങോട്ട് തുടങ്ങിക്കോ. lambda equal to h/p, so that's equal to h divided by root of 2m into kinetic energy. Kinetic energy same ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. So the lambda is inversely proportional to root of m. അപ്പം അങ്ങനെയാണെങ്കിൽ ഏറ്റവും മാസ് കൂടിയ ആൾക്ക് എന്തായിരിക്കും, കുറവായിരിക്കും. എനിക്കറിയാം എൻ്റെ ആൽഫ പാർട്ടിക്കിളും അതേപോലെ തന്നെ എൻ്റെ പ്രോട്ടോണും എൻ്റെ ഇലക്ട്രോണും ഞാൻ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൽഫ പാർട്ടിക്കിളിൻ്റെ കൂടുതൽ, പിന്നെ പ്രോട്ടോണ്, പിന്നെ ഇലക്ട്രോണാണ് വരിക. അപ്പം അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ആയിരിക്കും കൂടുതൽ ഇലക്ട്രോണായിരിക്കും, പിന്നെ പ്രോട്ടോൺ ആയിരിക്കും, പിന്നെ ആൽഫ പാർട്ടിക്കിളിനായിരിക്കും. സോ വിച്ച് മീൻസ് ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ലാംഡ ഈക്വൽ ടു h/p അല്ലെങ്കിൽ h/mv അല്ലെങ്കിൽ h/√2m ഇൻറ്റു കൈനറ്റിക് എനർജി. ഈ ഇക്വേഷൻസ് എന്തായാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ റിലേറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യനുകളിൽ നിങ്ങൾ കുറേയധികം കണ്ടുണ്ടാകും, കുറേയധികം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ പേര് നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നുണ്ട്. സോ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വിച്ച് മീൻസ് ഇവിടെ നിങ്ങളെ ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കൂടുതൽ സ്കോർ ചെയ്യണം. നിങ്ങളുടെ സ്കോർ ഡിസ്ട്രിബ്യൂഷൻ എല്ലാവരും ഇങ്ങോട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഈ കൂടുതലായിട്ട് സ്കോർ ചെയ്യാൻ തന്നെ ശ്രമിക്കുക, അതിൽ തെറ്റിക്കാതിരിക്കാനും ശ്രമിക്കുക. എനിവേ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ. എ കണ്ടക്ടർ ലൂപ്പ് ഓഫ് റേഡിയസ് 10 divided by √π ഈസ് പ്ലേസ്ഡ് perpendicular to the uniform magnetic field of
0.5 Tesla, the magnetic field is decreased to 0 in 0.5 second at steady rate. The induced EMF in the circular loop at 0.5 second is. Oh, really nice question. So we have to find the induced EMF at this circular loop in 0.5 second. അപ്പോൾ 0.5 സെക്കൻഡിലുള്ളതാണ് കാണേണ്ടത്. എനിവേ EMFിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താ വരിക? EMF വരുന്ന സമയത്ത് എനി EMF ഇൻഡ്യൂസ്ഡ് EMF എന്ന് വെച്ചാൽ എന്താ? EMF ഇസ് ഈക്വൽ ടു -d∅dt. ഇവിടെ പ്രത്യേകിച്ച് ഇതിൻ്റെ സൈനിൽ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട്, കാരണം ഇവിടെ എല്ലാത്തിനും എനിക്ക് എൻ്റെ എത്രയാണ് EMF എന്നാണ് തന്നിട്ടുള്ളത്, ഞാൻ ജസ്റ്റ് ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, d∅dt എന്ന് എഴുതുകയാണ്. നോ പ്രോബ്ലം. d∅dt EMF മാഗ്നിറ്റ്യൂഡ്. ഓക്കെ. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലെക്സിനാണ് EMF എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഫ്ലെക്സിലേക്ക് ആരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുക? ഫ്ലെക്സ് എന്ന് പറയുന്നത് എൻ്റെ ഫൈ ആണ്. any flex or any phi that's equal to field line passing through unit area of cross section. എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ആയതുകൊണ്ട് ബി ഡോട്ട് എ, ഇലക്ട്രിക് ഫ്ലക്സ് ആണെങ്കിൽ ഇ ഡോട്ട് എ, അങ്ങനെ എനിത്തിങ്. ഓക്കെ. സോ ബി ഡോട്ട് എ ആണ് എന്തിൻ്റെ ഫ്ലക്സ്. ഇനി ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം, ഇവിടെ ഫ്ലെക്സ് എന്ന് പറയുന്ന സമയത്ത് ഓഫ് കോഴ്സ് എൻ്റെ ഫ്ലെക്സ് വേരി ചെയ്താലാണ് EMF ഉണ്ടാവുക. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ എൻ്റെ ബി വേരി ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ എ വേരി ചെയ്യാം. ഈ രണ്ടും വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഇനി ഇവിടെ തന്നതിൽ ഏരിയക്ക് യാതൊരുവിധ മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. ഏരിയ മേ ബി റെഡ്യൂസ് ചെയ്തിട്ട് അങ്ങനെ ചില ക്വസ്റ്റ്യൻ വരാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കാരണം മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്, കണ്ടക്ടിങ് ലൂപ്പിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡിക്രീസ് എന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ കുറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാ എന്നുള്ളത് പ്രത്യേകം ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡിക്രീസ്ഡ് ടു 0. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. നിങ്ങളെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? A is equal to pi r square ആണ്. ദാറ്റ്സ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ. എത്രയാണ്? ആർ എന്ന് വെച്ചാൽ 10/√π ആണ്. സോ 100 ഡിവൈഡഡ് ബൈ പൈ എന്ന് കിട്ടും. 100 ഡിവൈഡ് ബൈ പൈ സെൻറ്റിമീറ്റർ. 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര വരും അപ്പം? സോ ദാറ്റ്സ് ഈക്വൽ ടു 100 ഇൻറ്റു 10 ഇൻറ്റു 10⁻⁻2 എന്നാണ് വരിക. സോ -2² -4 വരും. സോ പൈ ക്യാൻസൽ ചെയ്താൽ 10⁻⁻2 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 0.01 മീറ്റർ സ്ക്വയർ ആണ് എന്ത് വന്നിട്ടുള്ളത്? എൻ്റെ ഏരിയ വന്നിട്ടുള്ളത്. Now what is the EMF? EMF ആണ് കാണേണ്ടത്. d∅dt ആണ്. എന്ന് വെച്ചാൽ ഇതിന് എനിക്ക് എങ്ങനെ തിരിച്ചെഴുതാനായിട്ട് പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു ∆φ ഡിവൈഡ് ബൈ ∆t എന്ന് എഴുതാം. Now this is equal to phi ആണ് ഞാൻ എഴുതുന്നത്. ബി എത്ര തന്നിട്ടുള്ളത്? ബി ഈസ് ചേഞ്ചിങ് ഫ്രം 0.5 to 0. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര വരാം? ദിസ് വിൽ ബി ഈക്വൽ ടു എൻ്റെ EMF ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് പോവുക. ∆φ എത്ര വരിക? ദിസ് വിൽ ബി ഈക്വൽ ടു ബി ഇൻറ്റു എ ആണ്. എക്ക് യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ 0.01 എനിക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുക്കാം. പിന്നെ ബാക്കി 0.5 നിന്നും എങ്ങോട്ടാണ് ചുരുങ്ങിയിട്ടുള്ളത്? 0.5 to 0 ആണ്. സോ 0.5 - 0 ഡിവൈഡഡ് ബൈ ∆t. അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുള്ള സമയം എന്താണ്? ആക്ച്വലി ദിസ് ഈസ് ഫ്രം 0.25. ആ ഇൻഡ്യൂസ്ഡ് EMFന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം. അവിടെ ∆t നിങ്ങൾ 0 to 0.25 അല്ല എടുക്കേണ്ടത്. അതെടുക്കാനല്ല 0.25 തന്നത്. കാരണം 0.25 സമയത്ത് എന്താന്നുള്ളതാ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ചോദിക്കുകയാണ്, 0.25 സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഇതൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ 0.25 ഇത് സ്റ്റഡി സ്റ്റേറ്റിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും സംഭവിക്കുക? 0.25 സ്റ്റഡി സ്റ്റേറ്റിലാണ്. ഇവിടെ യാതൊരുവിധ മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ചെയ്യുന്നില്ല. അത് 0 ആയിരിക്കും. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് 0 മുതൽ 0.5 വരെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഇടയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആണ് നമ്മൾ കാണുന്നത്. അതാണ് ∆t. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു ടൈമാണ് ഇത് 0.25. അപ്പോൾ ആ സമയത്തും എന്താ ഉണ്ടാവുക? അതേ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുക. കാരണം ദിസ് ഈസ് ഇൻ ദ സ്റ്റഡി റേറ്റ്. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്റ്റഡി റേറ്റ് എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ദാറ്റ് ജേണി, അതായത് 0 മുതൽ 0.5 വരെ ഒരേ രൂപത്തിലാണ് കുറയുന്നത്. അതാണ് സ്റ്റഡി റേറ്റ്. അപ്പോൾ ഒരേ രൂപത്തിൽ കുറയുന്ന സമയത്ത് ഇവിടെ ഈ ∆t/∆φ/∆t എന്ന് വെച്ചാൽ ആക്ച്വലി 5t ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ലോപ്പാണ്.
അപ്പോൾ സ്റ്റഡി റേറ്റ് എന്ന് പറയുന്ന സമയത്ത് 0 മുതൽ 5 വരെ ഒരേ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, എൻ്റെ ആ മാഗ്നറ്റിക് ഫീൽഡ് വാരി ചെയ്യുന്നത്. അതായത് ത്രൂ ഔട്ട് ഒരേ രൂപത്തിലാണ്, കോൺസ്റ്റന്റ് ആയിട്ടാണ്, അതിൻ്റെ സ്ലോപ്പ് സെയിം ആണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 0 മുതൽ 0.1 സെക്കൻഡ് എടുക്കുകയാണെങ്കിലും 0.1 മുതൽ 2 എടുക്കുകയാണെന്നുണ്ടെങ്കിലും 0.2 മുതൽ 0.5 എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഏത് ഡെൽറ്റ ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ ടോട്ടൽ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ ഏത് ഡെൽറ്റ ടി, കുഞ്ഞ് ഡെൽറ്റ ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ വേരിയേഷൻ സെയിം ആയിരിക്കും. സോ വിച്ച് മീൻസ് ദിസ് ഈസ് ഈക്വൽ ടു ഡിവൈഡ് ബൈ പോയിന്റ് ടി ഡിവൈഡ് ബൈ എത്ര ചെയ്യേണ്ടത്, 0.5 എന്ന് ചെയ്യണം. സോ വിച്ച് മീൻസ് ദ ആൻസർ വിൽ ബി ഈക്വൽ ടു 0.5. So induced EMF will be equal to 0.01 എന്ന് എനിക്ക് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? 0.01 milliwatt. So that's equal to 10 0.01 watt എന്ന് കിട്ടും. So that's equal to 10 milliwatt എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോടാ? 10 milliwatt. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം 0.25 എന്നുള്ളത് പല ആളുകൾക്കും ചിലപ്പം കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? സോ 10 പറഞ്ഞവരുണ്ട്, സി പറഞ്ഞവരുണ്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കുക. ചിലപ്പോൾ 0.25 നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡിവൈഡ് ചെയ്യരുത്. ത്രൂ ഔട്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഹിയർ ദ റേഷ്യോ ഓഫ് ദി ആവറേജ് ഇലക്ട്രിക് എനർജി ഡെൻസിറ്റി ആൻഡ് ടോട്ടൽ എനർജി ഡെൻസിറ്റി ഓഫ് എ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ്. അപ്പോൾ ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കാരണം നിങ്ങൾ പഠിച്ചതായിരിക്കും. എൻ്റെ കയ്യിലുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ആവറേജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്, അതിൻ്റെ ആവറേജ് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് മേ ബി മൈ ആവറേജ് എനർജി ഡെൻസിറ്റി. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ യു ഓഫ് ദി എനർജി ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ എന്നുള്ളത് നിങ്ങൾ പഠിച്ചതായിരിക്കും. ഇനി അതേപോലെ തന്നെ എനർജി ഡെൻസിറ്റിയും ആവറേജ് എനർജി ഡെൻസിറ്റിയും ടോട്ടൽ ആവറേജ് എനർജി ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. സോ യു ഓഫ് ദി, ഇത് ആലോചിച്ച് വെച്ചോ. ഒന്ന് എൻ്റെ എനർജി ഡെൻസിറ്റിയുടേത്, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണെന്നുണ്ടെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് ആണെന്നുണ്ടെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിലും രണ്ടും തുല്യമാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി ടോട്ടൽ എനർജി എന്നാണ് വരിക. ക്ലിയർ ആയിട്ടുണ്ടോ? ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയറും എപ്സിലോൺ 0 E സ്ക്വയറും നിങ്ങൾ കേട്ടതായിരിക്കും. സോ വിച്ച് മീൻസ് മൈ the energy density to total energy density will be equal to what? That will be equal to 1/2 എന്ന് വരും, which means option 4 is the correct answer. Clear അല്ലേടാ? Option 4 is the correct answer. Now next question, അടുത്ത ചോദ്യം നോക്കാം. Here is the next question. വീണ്ടും നമ്മളെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്ക് കയറിയിട്ടുണ്ട്. If two charges Q1 and Q2 are separated with a distance d and placed in a medium of dielectric constant k, what will be the equivalent distance between charges if the charges in air for the same electrostatic force? So ഒരേ ഫോഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് ആ ചോദിച്ചത്. വെരി സിമ്പിൾ. സോ മൈ എഫ് ഇസ് ഈക്വൽ ടു 1/4πε0. ഞാൻ ജസ്റ്റ് അതിനെ ക്യൂ ആയിട്ട് എടുക്കുകയാണ്. കെ ഇൻറ്റു Q1 Q2 divided by R square ആണ്. Now if two charges Q1 and Q2 are separated at a distance d and placed in a medium of dielectric constant k, അപ്പോൾ K എന്ന് പറയുന്ന ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ ആ കെയും ഈ കെയും കൺഫ്യൂഷൻ ആവണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ 1/4πε0 Q1 Q2 divided by R square. ഇനി ഇതെന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ പുതിയ സ്ഥലത്തേക്ക് വെക്കുകയാണ്. സോ പുതിയ സ്ഥലത്തേക്ക് വെക്കുന്ന സമയത്ത് ദിസ് ഈസ് ഈക്വൽ ടു 1/4πε0 അല്ല ഉണ്ടാവുക, അതിന് പകരം അവിടെ എന്താ ഉണ്ടാവുക, കെ ടൈംസ് ε0 ആയിരിക്കും. സോ കെ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ പുതിയ R സ്ക്വയർ. Now what will be the equivalent distance between the charge in air for the same electrostatic force? അപ്പോൾ ഇത് രണ്ടും സെയിം ആവണമെന്നുണ്ടെങ്കിൽ എത്രയെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഇനീഷ്യലി ഇത് ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസിലായിരുന്നു. സോ ഞാൻ ജസ്റ്റ് ഡി സ്ക്വയർ എടുക്കുകയാണ്. ഇവിടെ എത്രയെന്ന് അറിയില്ല, സോ ഞാൻ ഡി പ്രൈം സ്ക്വയറിന് എടുക്കുക. രണ്ടും ഇക്വേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ മൈ Q1 Q2 ഡിവൈഡഡ് ബൈ 4πε0 k d സ്ക്വയർ ഈക്വൽ ടു Q1 Q2 divided by 4πε0
4 pi epsilon 0 d prime square ഉണ്ടാകും. റൈറ്റ് നൗ ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്തൊക്കെ പോയി ഇതൊക്കെ പോയി q1 q2 പോയി 4 pi epsilon 0 4 pi epsilon 0 പോയി. സോ ബാക്കി ഉണ്ടാവുക kd എന്നുണ്ടാകും അല്ലേ. യെസ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ഡി സ്ക്വയറിനെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഈക്വൽ ടു റൂട്ട് കെ ഇൻറ്റു ഡി എന്നുണ്ടാകും. റൂട്ട് കെ ഇൻറ്റു ഡി. സോ റൂട്ട് കെ ഇൻറ്റു ഡി ഓപ്ഷൻ 2 ഇസ് ദ കറക്റ്റ് ആൻസർ. റൈറ്റ് അല്ല 2 അല്ല റൂട്ട് കെ ഇൻറ്റു ഡി ഓപ്ഷൻ 1 ഇസ് ദ കറക്റ്റ് ആൻസർ. യെസ് 1. ക്ലിയർ അല്ലേ? അപ്പോൾ ഈസി ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒന്ന് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന രൂപത്തിൽ മേ ബി അവതരിപ്പിക്കാം ഈ ടൈപ്പ് ക്വസ്റ്റ്യനുകളൊക്കെ. എനിവേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. A stream of positively charged particle having q by m equal to 2 into 10 to the power 11 coulomb per kilogram and velocity v0 is equal to 3 into 10 to the power 7 I cap is deflected by an electric field of 1.8 j cap. The electric field exists in a region of 10 centimeter along x-axis. Due to the electric field, the deflection of the charged particle in the y direction is. അപ്പോൾ ഇതിലെ അത്യാവശ്യം ചെയ്യാനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഇത്തിരി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൂടുതലായിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇത് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. എനിവേ എ സ്ട്രീം ഓഫ് പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ടോട്ടൽ ചാർജ് ഇത് പോസിറ്റീവ് ആണെന്നുള്ളത് മനസ്സിലായി. അതിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഈസ് ഡിഫ്ലക്റ്റഡ് ബൈ എൻ ഇലക്ട്രിക് ഫീൽഡ് 1.8 ജെ ക്യാപ്പ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇതാ ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. സോ റൈറ്റ്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഏതാണ്? ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്, ജെ ക്യാപ്പിലാണുള്ളത്. അത് എത്രയാണ്? 1.8 ഇൻറ്റു 10 to the power 3 ആണ്. ഇനി ഇതിൻ്റെ വെലോസിറ്റി ഏത് ഡയറക്ഷനിലാണ്? വെലോസിറ്റി ഈസ് ഇൻ ഐ ക്യാപ്പ് ഡയറക്ഷൻ. അതായത് ഈ സ്റ്റീം വരുന്നത് ഇനീഷ്യലി ഈ ഡയറക്ഷനിലാണ്, ഇങ്ങോട്ടാണ് വരുന്നത്. 3 into 10 to the power 7 meter per second ഇതിലാണ് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, ഓൾ റൈറ്റ്. ഇനി അതിൻ്റെ ചാർജ് ബൈ മാസ് റേഷ്യോ ആണ് തന്നത്. അത് നമുക്ക് ആവശ്യമായിട്ട് വരും. അതിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ഇൻ എ റീജിയൺ ഓഫ് 10 centimeter അലോങ് ദ എക്സ് ഡയറക്ഷൻ. എന്ന് വെച്ചാൽ ഇത്രയും ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 10 centimeter. അപ്പോൾ ഇത് ഇങ്ങോട്ട് വന്നാൽ എന്താ സംഭവിക്കുക? തീർച്ചയായിട്ടും ഇത് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ പോകുന്നുണ്ടാകും. കാരണം ആ ഡയറക്ഷനിലേക്ക് എന്തുണ്ടാകും? എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ച ഫൈനൽ ക്വസ്റ്റ്യൻ ഡ്യൂ ടു ദി ഇലക്ട്രിക് ഡിഫ്ലക്ഷൻ ഓഫ് ദി ചാർജ് പാർട്ടിക്കിൾ ഇൻ വൈ ഡയറക്ഷൻ ഈസ്. അപ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്? നമുക്ക് കാണേണ്ടത് ഡിസ്റ്റൻസ് ആണ്. സോ വൈ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കാണാൻ പറ്റും? ഏത് ഡിസ്റ്റൻസ് ആണോ? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്താ? ഇനീഷ്യൽ വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ. വൈ ഡയറക്ഷനിൽ ഉണ്ടോ? ഇല്ല. ഇനീഷ്യലി ഇത് ഏതിൽ മാത്രമേ ഉള്ളൂ? എക്സ് ആക്സിസിൽ മാത്രമേ ഇനീഷ്യൽ വെലോസിറ്റി ഉള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 0 ആണ്. ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ എയും കാണണം ടിയും കാണണം. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഹൗ ടു ഫൈൻഡ് എ? എ സിമ്പിൾ അല്ലേടാ. എ ഇസ് ഈക്വൽ ടു വാട്ട്? എ ഈക്വൽ ടു എഫ് ബൈ എം ആണ്. ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് ആണ്. എത്ര എൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത് ക്യു ഇ ആണ്. ക്യു ഇ ഡിവൈഡ് ബൈ എം. സോ വിച്ച് ഇസ് ഈക്വൽ ടു ക്യു എത്ര? ചാർജ് ആണ് തന്നിട്ടുണ്ട്. ക്യു ബൈ എം ആ തന്നത്. യെസ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഈ സംഭവമാണ് തന്നിട്ടുള്ളത്. റൈറ്റ്. സോ ക്യു ബൈ എമ്മിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? 2 into 10 to the power 11 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 into 10 to the power 11 into ഇലക്ട്രിക് ഫീൽഡ് 1.8 into 10 to the power 3. സോ 1.8 into 10 to the power 3. അപ്പോൾ ഈ കിട്ടുന്ന സംഭവമാണ് എന്ത്? എൻ്റെ ആക്സിലറേഷൻ. ഇത് എത്ര വരിക? ദിസ് വിൽ ബി ഈക്വൽ ടു 36 വരും. എന്ന് വെച്ചാൽ 3.6 into 10 to the power 14 എന്നുണ്ടാകും. ഇതാണ് എൻ്റെ ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ കിട്ടി. ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്താ കാണേണ്ടത്? അടുത്തതായിട്ട് എൻ്റെ ടൈം കാണണം. സോ ടൈം കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? ഇത് ഇവിടെ ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ മൊത്തം എത്ര ദൂരം സഞ്ചരിക്കാനുള്ളത്? 10 centimeter ആണ് എനിക്ക് സഞ്ചരിക്കാനുള്ളത്. ഇനീഷ്യലി അതിലുള്ള വെലോസിറ്റി എത്രയാണ്? 3 into 10 to the power 7 ആണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് സമയം കണ്ടെത്തിക്കൂടെ? ടൈം വിൽ ബി ഈക്വൽ ടു 0.1 ഡിവൈഡഡ് ബൈ
3 × 10⁻⁷. അപ്പോൾ 1/3 എത്ര കിട്ടും? 0.33 കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ അതേപോലെ യൂസ് ചെയ്യാം. കാരണം മുകളിൽ എന്തുണ്ട്, 3.6 കൂടെ ഉണ്ട്, അതിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ഈസ് ദ ടൈം. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ എസ് എന്തായിരിക്കും? എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എത്രയാണ്? 3.6 × 10⁻⁴ കിട്ടിയിട്ടുണ്ട് ഇൻറ്റു ടി സ്ക്വയർ. ടി സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഈക്വൽ ടു 0.01 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 3 ആണ്, 3 സ്ക്വയർ 9 ആണ്, ഇൻറ്റു 10⁻⁷ ഉള്ളത് എത്രയായി? 14 ആയി. ഈക്വൽ ടു ആദ്യം ഈ 1/2 1/2 ഒക്കെ ക്യാൻസൽ ചെയ്ത് 36 ഡിവൈഡ് ബൈ 18 ഉണ്ടാകും. എത്ര വരെ? 2 വരും. സോ അങ്ങനെയാണെങ്കിൽ 0.2 ഇൻറ്റു 14 ക്യാൻസൽ ചെയ്തു, ബാക്കി 0.01 ആണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു 10⁻⁻³ എന്നുണ്ടാകും. അല്ല, ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഇൻ ടേംസ് ഓഫ് മില്ലിമീറ്റർ. സോ 2 ക്ലിയർ ആയിട്ടില്ലേ? 2 ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഗെയിൻ കുറേയധികം ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്തു. സോ ഇനി നിങ്ങളെ NS മാം കാത്തിരിക്കുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യനുകളുമായിട്ട്. സോ ഇവിടെ ഫിസിക്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറേയധികം ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പേപ്പർ ഈസി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ സ്കോർ ചെയ്യണം എന്നുള്ളതാണ്. അടുത്ത പേപ്പർ പ്രിഡിക്ഷനിലേക്ക് വരുന്ന സമയത്ത് ബാക്കിയുള്ള ടൈപ്പ് ക്വസ്റ്റ്യനുകളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. എനിവേ നൗ ഇനി കെമിസ്ട്രി ആണ്. സോ കെമിസ്ട്രിയിലെ ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് NS മാം ഇനി നിങ്ങളെ കാണുന്നതാണ്. അതിനുശേഷം ഡിബിൻ സാറും വെയിറ്റിംഗ് ആണ്. സോ ഓൾ ദി ബെസ്റ്റ്. Okay, ready. Slide. Okay. Good evening, everyone. കെമിസ്ട്രിയുടെ പേപ്പർ പ്രഡിക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ഒരുവിധം എല്ലാ ചാപ്റ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. JEEയില് എങ്ങനെയൊക്കെയാണ് കെമിസ്ട്രിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ ചോദിച്ചാൽ അതിൽ എല്ലാ ഭാഗവും അറിഞ്ഞിരിക്കണം എന്നുള്ളത് തന്നെയാണ് എപ്പോഴും നമുക്ക് ഉത്തരം പറയാനുള്ളത്. സോ ലെറ്റ് us ഡു പ്രോബ്ലംസ്. അപ്പൊ ഇവിടെ എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെ റാൻഡം ആയിട്ടായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ തന്നെ ചാപ്റ്ററുകളിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ലെറ്റ് us സ്റ്റാർട്ട് ചെയ്യല്ലേ. See the first question. Water samples with BOD values 4 ppm and 18 ppm respectively are. എവിടെയാണ് ബോർഡ് വാല്യൂസ് നമ്മൾ കണ്ടിരിക്കുന്നത്? ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജനുള്ള ഡിമാൻഡിനെ അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന വാട്ടർ ക്ലീൻ ആണോ പൊല്യൂട്ടഡ് ആണോ എന്ന് കാണിച്ചു തരുന്നതാണ്. പൊല്യൂട്ടഡ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഓക്സിജൻ ഡിമാൻഡ് ഭയങ്കര ഹൈ ആയിരിക്കും. കാരണം അതിൽ വരുന്ന വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി മൈക്രോ ഓർഗാനിസത്തിന് ഭയങ്കരമായിട്ട് ഓക്സിജൻ ആവശ്യമുണ്ട് എന്നാണ് BOD വാല്യൂ സൂചിപ്പിക്കുന്നത്. സോ വെൻ ദ BOD വാല്യൂ ഇസ് വെരി ഹൈ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഇറ്റ് ഈസ് ഹൈലി പൊല്യൂട്ടഡ് വാട്ടർ. Whereas BOD value if it is very less that indicates it is good അല്ലെങ്കിൽ it is clean water. അപ്പൊ BODയുടെ വാല്യൂ ശരിക്കും 5 ppm താഴെ വരുമ്പോഴാണ് നമുക്ക് ക്ലീൻ വാട്ടർ ആയിട്ട് നമ്മൾ പറയാം. അതുകൊണ്ട് ആ റേഞ്ച് നിങ്ങൾ ഓർത്ത് വെക്കണം. BOD 5 ppm ആൻഡ് ബിലോ ആണെങ്കിൽ അത് ക്ലീൻ വാട്ടർ ആണ്. 17 ppm ആൻഡ് എബവ് ആണെങ്കിൽ അത് ഹൈലി പൊല്യൂട്ടഡ് ആണ്. 17 ppm ആൻഡ് എബവ് ആണെങ്കിൽ ഹൈലി പൊല്യൂട്ടഡ് ആണ്. സോ ഇവിടെ നമുക്ക് 4 ppm എന്ന് തന്നതുകൊണ്ട് യെസ് ദാറ്റ് ഈസ് ലെസ് ദാൻ 5, അതുകൊണ്ട് അത് ക്ലീൻ ആയിരിക്കും. 18 ppm 17നേക്കാളും കൂടുതലായതുകൊണ്ട് ഹൈലി പൊല്യൂട്ടഡ് ആണ്. സോ വാട്ട് ഈസ് യുവർ ആൻസർ? നമുക്ക് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ കണ്ടിരിക്കുന്ന ചോദ്യം ഇത്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഈ ചാപ്റ്ററുകളിൽ നിന്ന് നമുക്ക് ഉണ്ടാവുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ദി നമ്പർ ഓഫ് ഓർബിറ്റൽസ് അസോസിയേറ്റഡ് വിത്ത് ക്വാണ്ടം നമ്പേഴ്സ് n is equal to 5 and spin quantum number is equal to +12. അപ്പൊ തന്നിരിക്കുന്ന ക്വാണ്ടം നമ്പേഴ്സ് അറിയാം നമുക്ക്. നമ്മൾ പഠിച്ചിരിക്കുന്ന സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലുള്ള ചോദ്യമാണ്. അതില് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൽ നിന്ന് എപ്പോഴും വരുന്നത് ക്വാണ്ടം നമ്പേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാണ്ടം നമ്പേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. അതേപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, ബോർ മോഡൽ, ഇത് ഈ ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതിന്റെ ആൻസർ എങ്ങനെയാണ് പറയാം?
Everybody try to answer this. Number of orbitals associated with the quantum numbers. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ആലോചിച്ച് നോക്കിയേ, എന്റെ കയ്യിലിരിക്കുന്ന ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ അത് ഫസ്റ്റ് ഷെല്ല് മാത്രമാണ്. ഫസ്റ്റ് ഷെല്ലിൽ നമുക്ക് 1s ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ, അവിടെ ഓരോ ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. എന്നിന്റെ വാല്യൂ തന്നു കഴിഞ്ഞാൽ ഹൗ വിൽ യു കാൽക്കുലേറ്റ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ്? എങ്ങനെയാണ് നമ്മൾ ഓർബിറ്റൽസ് കണ്ടുപിടിക്കുക? ഫോർ എ ഗിവൺ വാല്യൂ എഫ് എൻ, ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് പോസിബിൾസ് എത്രയായിരിക്കും? ഇറ്റ് ഈസ് n സ്ക്വയർ, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വരുന്ന ആൻസർ എന്താ? n ഈസ് ഈക്വൽ ടു 5 ആണ്. അപ്പൊ 5 ആണ് n വാല്യൂ എങ്കിൽ ടോട്ടൽ നമുക്ക് എത്ര പോസിബിൾ ആയിരിക്കും? യു ഗെറ്റ് 25 അല്ലെ? 5 സ്ക്വയർ എന്ന് പറഞ്ഞ് 25 ഓർബിറ്റലുകളാണ് n ഈസ് ഈക്വൽ ടു 5 നമുക്ക് പോസിബിൾ ആവാം. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ചോദ്യമെങ്കിലോ, ഒരു ഓർബിറ്റലിൽ നമുക്ക് 2 ഇലക്ട്രോണുകളെയല്ലേ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നത്? ഒരു ഓർബിറ്റലിൽ എപ്പോഴും 2 ഇലക്ട്രോണുകളെയാണ് ഫില്ല് ചെയ്യാൻ വേണ്ടി സാധിക്കുക. 25 ഓർബിറ്റലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് 2n സ്ക്വയർ എന്ന് പഠിച്ചത്, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ. പക്ഷെ ഇവിടെ ചോദ്യം സ്പിൻ ക്വാണ്ടം നമ്പർ പ്ലസ് ഹാഫ് പോസിബിൾ ആകുന്ന എത്ര എണ്ണം ഉണ്ടെന്നോ. അപ്പൊ സ്പിൻ ക്വാണ്ടം നമ്പർ പ്ലസ് ഹാഫ് ആവണമെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോൺസിനാണ് ഉൾക്കൊള്ളിക്കാൻ കഴിയുക. അതിൽ ആദ്യം വരുന്ന ഓർബിറ്റലിനെ നിങ്ങൾ വിളിക്കുക പ്ലസ് ഹാഫ് എന്നും, ആന്റി ക്ലോക്ക് വൈസിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഓർബിറ്റൽ മൈനസ് ഹാഫും ആണ്. അപ്പൊ ടോട്ടല് നമുക്ക് 50 ഇലക്ട്രോണുകൾ ഉണ്ട്, അതിൽ സംശയമില്ല. പക്ഷെ 50 ഇലക്ട്രോൺസില് പകുതി ക്ലോക്ക് വൈസും പകുതി ആന്റി ക്ലോക്ക് വൈസിലാ വരിക. അതുകൊണ്ട് ഇവിടെ ആൻസർ എത്രയാണ്? പ്ലസ് ഹാഫിൽ വരുന്ന ക്ലോക്ക് വൈസിൽ വരുന്നയാള് എത്ര മാത്രമേ ഉള്ളൂ? 25 മാത്രമേ ഉള്ളൂ. അടുത്ത 25 മൈനസ് ഹാഫിൽ വരുന്നത്. സോ ആസ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 50 ഇലക്ട്രോൺസ് ആണ്. അതിൽ ക്ലോക്ക് വൈസ് സ്പിന്ന് കാണിക്കാൻ പറ്റുന്നത് അതിന്റെ നേരെ പകുതി അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓർബിറ്റൽസിന് ഈക്വൽ ആണ്. ഹെൻസ് യുവർ ആൻസർ വിൽ ബി എ ആണ് നമുക്ക് അവിടെ ആൻസർ. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഓരോ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അതുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, ചോദ്യം ഇതാണ്. പാരാ ഹൈഡ്രോക്സി ബെൻസോഫീനോൺ upon reaction with bromine in carbon tetrachloride gives. ആദ്യം പാരാ ഹൈഡ്രോക്സി ബെൻസോഫീനോണിന്റെ സ്ട്രക്ചർ നമുക്ക് അറിഞ്ഞിരിക്കണം. ബട്ട് ഈവൻ ഇഫ് യു ഡോണ്ട് നോ ദി സ്ട്രക്ചർ, യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദി സ്ട്രക്ചർ ഫ്രം ദി ഓപ്ഷൻസ്. 4 ഓപ്ഷൻസ് നോക്കിയേ. ABCD എന്ന ഓപ്ഷനില് ബെൻസോഫീനോണിന്റെ സ്ട്രക്ചർ ഏതാണെന്ന് ഊഹിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ബെൻസോഫീനോൺ ആണ്. സോ ദിസ് ഈസ് യുവർ സ്ട്രക്ചർ. ഇനി ഇതിലേക്ക് പാരാ പൊസിഷനിൽ ഹൈഡ്രോക്സി വന്നു. ഇപ്പൊ ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതിൽ ഒരു ഹൈഡ്രോക്സി നമ്മൾ കൊടുക്കുകയാണ്. ദിസ് ഈസ് പാരാ ഹൈഡ്രോക്സി ബെൻസോഫീനോൺ എന്ന് നമുക്ക് പറയാം. ഇതിനെ നമ്മൾ ബ്രോമിനേഷൻ ചെയ്യാണ്. ഒരു ആരോമാറ്റിക് റിങ്ങിലേക്ക് ബ്രോമിനേഷൻ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഒരു ആരോമാറ്റിക് റിങ് എടുത്തു, നമ്മൾ ബെൻസീൻ റിങ് എടുക്കുന്നു. ബ്രോമിനേഷൻ, സൾഫണേഷൻ, നൈട്രേഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ, ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. എന്താ വിളിക്കുക നമ്മൾ? ESR, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിരിക്കുന്ന ആൾക്കാരാണ് ഇലക്ട്രോഫൈൽ. അതുകൊണ്ട് ബെൻസീൻ റിങ്ങിന് പോയിട്ട്, ബെൻസീൻ റിംഗ് അപ്പൊ ഇലക്ട്രോൺ റിച്ച് ആയിട്ട് ആക്ട് ചെയ്യണം അല്ലെ? ഇല്ലാത്ത ഒരാൾക്ക് ബെൻസീൻ റിംഗ് പോയിട്ട് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാണ്. സോ ദിസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഈസ് ഹാപ്പനിങ്. ഹൈഡ്രജന് പകരം ഇലക്ട്രോഫൈല് വന്ന് അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ അതിന് വിളിക്കുന്നത്. അപ്പൊ ഇലക്ട്രോഫൈല് സബ്സ്റ്റിറ്റ്യൂട്ട് ആവാണ്. H+ പകരം E+ വന്ന് നിൽക്കാണ്, അറ്റാച്ച് ചെയ്ത് നിൽക്കാണ്. അപ്പൊ ഇവിടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ ഇൻക്രീസ് ചെയ്യുക. കാരണം ഇലക്ട്രോൺസ് കൊടുക്കാൻ, ഞാൻ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, നമ്മൾ ഫുഡ് ഒരാൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്, വെൻ വി ഹാവ് സപ്പോർട്ടീവ് ഫ്രണ്ട്സ് അല്ലെ? അപ്പൊ കൂടുതൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കൂടും. എല്ലാ എക്സാമിലും നിങ്ങൾക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുമായി ബന്ധപ്പെട്ട ആ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്തായാലും വരും. അത് ഓർഗാനിക് കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ ഹാലോ ആൽക്കൈൻസ്, ഹാലോ അറീൻസ്, ഹൈഡ്രോ കാർബൺസില്, ഫീനോൾസ്, ആൽക്കഹോൾസ് ചാപ്റ്റേഴ്സ്, കാർബോക്സിലിക് ആസിഡ്, അമീൻസ്, എല്ലാ ചാപ്റ്റേഴ്സിലും ESR സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് 1 ക്വസ്റ്റ്യൻ മാൻഡേറ്ററി ആണ്. കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ആരോമാറ്റിക് റിംഗ് ആണ് പോയി ഇലക്ട്രോഫൈലിലേക്ക് അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ആരോമാറ്റിക് റിംഗിന്റെ കൂടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് നമുക്ക് താല്പര്യമില്ല. ഇനി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇൻക്രീസസ് ദി റേറ്റ്.
രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്. എന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിലേക്ക് നമ്മൾ ഇലക്ട്രോഫൈലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഓർത്തോ ആൻഡ് പാരാ പ്രോഡക്റ്റുകളായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഓർത്തോ ബ്രോമോ പാരാ ബ്രോമോ എന്നൊക്കെ പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റുകൾ എഴുതിയത്. അതിൽ പാരയാണ് മേജർ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് മാറുന്നത്. ദാറ്റ് ഈസ് എ സെക്കൻഡ് പോയിന്റ്. ഇഫ് യു ഹാവ് എൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ റിയാക്ഷന്റെ റേറ്റ് വളരെ കുറവായിരിക്കും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ് വരുന്നതെങ്കിൽ ഓർത്തോ പാരയിലാണോ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക? അല്ല. എവിടെയാ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഹാപ്പനിങ് അറ്റ് ദി മെറ്റാ പൊസിഷൻ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതില് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ ഓർത്തോ പൊസിഷനിലും അതിന്റെ പാരാ പൊസിഷനിലുമാണ് ആര് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇലക്ട്രോഫൈല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ മെറ്റാ പൊസിഷനിലായിരിക്കും വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എങ്കിൽ നിങ്ങൾ പറഞ്ഞേ, സി ഫോർ എക്സാമ്പിൾ യു കൺസിഡർ ദിസ്. ഞാൻ CHO ആണ് എടുത്തത്. ഇവിടെയാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോഫൈൽ എവിടെ പോയാണ് അറ്റാക്ക് ചെയ്യാം? അപ്പൊ CHO എന്ന് പറയുന്നത് ആരാ? CHO എന്ന് പറഞ്ഞ കാർബണിന്റെ മേലെ ഡബിൾ ബോണ്ടുകൾ വരുന്ന ഏത് സിസ്റ്റവും ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. ബെൻസീനിൽ നിന്ന് റെസണൻസ് വഴി ഇലക്ട്രോണിനെ വലിച്ചെടുക്കുക ചെയ്യുക. അതുകൊണ്ട് ഇത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്ക് കിട്ടേണ്ടത് മെറ്റയിലായിരിക്കും. സോ ദി പ്രോഡക്റ്റ് വിൽ ബി എ മെറ്റാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ്. മെറ്റയിലാണ് നമുക്ക് കിട്ടുക. ഇതേ രീതിയിൽ ഞാൻ OH ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്സിജനിൽ ലോൺ പെയർ ഉണ്ട്. ലോൺ പെയറുകൾ വരുന്നവര് നെഗറ്റീവ് ചാർജുള്ള സിസ്റ്റംസ് ഒക്കെയാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഇലക്ട്രോണുകൾ കൊടുക്കാൻ കഴിയും. കാരണം അവിടെ കുറെ ഇലക്ട്രോൺസ് ഇല്ലേ. ലോൺ പെയർസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രോൺസ് കിടക്കുകയല്ലേ. ദേ ക്യാൻ ഡൊണേറ്റ് ടു ദ ബെൻസീൻ റിംഗ്. അങ്ങനെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ വന്നാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഓർത്തോയും കിട്ടും പാരയും കിട്ടും. ഇതാണ് ജനറലി നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇൻ കേസ് മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണേ, എന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും വന്നു, ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും വന്നു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും വന്നിട്ടാണ് ഇലക്ട്രോഫൈലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഇതിൽ നിങ്ങൾ ആരെയായിരിക്കും നോക്കേണ്ടത്? ഡൊണേറ്റിംഗ് ഗ്രൂപ്പിനായിരിക്കും വിഡ്രോയിങ് ഗ്രൂപ്പിനായിരിക്കും? നമ്മൾ ആരെയായിരിക്കും ഇതിൽ കൺസിഡർ ചെയ്യേണ്ടി വരിക? ആരാണോ റിയാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത് അവരെ അനുസരിക്കണം. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവര് പറയുന്ന ഡയറക്ഷനിലേക്ക് മുന്നോട്ട് പോകുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നമ്മൾ പിന്നോട്ട് വലിക്കുന്നവർ പറയുന്ന ഡയറക്ഷനിലേക്ക് നമ്മൾ പോകരുത്. സോ യു കൺസിഡർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗും വിഡ്രോയിങ്ങും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെയാണ് ഒബേ ചെയ്യേണ്ടത്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ് നമുക്ക് അവിടെ പ്രയോറിറ്റി. ബിക്കോസ് ദേ ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ, ദേ ഹെൽപ്സ് ഇൻ ദ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അങ്ങനെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് പരിഗണിച്ചാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന്റെ ഓർത്തോയിലും പാരയിലും അല്ലേ പ്രോഡക്റ്റ് വരണ്ടേ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന്റെ ഓർത്തോ പൊസിഷൻ ഒന്നുകിൽ ആ റൈറ്റ് സൈഡിലുള്ള ഓർത്തോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഓർത്തോ. പാരാ പൊസിഷനിൽ ചെയ്യാൻ കഴിയില്ല, കാരണം പാരാ പൊസിഷൻ ബ്ലോക്ക്ഡ് ആണ്. അവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ടല്ലോ, മറ്റൊരു ഗ്രൂപ്പിന് വരാൻ സാധിക്കാത്ത രീതിയിൽ അവിടെ ലോക്ക് ആയിട്ടുണ്ട്. സോ വാട്ട് ഈസ് യുവർ ആൻസർ ഹിയർ? നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന്റെ ഓർത്തോ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിരിക്കുന്നു. അങ്ങനെ രണ്ട് ഡിഫറെന്റ് ഗ്രൂപ്പുകൾ വന്ന പ്രയോറിറ്റി നോക്കിയിട്ട് നിങ്ങൾ റിയാക്ഷനെ പ്രഡിക്റ്റ് ചെയ്യണം. ലെറ്റ് us come back to the question. Para-hydroxybenzophenone, which is represented here, upon reaction with bromine, bromination, sulfonation, nitration, Friedel-Crafts alkylation, acylation, ഇത്രയും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ ഇതിലേക്ക് ബ്രോമിനെ കൊടുക്കണം. അപ്പൊ ബ്രോമിൻ വന്ന് അറ്റാച്ച് ചെയ്യണം. അതാണ് സംഭവം. ബെൻസീൻ റിംഗിന്റെ ഏതെങ്കിലും പൊസിഷനിൽ ബ്രോമിൻ വന്ന് അറ്റാച്ച് ചെയ്യണം. വെരി ഗുഡ് അബിൻ. അങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണേ, ഓരോന്നും കെയർഫുൾ ആയിട്ട് നോക്കാം. ആദ്യത്തെ ബെൻസീൻ റിംഗ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട്. സോ യു ഐഡന്റിഫൈ ദാറ്റ് ദിസ് ഈസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ബെൻസീൻ റിംഗിലേക്ക് റെസണൻസ് ഉണ്ട്. പക്ഷെ CO ഡബിൾ ബോണ്ട് വരുന്ന ഏതൊരു സിസ്റ്റം എന്താ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാ. അപ്പൊ ഞാൻ ഒബേ ചെയ്യേണ്ടത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിനെ ആയിരിക്കും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന്റെ ഓർത്തോയിലോ അല്ലെ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദം ഐദർ ഇറ്റ് ഷുഡ് ബി അറ്റ് ദി ഓർത്തോ ഓർ അറ്റ് ദി പാര. ഏത് ബെൻസീൻ റിംഗിലാ? ലെഫ്റ്റ് സൈഡിൽ വരുന്ന OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബെൻസീൻ റിംഗിലാണ് റിയാക്ഷൻ നടത്തേണ്ടത്. കാരണം അവിടെയാണ് നമ്മളെ സഹായിക്കാനുള്ള ഗ്രൂപ്പ് പ്രസന്റ് ആയിരിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കിയേ, ഒന്നാമത് കൊടുത്തത് തെറ്റിപ്പോയി. കാരണം ബ്രോമിൻ ഈസ് അറ്റാച്ച് ടു ദി അതർ ബെൻസീൻ റിംഗ്. അത് പറ്റില്ല. രണ്ടാമത്തത് ഒറ്റയടിക്ക് നമുക്ക് ഒഴിവാക്കാം. C യും D യും തമ്മിലാണ് കൺഫ്യൂഷൻ.
ഇത് ശരിക്കും നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് എഴുതാതെ തന്നെ പറയാം. സിയിലാണെങ്കിൽ OHന്റെ ഓർത്തോ പൊസിഷനിലും ഡിയിൽ OHന്റെ മെറ്റയിലും. മെറ്റ പോസിബിൾ അല്ല, ഓർത്തോ പാരയാ വരേണ്ടത്. സോ യുവർ ആൻസർ ഈസ് സി. അപ്പൊ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ആരൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ ഹാലോജിനേഷൻ, ബ്രോമിനേഷൻ, സൾഫണേഷൻ, നൈട്രേഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് ആസൈലേഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. സി ഈസ് യുവർ ആൻസർ. ഓക്കെ. പിന്നെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ റിയാക്ഷൻ പെട്ടെന്ന് നടക്കും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ അത്ര പെട്ടെന്ന് നടക്കുന്നില്ല. See the other question. The correct option with respect to the polling electronegativity values of the elements. ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ നമ്മൾ എടുക്കണം. ഇപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെന്റ്സ് പീരിയോഡിക് ടേബിളിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ് അല്ലെ. അപ്പൊ ഇവിടെ ഫോസ്ഫറസ്, സൾഫർ തന്നു ആദ്യം, സിലിക്കൺ, അലൂമിനിയം, ടെലൂറിയം, സെലീനിയം, ഗാലിയം, ജെർമേനിയം. ഫസ്റ്റ് കാര്യം, നമുക്ക് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എഴുതുമ്പോൾ യു നീഡ് ടു ഹാവ് എൻ ഐഡിയ അബൌട്ട് ദ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിൾ എലിമെന്റുകളും ഗ്രൂപ്പുകളൊക്കെ എങ്ങനെയാണെന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. ആദ്യത്തെ ഓപ്ഷന്റെ ഫോസ്ഫറസും സൾഫറും. സോ ഞാൻ ഫോസ്ഫറസിന്റെയും സൾഫറിന്റെയും ലൊക്കേഷൻ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഫോസ്ഫറസ് 15ാമത്തെ ഗ്രൂപ്പാണ് അല്ലെ, നുണ പറഞ്ഞ അശ്വതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 15th ഗ്രൂപ്പാണ്. സൾഫർ OS സെലീന, ഓക്സിജൻ ഫാമിലിയിലാണ് സൾഫർ വരുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഫോസ്ഫറസിനെയും സൾഫറിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം. ഒരാൾ 15th ഗ്രൂപ്പും മറ്റേയാൾ 16th ഗ്രൂപ്പും ആണ്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു നമ്മൾ ആലോചിച്ചു. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുന്നു. വാട്ട് ഹാപ്പൻസ്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ്. അപ്പൊ ഫോസ്ഫറസും സൾഫറും എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി നമുക്ക് കൂടേണ്ടത് ആർക്കായിരിക്കും? സൾഫറിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടേണ്ടത്. ഒന്നാമത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ശരിയാവോ? 15th ഗ്രൂപ്പ് നോ, ഫോസ്ഫറസ് അല്ല, സൾഫർ ആയിരുന്നു വരേണ്ടത്. അടുത്ത ഓപ്ഷൻ സിലിക്കണും അലൂമിനിയം ആണ്. സിലിക്കൺ, കാർബൺ സിലിക്കൺ 14ാമത്തെ ഗ്രൂപ്പിലാണ് നമ്മുടെ സിലിക്കൺ വരുന്നത്. കാർബൺ കഴിഞ്ഞ സിലിക്കൺ വരുന്നത് അല്ലെ. അടുത്തത് അലൂമിനിയം, ബോറോൺ അലൂമിനിയം, ബ്രിട്ടീഷ് അലൂമിനിയം ഗ്യാസ് എന്ന് 13ാമത്തെ ഗ്രൂപ്പിലാണ് വരിക. ബോറോൺ അലൂമിനിയം. അപ്പൊ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആൾക്കാർ ആരൊക്കെയാണ്? അലൂമിനിയവും സിലിക്കണും കൺസിഡർ ചെയ്യുന്നു. അഗൈൻ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നത് കൊണ്ട് സിലിക്കണിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കണം. പക്ഷെ ഇവിടെ അലൂമിനിയത്തിന് എന്ന് കൊടുത്തത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. റെഡി. പിന്നെയുള്ളത് ടെലൂറിയം സെലീനിയം. ടെലൂറിയം സെലീനിയം എവിടെയായിരുന്നു വന്നത്? വെരി ഗുഡ് റഷ. ടെലൂറിയം സെലീനിയം വന്നിരിക്കുന്നത് OS സെലീനിയെ തേടിപ്പോയി എന്നാ. 16ാമത്തെ ഗ്രൂപ്പിലാ അത്. OS സെലീനിയെ തേടിപ്പോയി. അപ്പൊ ഞാൻ ഇനി കൺസിഡർ ചെയ്യേണ്ടത് ഇവരെയാണ്. സെലീനിയം, ടെലൂറിയം ആണ് കൺസിഡർ ചെയ്യേണ്ടത്. താഴേക്ക് വരുമ്പോ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയാ ചെയ്യാം. ഫ്ലൂറിനല്ലേ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മേലെ ആയിരിക്കണം, റൈറ്റ് സൈഡിലും ആയിരിക്കണം. താഴെ വരുമ്പോ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയാ ചെയ്യാം. മേലെയുള്ളവരാണ് കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആകുന്നത്. സോ സെലീനിയം ആണ് കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആകേണ്ടത്, ടെലൂറിയം അല്ല. അപ്പൊ തന്നെ ഓപ്ഷൻ ഡി എന്ന് നിങ്ങൾക്ക് എഴുതാം. ഗാലിയം, ജെർമേനിയം നിങ്ങൾ കൺസിഡർ ചെയ്തോ. ഗാലിയം ബ്രിട്ടീഷ് അലൂമിനിയം ഗ്യാസ് 13th ഗ്രൂപ്പിലാ ഗാലിയം. കാർബൺ സിലിക്കൺ കെമിസ്ട്രി സർ ഗിവ്സ് 14th ഗ്രൂപ്പിലാ. ഗാലിയത്തിന്റെ തൊട്ടപ്പുറത്താ ജെർമേനിയം വരുന്നത്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. ദാറ്റ് ഈസ് കറക്റ്റ്. അങ്ങനെയാണ് ഓപ്ഷൻ ഡി വന്നത്. വളരെ സിമ്പിൾ ആയിരിക്കുന്ന ചോദ്യമാണ്, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്തടുത്ത് കിടക്കുന്ന എലിമെന്റ്സിനെ തന്നിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ള എലിമെന്റ്സിനെ തന്നിട്ടാണ് ചോദ്യം ഉണ്ടാവുക. ഇവിടെ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് പീരിയോഡിക് ട്രെൻഡ് അറിയോന്ന് മനസ്സിലാക്കാനാണ്. അപ്പൊ പീരിയോഡിക് ട്രെൻഡുകളുടെ ജനറൽ ട്രെൻഡുകൾ എല്ലാവരും നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്. ദി ഹോമോപോളിമർ ഫോംഡ് ഫ്രം 4-ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡ്. പോളിമർ എന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പോളിമർ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. അതിൽ എന്തൊക്കെയാണ് അറിയേണ്ടതെന്നും നിങ്ങൾക്ക് എക്സാമ്പിൾസ്, അവരുടെ യൂസസ് നമുക്ക് അറിയേണ്ടതുണ്ട്. എക്സാമ്പിൾസിൽ ഒരു പോളിമർ തന്നാൽ അവരുടെ മോണോമർ ഏതാണെന്ന് നമ്മൾ അറിയണം. ഇപ്പൊ PVC തന്നാൽ VC ആണല്ലേ, പോളി വിനൈൽ ക്ലോറൈഡ് തന്നാൽ വിനൈൽ ക്ലോറൈഡ് ആണ് മോണോമർ. ഇനി ഒരു പോളിമർ തന്നാൽ അത് ഹോമോ പോളിമർ ആണോ കോ പോളിമർ ആണോ എന്ന് അറിയണം. ഹോമോ പോളിമർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഹോമോ ഒരേപോലത്തെ മോണോമേഴ്സ് ആണ്. എല്ലാ മോണോമേഴ്സും സെയിം ആണ്. വ്യത്യസ്ത മോണോമേഴ്സ് ഉണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ കോ പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഹോമോ പോളിമർ ഫോംഡ് ഫ്രം 4-ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡ്. ആദ്യം നമുക്കത് എഴുതി നോക്കാമേ. 4-ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡ് എഴുതി നോക്കാം. 4 കാർബൺ വരണം, അതാണ് ബ്യൂട്ടനോയിക് ആസിഡ്. പൊസിഷൻ 1, 2, 3, 4, 4ാമത് OH വരണം.
അപ്പൊ നിലവിൽ എന്റെ കയ്യിലിരിക്കുന്നത് ദിസ് ഈസ് ദ സിസ്റ്റം CH2OH CH2CH2COOH ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. എപ്പോഴും ആലോചിച്ച് നോക്കിയേ, നമുക്ക് പോളിമേഴ്സ് ഉണ്ടാവണമെങ്കിൽ പോളി എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ കണക്ട് ചെയ്യുന്നതാ. അപ്പൊ പോളിമേഴ്സ് ഉണ്ടാവണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫങ്ഷനാലിറ്റി വേണം. നമ്മളിങ്ങനെ മനുഷ്യ ചങ്ങല ഉണ്ടാക്കൂലേ, കൈകൾ ചേർത്ത് വെച്ച്, അതാ പോളിമർ. അപ്പൊ എനിക്ക് രണ്ട് ഭാഗത്തേക്കും കണക്ട് ചെയ്യാൻ, ലിങ്ക് ചെയ്യാൻ ഫങ്ഷനാലിറ്റി നിർബന്ധമാണ്. അതൊന്നുകിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആവാം. അപ്പൊ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പുകൾ കൊടുക്കണം. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക, ഒരു ആസിഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ വാട്ടറിന്റെ എലിമിനേഷൻ നടക്കും അല്ലെ. അപ്പൊ ആസിഡ് എന്നുള്ള OHും ആൽക്കഹോൾ എന്നുള്ള H അല്ലേ H2O ആയിട്ട് എലിമിനേറ്റ് ചെയ്യാറല്ലേ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട്, അതായത് ഓക്സിജൻ എന്ന ഭാഗം കൈകോർക്കണം. കാർബണിന് കൈകോർക്കാൻ പറ്റില്ല, ഓക്സിജൻ ആണ് അവിടെ അല്ലെ. പിന്നെ നമുക്ക് CH2 പിന്നെ ഉള്ളത് CO. അവിടെ ആ OH പോയപ്പോ നമുക്ക് വരണം. ദിസ് ഷുഡ് ബി ദി മോണോമർ. ആ മോണോമറയാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. OCO എന്ന് വരാൻ പാടില്ല, കാരണം COOHല് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ നമ്മൾ പഠിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണിത്. എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷനിൽ ആൽക്കഹോളും ആസിഡും വരുമ്പോൾ എസ്റ്റർ ആവും. അപ്പൊ അവിടെ OH ആസിഡിന്റെ ഭാഗത്ത് നിന്നും H+ ആൽക്കഹോളിന്റെ ഭാഗത്ത് നിന്നും റിമൂവ് ചെയ്യാം. അതാ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഒന്നാമത്തത് വന്നില്ല, കാരണം COO ഒരുമിച്ച് വരരുത്. രണ്ട് വശത്തും CO ഇല്ലല്ലോ, ഒരാൾ COയും മറ്റേ വശത്ത് O മാത്രമേ ഉള്ളൂ. ഒരു വശത്ത് CO മറ്റൊരു വശത്ത് O. സോ യുവർ ആൻസർ ഷുഡ് ബി C. മറ്റേതിൽ രണ്ടിലും CO നമുക്ക് വരാൻ കഴിയില്ല. അങ്ങനെ ആൻസർ C ആണ് പറയാ. നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ? ഭയങ്കര എളുപ്പമല്ലേ, വളരെ. അതായത് ഒന്ന് ഓപ്ഷൻസ് നിങ്ങൾ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, നല്ല ശ്രദ്ധിച്ച് ചെയ്യണം, ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. എമംഗ് H2O, H2S, H2SE, H2TE, the one with the highest boiling point. ഇതെല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് തന്നത് ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം 16th ഗ്രൂപ്പാ. 16th ഗ്രൂപ്പിന്റെ ഹൈഡ്രൈഡുകളെയാണ് നമുക്ക് തന്നെ. ഇത് നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിക്കുന്നുണ്ട്, P ബ്ലോക്കിൽ പഠിക്കുന്നുണ്ട്. H2SE, H2TE. നോർമൽ അവസ്ഥയിൽ വെരി ഗുഡ് അനു. നോർമൽ അവസ്ഥയിൽ താഴേക്ക് വരുന്നതിനനുസരിച്ച് മാസ് കൂടും. അപ്പൊ മാസ് കൂടുമ്പോൾ കോവാലന്റ് കോമ്പൗണ്ടുകളിൽ മാസ് കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടാറാ പതിവ് അല്ലെ. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും H2Sനേക്കാളും കൂടുതലാണ് H2SE, അതിനേക്കാളും കൂടുതലാണ് H2TE. അതൊക്കെ ഓക്കെ. H2 ഏറ്റവും കുറവ് വേണമെന്നാ പ്രതീക്ഷിച്ചേ, പക്ഷെ H2ന് ഏറ്റവും കൂടുതലായിരുന്നു. വൈ? വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാ? 100 ഡിഗ്രി സെൽഷ്യസാ. എന്തുകൊണ്ടാണ് H2 ഇത്രയും ഹൈ വന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഈസി. മെൽറ്റിംഗ് പോയിന്റിന്റെയും ബോയിലിംഗ് പോയിന്റിന്റെയും ഓർഡർ ഇതാണ്. അപ്പൊ ഇവിടുന്ന് ഉദ്ദേശിക്കുന്ന ഇൻഡിക്കേഷൻ ഇത്രയല്ലോ. നമുക്ക് എപ്പോഴും പ്രോപ്പർട്ടീസിന്റെ ഓർഡേഴ്സ് ഉണ്ടല്ലോ, പീരിയോഡിക് പ്രോപ്പർട്ടീസ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ ഓർഡർ, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഡെൻസിറ്റി, അയണൈസേഷൻ എൻതാൽപ്പി, അറ്റോമിക് റേഡിയസ്, ആ ഓർഡറിൽ നിന്നുള്ള ചോദ്യം നമുക്ക് വരും. A ആണ്. ഈസി ആയിരിക്കുന്ന ചോദ്യമാണ്. ഹൈഡ്രജൻ ബോണ്ടിങ് വളരെ സ്ട്രോങ് ആണ് അല്ലേ. അടുത്തത് ഇതാണ്. നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആദ്യം ആർ ഏബിൾ ടു ഐഡന്റിഫൈ ദി കോമ്പൗണ്ട്. നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ്. ഐഡന്റിഫൈ ചെയ്യാമോ? ആരാണ് ഈ കോമ്പൗണ്ട്? ഈ സ്ട്രക്ചർ വളരെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ ആണ്, അതുകൊണ്ടാണ് ഇത് കാണിച്ചത്. വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് തന്നിരിക്കുന്നത് ഇത് ആസ്പിരിൻ ആണ്. നമ്മുടെ കയ്യിലിരിക്കുന്നത് ആസ്പിരിൻ ആണ്. ആസ്പിരിനും പാരാസിറ്റമോളും ഒക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മള് അല്ലെ ആന്റിപൈററ്റിക് അതുപോലെ പെയിൻ കില്ലേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആസ്പിരിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസെക്ട്സിനെ നശിപ്പിക്കാൻ ഇൻസെക്ടിസൈഡ് ആയിട്ടാണോ? അല്ല. ആന്റി ഹിസ്റ്റമിൻ ആൻഡ് അലർജിക്ക് എതിരായിട്ടാണോ? നമ്മൾ അനാൽജസിക്സ് പെയിൻ കില്ലേഴ്സ് ആയിട്ടാണോ? ആന്റാസിഡ് ആസിഡിനെ റെഡ്യൂസ് ചെയ്യാനുള്ള അസിഡിറ്റി കുറക്കാൻ വേണ്ടിയിട്ടാണോ? ഏതായിരുന്നു? ആസ്പിരിൻ അനാൽജസിക്സ് പർപ്പസിനുള്ളതാ. അതെ, C ആണ്. അപ്പോ ഇത് നമ്മൾ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫാണ്. കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫിൽ നിന്ന് എപ്പോഴും എക്സാമ്പിൾസ് ചോദിക്കുക. എക്സാമ്പിൾസ് അതിന്റെ ഫംഗ്ഷൻസ്. അപ്പൊ ആകെ ചെയ്യേണ്ടത് ഓരോന്നിന്റെ എക്സാമ്പിൾസ് പഠിക്കുക. ആന്റി ഫെർട്ടിലിറ്റി ഡ്രഗ്സ്, ആന്റാസിഡ്സ്, ഡിസ്ഇൻഫെക്ടൻസ്, അതിന്റെ ഒക്കെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. ഓക്കെ. Among the following the paramagnetic compound. തന്നിരിക്കുന്നതിൽ പാരാമാഗ്നറ്റിക് കോമ്പൗണ്ട് ആരൊക്കെയാണ്?
നമുക്ക് ഒരാൾ പാരാമാഗ്നറ്റിക് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത് അവിടെ ഓഡ് ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോഴാണ്, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോഴാണ് അവരെ പാരാമാഗ്നറ്റിക് എന്ന് നമ്മൾ പറയാം. ഇവിടെ തന്നിരിക്കുന്നതില് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾ അതിന്റെ സ്ട്രക്ചർ വരച്ചു നോക്കണം. കോവാലന്റ് കോമ്പൗണ്ട് ആണെങ്കിൽ ലൂയിസ് സ്ട്രക്ചർ വരച്ചു നോക്കാം. അങ്ങനെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ, കെമിക്കൽ ബോണ്ടിങ് പഠിച്ചില്ലേ, ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിൽ ഓഡ് ഇലക്ട്രോൺ വരുന്നുണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, അയോണിക് കോമ്പൗണ്ടുകളാണെങ്കിൽ അതിന്റെ അയോൺ ഏതാന്ന് ചെക്ക് ചെയ്യുക. അയോൺ നോർമൽ ഓക്സൈഡ് ആണോ, പെറോക്സൈഡ് ആണോ, സൂപ്പർ ഓക്സൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഓരോന്നിലും നിങ്ങൾ നോക്കുക. ആദ്യം തന്നിരിക്കുന്ന കോമ്പൗണ്ടില് N2O2 ആണ്. എസ് ബ്ലോക്കിന്റെ ഓക്സൈഡുകളെല്ലാം അയോണിക് ആയിരിക്കും. അപ്പൊ Na2O2 സോഡിയം ആണ്. O2 2- ആണ് നമ്മുടെ കയ്യിലുള്ളത്, വിച്ച് ഈസ് യുവർ പെറോക്സൈഡ്. അപ്പൊ O2 2- ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? നമ്മൾ MOT പഠിച്ചില്ലേ, മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഓക്സിജൻ എന്ന് പറയുന്നത് 8 ഇലക്ട്രോൺ ആണ്. 2 ഓക്സിജൻ ആകുമ്പോഴേക്ക് 16 ആയി. 2- ഉണ്ട്. അപ്പൊ ടോട്ടൽ 18 ഇലക്ട്രോണുകൾ ഉണ്ട്. 18 ഇലക്ട്രോണുകൾ ഉണ്ട്. ഈവൺ നമ്പർ ആയിട്ട് വന്നിരിക്കുന്ന എല്ലാവരും എക്സെപ്റ്റ് 10 and 16 അല്ലേ, എക്സെപ്റ്റ് ഈ 10 and 16 ഈവൺ നമ്പർ ആയിട്ട് വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും പൊതുവെ എന്താ, ഡയാമാഗ്നറ്റിക് ആണ്. 10ഉം 16 ഒഴിച്ചു നിർത്തിയ ബാക്കിയെല്ലാം ഡയാമാഗ്നറ്റിക് ആണ്. സോ ദാറ്റ് ഈസ് ഡയ. O3 എന്ന് പറയുന്നത് ഒരു കോവാലന്റ് കോമ്പൗണ്ട് അല്ലേ. നമ്മളത് നോർമൽ ആയിട്ട് അതിന്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ അവിടെ ഓഡ് ഇലക്ട്രോൺസ് ഒന്നും കാണാൻ കഴിയില്ല, എല്ലാം പെയർഡ് ആയിട്ട് മാത്രമേ കാണുള്ളൂ. സോ ദിസ് ഈസ് ഡയാമാഗ്നറ്റിക്, നോ ഡൗട്ട്. N2O നമ്മൾ നോക്കാം. പിന്നെ അതേപോലെ നമുക്ക് KO2 ഉണ്ട്. KO2 കാണുമ്പോൾ തന്നെ അറിയാം ദിസ് ഈസ് O2- വിച്ച് ഈസ് സൂപ്പർ ഓക്സൈഡ്. സൂപ്പർ ഓക്സൈഡിൽ 17 ഇലക്ട്രോൺസ് മാത്രമേ വരുള്ളൂ. 17 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും പാരയല്ലേ, കാരണം ഒരാൾ ഒറ്റക്ക് ഉണ്ടാവില്ലേ. 17 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്താലും അതിനെ പെയറാക്കാൻ കഴിയില്ലല്ലോ, ഒരാൾ എന്തായാലും ബാക്കി ഉണ്ടാവും. KO2 ഈസ് പാരാമാഗ്നറ്റിക് വൈ എന്ന് പറയുന്ന ചോദ്യം നിങ്ങൾക്ക് NCERT കാണാൻ പറ്റുന്ന ചോദ്യമാണ്. സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ആൻസർ നമുക്ക് വരുന്നത് എന്താ, മറ്റേതിൽ ഓക്സൈഡിൽ നോർമൽ ഓക്സൈഡ് ആണ് നമുക്ക് C എന്ന് പറയുന്നത്. സോ യുവർ ആൻസർ വിൽ ബി ഡി ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, കാരണം അവിടെ 17 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. ഓഡ് ഇലക്ട്രോൺസ് എപ്പോഴും നമുക്ക് തരുന്നത് പാരാമാഗ്നറ്റിക് ആണ്. ചോദ്യം ഇതാണ്, മാച്ച് ദി റിയാക്ഷൻസ് ഇൻ കോളം 1 വിത്ത് നേച്ചർ ഓഫ് ദി റിയാക്ഷൻസ് ഓർ ടൈപ്പ് ഓഫ് ദി പ്രോഡക്ട്സ് ഇൻ കോളം 2. 1ഉം 2ഉം തമ്മിൽ മാച്ച് ചെയ്തിട്ട് ആൻസർ പറയാം. ആൻസർ പറയാന്നുള്ളതാണ്. അതില് കോഡുകൾ നോക്കുമ്പോ ABCD എന്ന ഓപ്ഷൻസ് നോക്കുമ്പോ ചിലതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്താ, ചിലതിൽ 2 ആൾക്കാരൊക്കെ വരുന്ന കാണാൻ പറ്റും. അതെ, ഒന്നാമത്തെ നോക്കണേ. ഫസ്റ്റ് കേസ് ആദ്യം കോളം 1 മുഴുവൻ വായിക്കുക. എപ്പോഴും മാച്ച് ദി ഫോളോയിങ് തന്ന കോളം 1 വായിച്ചിട്ട് കോളം 2 വായിക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കോളം 1 O2- ഗിവിംഗ് O2 + O2 2-, CrO4 2- + H+ ഗിവിംഗ് ആരോ എന്താ പ്രോഡക്റ്റ് തന്നിട്ടില്ല, അപ്പൊ അത് നമുക്ക് അറിയേണ്ടി വരും. MnO4- + NO2- + H+ ഗിവിംഗ്. വെരി ഗുഡ് അബിൻ, വെരി ഗുഡ് വിനയ്. എല്ലാരും പറഞ്ഞല്ലോ. NO3- H2SO4 എന്താ തരിക എന്നുള്ളതാണ് നോക്കണ്ടേ. O2- ഓക്സിജന്റെ ഒന്നാമത്തതില് ഓരോന്നായിട്ട് എടുക്കാം. ഓക്സിജൻ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ വരിക, -½ വരിക അല്ലെ. 2 ഓക്സിജന് കൂടിയാണ് -1 ചാർജ്, അപ്പോൾ ഒരാൾക്ക് -½ ആണ്. അത് O2 ആയിട്ട് മാറുമ്പോൾ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയി. O2- ആകുമ്പോൾ 1 ആയി. ഒരാൾക്ക് റിഡക്ഷനും ഓക്സിഡേഷനും നടന്നാൽ അതൊരു റിഡോക്സ് ആണ്, സംശയമില്ല. മാത്രമല്ല അതൊരു ഡിസ്പ്രൊപ്പോർഷനേഷനും ആണ്. 1ഉം 4ഉം വരണം. ആൻസർ ആയി. 1ഉം 4ഉം എന്തായാലും വരണമല്ലോ. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ. ഉറപ്പായിട്ട് റിഡോക്സ് ആണ്. റിഡോക്സ് ടൈപ്സ് ഓഫ് റിഡോക്സിലാണ് നമ്മൾ ഡിസ്പ്രൊപ്പോർഷനേഷൻ. അപ്പൊ ഒന്നാമത്തെ ആള് റിഡോക്സ് റിയാക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ വരുന്നതാ. രണ്ടാമത്തെ ആളെ എടുക്കുക. രണ്ടാമത്തത് ശരിക്കും എന്താ, CrO4 2- അസിഡിക് മീഡിയത്തിൽ Cr2O7 2- ആകും. അത് D&F ബ്ലോക്കിൽ പഠിച്ചതാ. ക്രോമേറ്റ് അസിഡിക് മീഡിയത്തിൽ ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. ആ കോൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ക്രോമേറ്റ് അസിഡിക് മീഡിയത്തിൽ ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. അപ്പൊ ആ ഡൈക്രോമേറ്റിനാണെങ്കിൽ നമുക്ക് ബ്രിഡ്ജ്, ഡൈക്രോമേറ്റിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡൈക്രോമേറ്റിന്റെ സ്ട്രക്ചർ എടുക്കുമ്പോൾ നമുക്ക് ബ്രിഡ്ജ് സ്ട്രക്ചർ ഒക്കെ കാണാം. അങ്ങനെയാണ് നമുക്ക് 3 കിട്ടുക. ഇനി MnO4- NO2- എന്താ സംഭവിക്കുക അസിഡിക് മീഡിയത്തില്, MnO4- Mn2+ ആയിട്ട് മാറും. NO2- ഓക്സിഡേഷൻ നടന്ന് NO3- ആവും. ഇതെവിടെ, D&F KMnO4 പഠിച്ചു. ഞാൻ ഓരോ
ഓരോ ഓപ്ഷനും ഞാൻ പറയുന്നതിന്റെ കാരണം ഇതൊക്കെ അത്രയും പ്രധാനപ്പെട്ട റിയാക്ഷൻസ് ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ആൻസർ കിട്ടി, വെരി ഗുഡ്. പക്ഷെ ബാക്കിയുള്ളത് കൂടി ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. CrO4 അസിഡിക് മീഡിയത്തിൽ ഡൈക്രോമേറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഡൈക്രോമേറ്റിന് ടെട്രാഹെഡ്രൽ സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് കാണാം, ബ്രിഡ്ജ് ഉണ്ട്. MnO4- KMnO4 ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അസിഡിക് മീഡിയത്തിൽ അത് Mn2+ ആയിട്ട് മാറും. കൂടെയുള്ളത് നൈട്രൈറ്റ് ആണ്, അതിനെ നൈട്രേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് അവിടെയും കിട്ടിയിരിക്കുന്നത് ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. അപ്പൊ അവിടെയും 1 എന്തായാലും വരും. അതേപോലെ ഒരു പ്രോഡക്റ്റിന് ട്രൈഗണൽ പ്ലാനാർ ജിയോമെട്രി ആണ് NO3-. NO3- H2SO4 Fe2+. ഇത് P ബ്ലോക്കിൽ പഠിച്ചിരിക്കുന്നതാണ്. P ബ്ലോക്കിൽ പഠിച്ചിരിക്കുന്ന എന്ത് റിയാക്ഷൻ ആയിരുന്നു? ബ്രൗൺ റിംഗ് ടെസ്റ്റിൽ നിങ്ങൾ കണ്ടില്ലേ? അത് Fe3+ഉം NO ആയിട്ട് മാറുന്നത്. സോ അങ്ങനെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ ബി വന്നത്. റെഡി? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ഇത് നല്ലൊരു ചോദ്യമാണേ, നല്ല ചോദ്യമാണ്, എല്ലാരും നല്ലോണം നോക്കണേ. ഇഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്യുലർ സ്പീഡ്സ് ഓഫ് എ ഗ്യാസ് ഈസ് ആസ് പെർ ദ ഫിഗർ ഷോൺ ബിലോ, then the ratio of the most probable, the average and the root mean square speeds are. നമ്മൾ പഠിച്ചിരിക്കുന്ന ആൾക്കാർ ആവറേജ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് 8RT/π. RMS വെലോസിറ്റിയുടെ എക്സ്പ്രഷൻസ് പഠിക്കണം, വിച്ച് ഈസ് 3RT/m. ഓൾസോ യു ഹാവ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, വിച്ച് ഈസ് √2RT/m. അങ്ങനെ നമ്മൾ ഇവരുടെ ഇവിടെ തന്നിരിക്കുന്നതിൽ മോസ്റ്റ് പ്രോബബിൾ ആദ്യം പറയണം. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി ആൻഡ് RMS വെലോസിറ്റി എടുക്കുമ്പോൾ സാധാരണ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ആണ് ഏറ്റവും ചെറുത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് 1:, ആവറേജ് വെലോസിറ്റി കുറച്ചുകൂടി കൂടുതലാണ്, 1.128 1.224 ആണ് നമുക്ക് ജനറലി വരാറുള്ളത്. ആ റേഷ്യോ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാ. ഞാൻ ഇതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം. നമ്മളിവിടെ C എന്ന ആൻസർ ഒറ്റയടിക്ക് പറയും, പക്ഷെ C അല്ല ഇതിന്റെ ആൻസർ. C ഈസ് നോട്ട് ദി ആൻസർ. C അല്ല ആൻസർ ആയിട്ട് വരിക. അപ്പൊ അവിടെ എന്തോ ഒരു സംഭവം കിടക്കുന്നുണ്ട്. നോക്കിയേ, ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഗ്രാഫ് ശരിക്കും എങ്ങനെയാ നമ്മൾ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വേഴ്സസ് വെലോസിറ്റി ഞാൻ കാണിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഗ്രാഫ് ശരിക്കും ഇങ്ങനെ കുറച്ചൊന്ന് ചെരിഞ്ഞു കിട്ടുന്ന ഗ്രാഫാ. ഇറ്റ്സ് നോട്ട് സിമെട്രിക്കൽ ഗ്രാഫ്, ഒരു ചെറിയൊരു ചെരിവുള്ള ഗ്രാഫാ. മാക്സ്വെൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ്. കെമിക്കൽ കൈനറ്റിക്സിലും നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് അല്ലെ? സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലും കാണുന്നുണ്ട്, കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിലും കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്ന ഒരു ഗ്രാഫില് ആവറേജ് എന്ന് പറയുന്നത് ഇതിന്റെ ആവറേജ് ഏകദേശം ഇതിന്റെ മിഡിലായിട്ടാണ് നമുക്ക് വരിക. അപ്പൊ ഇത്രയും വെലോസിറ്റിയുടെ ആവറേജ് ആയിട്ടാണ് നമുക്ക് ഈ ആവറേജ് വെലോസിറ്റി വരിക, ആവറേജ് സ്പീഡ്. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള വെലോസിറ്റി. ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ന് പറയുന്നത് ഈ ഭാഗം ടച്ച് ചെയ്യുന്നത് പീക്കാണ്. ആ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ വെലോസിറ്റി ഇതാണ്. അങ്ങനെയാണ് നമ്മൾ ഇതിനെ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഉള്ളത് RMS വെലോസിറ്റി ആണ്. RMS വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ ഏകദേശം നമുക്ക് കുറച്ച് അപ്പുറത്തായിട്ട് വരും. സോ ഈ ഒരു അനാലിസിസിന്റെ ഭാഗമായിട്ടാണ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് MP സ്പീഡ് ചെറുതായിരിക്കും, ആവറേജ് കുറച്ച് വലുതായിരിക്കും, RMS കുറച്ചുകൂടി വലുതായിരിക്കും എന്ന് പറഞ്ഞ്. പക്ഷെ ഈ ഗ്രാഫ് നിങ്ങൾ നോക്കിയേ, ഈ ഗ്രാഫിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു സ്ലൈഡിങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതോ ഇത് സിമെട്രിക്കൽ ഗ്രാഫാണോ? സിമെട്രിക്കൽ ഗ്രാഫാ. എങ്ങനെയാ സിമെട്രിക് എന്ന് മനസ്സിലാവുന്നത്? നോക്കിയേ, ഇതിന്റെ ഇരുവശവും ഒരേപോലെയല്ലേ? റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒരേപോലെയാണുള്ളത്. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി നിങ്ങൾ എടുക്കുന്നു, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്ന വെലോസിറ്റിയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ പീക്ക് പോയിന്റ്. സോ ഇവിടെ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഉണ്ട്. ആവറേജ് വെലോസിറ്റി എന്താ? ആവറേജ് വെലോസിറ്റിയും ആ വെലോസിറ്റിയുടെ ആവറേജ് എടുക്കുമ്പോഴും അതും മിഡിൽ ഭാഗത്തല്ലേ വരുള്ളൂ. അപ്പൊ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗ്രാഫിനനുസരിച്ചിട്ടാണ് പറയേണ്ടത്. ഗ്രാഫ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ C-യാ, നോ ഡൗട്ട് കേട്ടോ. ഗ്രാഫ് സൂം ചെയ്താൽ അത്ര സിമെട്രി തോന്നില്ലല്ലോ. അത് സിമെട്രി തോന്നൂടാ, കാരണം എന്താന്ന് പറഞ്ഞോ? സിമെട്രി തോന്നണം. വൈ? ബിക്കോസ് നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടികളാക്കി സ്കെയില് ഒരു പെർട്ടിക്കുലർ സ്കെയിലിൽ നിങ്ങൾക്ക് തന്നിരിക്കുക. എന്നിട്ട് ചെറിയ ഡീവിയേഷൻസ് ഇവിടെ കാണുന്നുണ്ട്, പക്ഷെ ശരിക്കും ഇത് സിമെട്രിക്കൽ ആണ്. എല്ലാ ഭാഗവും ഒരേപോലെ. നോക്കിയേ, ഇവിടെ ചെറിയ ഭാഗം, ഇവിടെ ചെറുത്, ഇവിടെ ഇത്രയും പോർഷൻസ്, ഇത് കംപ്ലീറ്റ് ഫില്ലാണ്, ഇവിടെ ചെറിയ ഭാഗം കട്ടായി. സോ രണ്ട് സൈഡിലും സിമെട്രി ആണ്. ഓക്കെ വിനയ്?
സിമെട്രിക് ആണ്, പേടിക്കണ്ട, കറക്റ്റ് സിമെട്രിക് ആയിരിക്കുന്ന ഫിഗർ തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ മോസ്റ്റ് പ്രോബബിൾ ആവറേജും നോർമൽ രീതിയിൽ ചോദിച്ചാൽ സി ആണ് ആൻസർ. ബട്ട് വിത്ത് ഗ്രാഫ് ആണ് തന്നതെങ്കിൽ ഗ്രാഫ് സിമെട്രിക്കൽ ആണോ അല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. സിമെട്രിക്കൽ ആണെങ്കിൽ രണ്ടും സെയിം ആയി. സോ വാട്ട് ഈസ് ദി ആൻസർ ഹിയർ? മോസ്റ്റ് പ്രോബബിളും ഇത് രണ്ടും സെയിം ആയ സ്ഥിതിക്ക് 1:1:1.224 എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് ബി ആൻസർ ആയത്. നല്ലൊരു ചോദ്യമല്ലേ അത്? RMS വെലോസിറ്റി ഈക്വൽ ആവുന്നില്ല, നല്ല ചോദ്യമാണ്. റെഡി? അടുത്തത് ഗ്ലൂക്കോസ് ഓൺ പ്രൊലോങ്ഡ് ഹീറ്റിംഗ് വിത്ത് HI ഗിവ്സ്. ഡയറക്റ്റ് ബയോമോളിക്യൂൾസ് എന്നുള്ള ചാപ്റ്റർ എന്ന് വരുന്ന ചോദ്യം വളരെ ഡയറക്റ്റ് ആണ്. ഒട്ടും അല്ലെങ്കിൽ ലോജിക്ക് അനുസരിച്ചിട്ട് ചെയ്യേണ്ട ചോദ്യങ്ങളോ അല്ലെങ്കിൽ കുറെ പ്രോബ്ലംസ്, ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന പ്രോബ്ലംസോ ഇല്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. ഗ്ലൂക്കോസ് CHOH 4 ടൈംസ് CH2OH ആണ്. പ്രൊലോങ്ഡ് ഹീറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ HIയുടെ കൂടെ ഹീറ്റിംഗ് ചെയ്താൽ HI റെഡ്യൂസിങ് ഏജന്റ്, അത് CHO കാർബണിൽ ഗ്രൂപ്പിനെ റെഡ്യൂസ് ചെയ്യും, സെക്കൻഡറി ആൽക്കഹോളിനെ റെഡ്യൂസ് ചെയ്യും, പ്രൈമറി ആൽക്കഹോളിനെ റെഡ്യൂസ് ചെയ്യും, എല്ലാരെയും റെഡ്യൂസ് ചെയ്യും. അപ്പൊ എനിക്ക് കിട്ടുന്നത് എന്താ? എല്ലാം ഹെക്സൈനാ കിട്ടുക. ആൻസർ ഡയറക്റ്റാ എ. സച്ച് എ സിമ്പിൾ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ്. ബയോമോളിക്യൂൾസ്, പോളിമേഴ്സ്, കെമിസ്ട്രി, എവറിഡേ ലൈഫ് എന്നൊക്കെ ഡയറക്റ്റ് ചോദ്യങ്ങളാ. നോർമൽ ഹെക്സൈനാ കിട്ടുക. ഇങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്നിട്ട് എന്തായിരുന്നു ഇതിന്റെ കൺക്ലൂഷൻ? എന്താ? HIയുടെ കൂടെ നോർമൽ ഹെക്സൈന് കിട്ടിയത് കൊണ്ടാണ് 6 കാർബൺ കണ്ടിന്യൂസ് ആയിട്ട് ലിങ്ക് ചെയ്തു എന്ന് മനസ്സിലാക്കിയത്. ദാറ്റ് ഈസ് എ കൺക്ലൂഷൻ ഫ്രം ദിസ് ഒബ്സർവേഷൻ. 6 കാർബൺ ഇങ്ങനെ ലിങ്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കാർബൺ ചെയിനായിട്ട് പോയത്, ബ്രാഞ്ച് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് ഇങ്ങനെയാ. സോ യുവർ ആൻസർ ഈസ് എ. അടുത്ത ചോദ്യം ഇതാണ്. കൺസിഡർ ദ റിയാക്ഷൻ nitrogen gas plus 3 hydrogen gas giving 2 NH3 gas. The equilibrium constant of the above reaction is Kp. മേലെ കൊടുത്ത equilibrium constant Kp എന്ന് തന്നു. അപ്പൊ Kp. If pure ammonia NH3 is left to dissociate. അപ്പൊ ആദ്യം സംഭവിക്കുന്നത് നൈട്രജനും ഹൈഡ്രജനെയും കൂടി നമ്മൾ കമ്പൈൻ ചെയ്തു. അപ്പൊ കമ്പൈൻ ചെയ്യുമ്പോൾ അമോണിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് ആ ഉണ്ടാവുന്ന അമോണിയക്ക് തിരിച്ചും ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു അത് ഫ്രീ ആയിട്ട് ലെഫ്റ്റിലേക്ക് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ഇക്വിലിബ്രിയം ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയ ഇൻ ഇക്വിലിബ്രിയം ഈസ് ഗിവൺ ബൈ. പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയ ആണ് നമുക്ക് പറയേണ്ടത്. അവിടെ Kp യൂസ് ചെയ്യണം എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. P എന്ന് പറയുന്നത് അപ്പൊ പ്രഷറിനെയാണ്, ടോട്ടൽ പ്രഷറിനെ ആയിരിക്കും P സൂചിപ്പിച്ചിട്ടുണ്ടാവുക. Assume that partial pressure of ammonia is very much less than partial pressure of heat എന്നും തന്നിട്ടുണ്ട് ഈക്വിലിബ്രിയത്തില്. അപ്പൊ നമ്മൾ ഇത് ഏതെങ്കിലും രീതിയിൽ ഡിറൈവ് ചെയ്ത് നോക്കണം. ലെറ്റ് us try it. എനിക്ക് തന്നിരിക്കുന്ന നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് അമോണിയ ഉണ്ടാവുന്നു. ഈക്വിലിബ്രിയം എത്തി എന്ന് വിചാരിക്കും. ഈക്വിലിബ്രിയം എത്തി. ഓക്കെ, ഈക്വിലിബ്രിയത്തില് നൈട്രജന്റെ പാർഷ്യൽ പ്രഷറിനെ ഞാൻ സ്മോൾ ലെറ്റർ P എന്ന് വിളിക്കാം. സോ നൈട്രജന്റെ പാർഷ്യൽ പ്രഷർ P ആന്ന് വിചാരിക്കും. P എങ്കിൽ ഹൈഡ്രജൻ 3P ഉണ്ടാവണ്ടേ അല്ലേ? കാരണം ബാലൻസ്ഡ് ഇക്വേഷൻ മനസ്സിലാവും. ഒരു നൈട്രജന് 3, ഹൈഡ്രജൻ 2, NH3. സോ ദിസ് ഈസ് 2P. ഇതാണ് പാർഷ്യൽ പ്രഷേഴ്സ്. ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന സിസ്റ്റത്തിന്റെ ടോട്ടൽ പ്രഷർ എനിക്ക് എങ്ങനെ എഴുതാം? അത് നൈട്രജന്റെ പാർഷ്യൽ പ്രഷറും ഹൈഡ്രജന്റെ പാർഷ്യൽ പ്രഷറും അമോണിയയുടെ പാർഷ്യൽ പ്രഷറും കൂടി ആഡ് ചെയ്താൽ ഇക്വിലിബ്രിയത്തിലുള്ള ടോട്ടൽ പ്രഷർ നമുക്ക് കിട്ടും. 3 ആൾക്കാരും കോൺട്രിബ്യൂട്ട് ചെയ്യും. പക്ഷേ ചോദ്യത്തിൽ പറഞ്ഞു പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയ ടോട്ടൽ പ്രഷറിനേക്കാളും ഭയങ്കര കുറവാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടോട്ടൽ പ്രഷറും പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയ എടുത്താൽ നമുക്കിതിനെ നെഗ്ലക്ട് ചെയ്യാം. ദിസ് ഈസ് നെഗ്ലിജിബിൾ ബിക്കോസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് അസ്യൂം ദാറ്റ് പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയ ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ടോട്ടൽ പ്രഷർ. അപ്പൊ ഞാൻ അതിനെ നെഗ്ലക്ട് ചെയ്തു. എങ്കിൽ ടോട്ടൽ പ്രഷറിനുള്ള എക്സ്പ്രഷനില് മേജർ കോൺട്രിബ്യൂഷൻ നടത്തുന്നത് നൈട്രജനും ഹൈഡ്രജനും ആണെന്നാണ് അതിന്റെ മീനിങ്. നൈട്രജൻ എത്രയാ? P എന്ന് പറഞ്ഞു. ഹൈഡ്രജനോ 3P. അമോണിയ കൊടുക്കും, പക്ഷെ അത് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അമോണിയ കൊടുക്കുന്നത് എത്രയാണോ തൽക്കാലം നമുക്ക് അതിനെ വിട്ടുകളയാം. സോ ദാറ്റ് യു ഗെറ്റ് ദിസ് ഈസ് ഈക്വൽ ടു 4P. ടോട്ടൽ പ്രഷർ 4P ആണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ടോട്ടൽ പ്രഷർ ഈസ് 4P. P എന്ന് പറയുന്നത് നൈട്രജന്റെ പാർഷ്യൽ പ്രഷർ ആണ്, സ്മോൾ ലെറ്റർ P. ഇത് നമുക്ക് കിട്ടി. ഓക്കെ,
ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞതുകൊണ്ട് ഇക്വിലിബ്രിയത്തിൽ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതി നോക്കാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ KP വേണം എഴുതാൻ. കാരണം ചോദ്യത്തിൽ KP വെച്ചിട്ടാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. KP എന്ന് പറയുമ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയ സ്ക്വയർ പ്രോഡക്റ്റ് റേസ് ടു അതിന്റെ പവർ 2 അമോണിയ ഉള്ളത് കൊണ്ടാണ് അമോണിയ സ്ക്വയർ എന്ന് എഴുതിയത്. ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ ക്യൂബ്. ഇങ്ങനെ വേണം എഴുതാൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അമോണിയയുടെ പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കണം. ഞാനത് അതുപോലെ വെച്ചു. അത് കണ്ടുപിടിക്കേണ്ടതാ. പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ എത്രയാ? സ്മോൾ ലെറ്റർ P ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എത്രയാ? 3P. അപ്പൊ 3Pയുടെ ക്യൂബ്. സോ ദിസ് ഈസ് ഈക്വൽ ടു വെറുതെ എഴുതാം. ഓക്കെ, അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് KP ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയ സ്ക്വയർ ബൈ 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 27 ആയി. 27 അല്ലെ 3 ക്യൂബ് തന്നെ എഴുതാം. എന്തുകൊണ്ടാന്നോ? 3 ക്യൂബ് തന്നെ എഴുതാം. 3 എന്നുള്ള ടേം ആണ് അതിലുള്ളത്. സോ ദിസ് ഈസ് 3 ക്യൂബ് ഇൻറ്റു P റേസ് ടു 4. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 3 ക്യൂബ് ഇൻറ്റു P റേസ് ടു 4. അവിടെ P എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ആണേ. P എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ടോട്ടൽ പ്രഷറിലേക്ക് കൺവേർട്ട് ചെയ്യാം. വാട്ട് ഈസ് എ റിലേഷൻ? പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു പാർഷ്യൽ പ്രഷർ ആണ്. സോ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നതിനെ ടോട്ടൽ പ്രഷർ ബൈ 4 എന്നൊക്കെ പറഞ്ഞ് എടുക്കാം. സോ ഞാൻ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദിസ് ഈസ് പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയ സ്ക്വയർ ബൈ 3 ക്യൂബ് ഇൻറ്റു ടോട്ടൽ പ്രഷർ ബൈ 4 ഹോൾ റേസ് ടു 4. കിട്ടിയല്ലോ. ബാക്കി നമുക്ക് എഴുതാം. സോ KP ഈസ് ഈക്വൽ ടു P പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയ സ്ക്വയർ ഇൻറ്റു 4 റേസ് ടു 4 മേലേക്ക് വന്നു ഡിവൈഡഡ് ബൈ 3 ക്യൂബ് ഇൻറ്റു ടോട്ടൽ പ്രഷർ റേസ് ടു 4. കണ്ടുപിടിക്കേണ്ടത് പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയ ആണ്. അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ എഴുതാം. പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയ സ്ക്വയർ ഈസ് ഈക്വൽ ടു KP ഇൻറ്റു 3 ക്യൂബ് ഇൻറ്റു ടോട്ടൽ പ്രഷർ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4 റേസ് ടു 4. അമോണിയയുടെ പാർഷ്യൽ പ്രഷർ കിട്ടി. ഐ മീൻ സ്ക്വയറാ കിട്ടിയത്. നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കാം. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ KP റേസ് ടു 1/2 എന്ന് എഴുതണം. 3 റേസ് ടു 3/2 എന്ന് എഴുതണം. ടോട്ടൽ പ്രഷർ റേസ് ടു 4/2 വിച്ച് ഈസ് 2 ഡിവൈഡഡ് ബൈ 4 സ്ക്വയർ. താഴെ 16 വരണം. അത് ഉറപ്പായി. അപ്പൊ എയും ഡിയും പോയി. മേലെ നമുക്ക് KP റേസ് ടു ഹാഫ് വരണം. 3 റേസ് ടു 3/2 P സ്ക്വയർ നമുക്ക് വരണം. യുവർ ആൻസർ ഈസ് B. അങ്ങനെ നമുക്ക് B ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് അമോണിയയുടെ പാർഷ്യൽ പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അമോണിയയുടെ പാർഷ്യൽ പ്രഷറിനെ കണ്ടുപിടിക്കുന്ന രീതിയിൽ ടോട്ടൽ പ്രഷർ എടുക്കുമ്പോൾ അമോണിയയുടെ പാർഷ്യൽ പ്രഷറിനെ ഒഴിവാക്കാൻ ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒഴിവാക്കി പ്രൊസീഡ് ചെയ്തു. KPയുടെ എക്സ്പ്രഷൻ എഴുതുന്നു. KPയുടെ എക്സ്പ്രഷന് പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയ കണ്ടുപിടിക്കുന്നു. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക. സിമ്പിൾ മാത്തമെറ്റിക്കൽ റീഅറേഞ്ച്മെന്റ് മാത്രം ചെയ്ത്. ഓക്കെ ആണോ? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്? ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാമോ? വേഗം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം. ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഏതാ? വർക്ക് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ഫോൾസ്. കിട്ടി? എയാ? വർക്ക് ഒരിക്കലും സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്ക് ആൻഡ് ഹീറ്റ് ആർ പാത്ത് ഫംഗ്ഷൻസ്. ബാക്കിയെല്ലാം സ്റ്റേറ്റ് ഫംഗ്ഷൻസ്. അപ്പൊ ഒന്നാമത്തതാണ് തെറ്റായിട്ടുള്ളത്. ടെമ്പറേച്ചർ സ്റ്റേറ്റ് ഒന്നാമത്തത് തെറ്റാണ്. ടെമ്പറേച്ചർ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്നുള്ളത് കറക്റ്റ് ആണ്. ചേഞ്ച് ഇൻ എ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് പറയാൻ ഇനീഷ്യൽ ഫൈനൽ സ്റ്റേറ്റുകൾ സ്പെസിഫൈ ചെയ്യണം. അത് കറക്റ്റ് ആണ്. വർക്ക് ബൗണ്ടറികളിലാണ് വർക്ക് അപ്പിയർ ചെയ്യുക, അല്ലെ? ബൗണ്ടറിയിലാണ് വർക്ക് നമ്മൾ എപ്പോഴും അപ്പിയർ ചെയ്യുക. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. അപ്പൊ എ ആണ് ഇൻകറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ തെർമോഡൈനാമിക്സ് എന്ന് വന്ന ചോദ്യമാണ്. തെർമോ കെമിസ്ട്രി എന്ന ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ഒരു ചോദ്യം നോക്കിയേ. ലാറ്റിസ് എൻതാൽപി ആൻഡ് എൻതാൽപി ഓഫ് സൊല്യൂഷൻ. ലാറ്റിസ് എൻതാൽപി ആൻഡ് എൻതാൽപി ഓഫ് സൊല്യൂഷൻ of NaCl are 788 kilojoule per mole and 4 kilojoule per mole. What is the hydration enthalpy of NaCl? അതാണ് ചോദ്യം.
നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഞാൻ NaClനെ ബോൺ ഹെയ്ബർ സൈക്കിൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഹെസ് ലോ അപ്ലൈ ചെയ്യാം, അത്രയേ ഉള്ളൂ. NaCl എന്ന് പറയുന്നത് സോളിഡ് ആണ്. നമ്മൾ അതിനെ സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ Na+Cl- ആയിട്ട് അക്വസിലേക്ക് അവർ സ്പ്ലിറ്റ് ചെയ്ത് പോകും, വെള്ളത്തിലേക്ക് ഇറങ്ങി പോകും. അപ്പൊ ഇവിടെ എന്താ ശരിക്കും സംഭവിക്കുക? സോളിഡിനെ ആദ്യം ബ്രേക്ക് ചെയ്ത് ഗ്യാസസ് അയോണുകളാക്കി മാറ്റണം. എന്നിട്ട് അതിനെ വെള്ളത്തിലെടുത്തിട്ടാൽ നിങ്ങൾക്ക് അക്വസ് സൊല്യൂഷൻ കിട്ടും. ഇതിനെ ലാറ്റിസ് എന്തൽപി എന്ന് പറയാ. ഒരു സോളിഡിനെ പൊട്ടിച്ച് ഗ്യാഷസ് ആക്കുന്നതിനെ ലാറ്റിസ് എന്തൽപി എന്ന് പറയാ. ഗ്യാഷസ് അയോണുകളെ വെള്ളത്തിലിടുന്നതിനെ ഹൈഡ്രേഷൻ എന്തൽപി എന്ന് പറയാ. ഇപ്പൊ തെർമോകെമിസ്ട്രിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് ഹെസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. നിങ്ങളെ എന്തൽപി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് ലാറ്റിസ് എന്തൽപിയും ഹൈഡ്രേഷൻ എന്തൽപിയുടെയും സമ്മ അല്ലേ? അതല്ലേ ഹെസ് ലോ പറഞ്ഞത്. സിംഗിൾ സ്റ്റെപ്പിൽ നടക്കട്ടെ, മൾട്ടിപ്പിൾ സ്റ്റെപ്പിൽ നടക്കട്ടെ, ടോട്ടൽ എന്തൽപി എപ്പോഴും ഫിക്സ്ഡാ. സിംഗിൾ സ്റ്റെപ്പിൽ കിട്ടുന്ന എന്തൽപി തന്നെയാണ് വ്യത്യസ്ത പാത്തിൽ കൂടി ചെയ്താൽ കിട്ടുന്ന എന്തൽപി ഉണ്ടാവുക. സോ എന്തൽപി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ലാറ്റിസ് എന്തൽപിയും ഹൈഡ്രേഷൻ എന്തൽപി ആഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പൊ ഹൈഡ്രേഷൻ എന്തൽപിന് കണ്ടുപിടിച്ചുകൂടി എളുപ്പത്തില്. ഹൈഡ്രേഷൻ എന്തൽപി എന്ന് പറഞ്ഞാൽ എന്തൽപി ഓഫ് സൊല്യൂഷൻ മൈനസ് ലാറ്റിസ് എന്തൽപി. അതെ, ആൻസർ സി ആണ്. പെർ മോൾ, ഒരു മോളിന്റെ കാര്യമാണ് നമ്മൾ ഇതിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സി, യു ഗെറ്റ് സി ആസ് ദി ആൻസർ. സീഷ്യം ക്ലോറൈഡ് ക്രിസ്റ്റലൈസസ് ബോഡി സെന്റേർഡ് ക്യൂബിക് സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ചോദ്യ. സീഷ്യം ക്ലോറൈഡ് ക്രിസ്റ്റലൈസസ് ഇൻ ബോഡി സെന്റേർഡ് ക്യൂബിക് ലാറ്റിസ്. ബോഡി സെന്റേർഡ് ക്യൂബിക് ലാറ്റിസ് എങ്ങനെയായിരുന്നു? സീഷ്യം ക്ലോറൈഡിലെ ക്ലോറൈഡുകള് കോർണറുകളിൽ വരികയും ബോഡിയുടെ സെന്ററിൽ സീഷ്യം വരികയും ചെയ്യുന്നു. എങ്ങനെയാണ് അപ്പൊ അവിടെ എഡ്ജ് ലെങ്തുമായിട്ട് കറക്റ്റ് എക്സ്പ്രഷൻ ആ ചോദ്യം. വളരെ എളുപ്പാ. നിങ്ങൾ ബോഡി ഡയഗണൽ വരക്ക്. ബോഡി ഡയഗണൽ എന്ന് പറയുന്നത് 3A അല്ലേ? എടാ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എഡ്ജ് നമ്മുടെ A ആണ്. ഫേസ് ഡയഗണൽ √2A ആ. പൈതഗോറസ് തിയറി വെച്ചിട്ടാ കണ്ടുപിടിക്കുക. ബോഡി ഡയഗണൽ √3A ആണ്. സോ √3A എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആരൊക്കെ വരും? ക്ലോറൈഡിന്റെ റേഡിയസ്, സീഷ്യത്തിന്റെ 2 റേഡിയസ്, ഒരു ക്ലോറൈഡിന്റെ റേഡിയസ്. അപ്പൊ 2 ക്ലോറൈഡിന്റെ റേഡിയസും 2 സീഷ്യത്തിന്റെ റേഡിയസും കൂടി ചേരുമ്പോഴാണ് ബോഡി ഡയഗണൽ കിട്ടുക. നമ്മൾ വരക്കുമ്പോ ചെറുതാക്കി ഞാൻ വരച്ചതാ, ശരിക്കും ഇതെല്ലാം കൂടി ഇങ്ങനെ കൂമ കൂടി നിൽക്കുകയാണേ. അപ്പൊ നിങ്ങളുടെ ബോഡി ഡയഗണൽ വരുമ്പോ സീഷ്യത്തിന്റെ ഡയമീറ്റർ മുഴുവനായിട്ട് വരും. അതിനെയാണ് 2 സീഷ്യത്തിന്റെ റേഡിയസ് ആയിട്ട് ഞാൻ എടുത്തത്. ക്ലോറിൻ 2 ഭാഗത്തേക്ക് വരും. എങ്കിൽ നിങ്ങൾക്ക് ആ 2 കോമൺ ആയിട്ട് എടുത്താൽ മതിയല്ലോ. Cl- റേഡിയസ്, സീഷ്യത്തിന്റെ റേഡിയസ്. സോ റേഡിയസ് ഓഫ് സീഷ്യം പ്ലസ് റേഡിയസ് ഓഫ് Cl- എന്ന് പറഞ്ഞാൽ √3A/2 അല്ലേ കിട്ടുക. ആൻസർ സി ആ വരിക. ആർ യു ഗെറ്റിംഗ് സി? സീഷ്യം ക്ലോറൈഡ് BCC ജോമെട്രി ആണെന്ന് പഠിക്കണം. സീഷ്യം ബോഡിയുടെ സെന്ററിലാണ്, ക്ലോറൈഡുകൾ നമ്മൾ ഫേസ് കോർണേഴ്സിലാണ് കൊടുത്തിട്ടുള്ളത്. ഈസി ആയിട്ട് പറയാം. ഓക്കെ, അടുത്തത് ഒരു ഇന്റിജർ ടൈപ്പ് ചോദ്യം നമുക്ക് ചെയ്യാം. ഇന്റിജർ ടൈപ്പിൽ ഓപ്ഷൻസ് വരുന്നില്ല, നിയറസ്റ്റ് ഇന്റിജർ ആക്കി കൺവേർട്ട് ചെയ്യണം നമ്മൾ. 75.2 gram ഓഫ് ഫീനോൾ ഈസ് ഡിസോൾവ്ഡ് ഇൻ എ സോൾവെന്റ് ഓഫ് KF. KF തന്നു എന്ന് പറഞ്ഞാൽ ഇത് സൊല്യൂഷൻ ചാപ്റ്ററാ. നിങ്ങൾക്ക് ഫീനോൾ ആണ്, ഫീനോളിനെ സോൾവെന്റ് എന്ന് വിളിച്ചു. ബി സോൾവെന്റിനെ നമ്മൾ ബി എന്നാണ് സൊല്യൂഷന്റെ പൊതുവെ റെപ്രസെന്റ് ചെയ്യുക. എ സോൾവെന്റും ബി സൊല്യൂട്ടും. സൊല്യൂട്ടാണ് ഫീനോള്, സോൾവെന്റിനെ എ എന്ന് വിളിക്കാം. ഓക്കെ, അതിന്റെ മാസ് 75.2 gram ആണ്. ഫീനോളിന്റെ മോളാർ മാസ് കണ്ടുപിടിച്ചൂടെ? C6H5OH എടുക്കുമ്പോൾ 6 കാർബൺ, ഒരു കാർബണിന്റെ മാസ് 12, 12 × 6 72, ടോട്ടൽ 6 ഹൈഡ്രജൻ അല്ലേ? അപ്പൊ നമുക്ക് 78, പിന്നെ ഓരോ ഓക്സിജൻ. അപ്പൊ എത്ര കിട്ടി? 94. സോ 94 മോളാർ മാസ്. ഈസ് ഡിസോൾവ്ഡ് ഇൻ എ സോൾവെന്റ് ഓഫ് KF. KF തന്നു 14. ഇഫ് ദ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഈസ് 7K. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റിനെ ΔTF എന്ന് വിളിക്കും. അത് 7K ആണെന്ന് തന്നു. 7 Kelvin ആണ്. ഫൈൻഡ് ഔട്ട് ദി പെർസെന്റേജ് ഓഫ് ഫീനോൾ ദാറ്റ് ഡൈമറൈസസ്. പെർസെന്റേജ് ഓഫ് ഫീനോൾ ദാറ്റ് ഡൈമറൈസസ് ആൽഫ അല്ലെങ്കിൽ ബീറ്റ എങ്ങനെ വേണമെങ്കിൽ വിളിക്കാം. അത് കണ്ടുപിടിക്കണം. അതിനാദ്യം വാൻ ഹോഫ് ഫാക്ടർ കണ്ടുപിടിക്കണം.
നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു. ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു മൊളാലിറ്റി. അതാണ് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ. ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സോൾവെന്റ്. അപ്പൊ വാട്ടർ, സോൾവെന്റ് വാട്ടർ അല്ല ശരിക്കും, നിലവിലെ വാട്ടർ ആണെന്ന് വിചാരിക്കുക, ഏതോ സോൾവെന്റ് ആവട്ടെ. മൊളാലിറ്റി അല്ലേ? മൊളാലിറ്റി കണ്ടുപിടിക്കാൻ സോൾവെന്റിന്റെ മാസ് നമുക്ക് ആവശ്യമുണ്ട്. കാരണം മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. ഗ്രാമിലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ കിലോഗ്രാമിലാക്കാൻ 1000 വരും. ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു എങ്കിൽ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ ടി എഫ് എത്രയാ? 7. ഐ കണ്ടുപിടിക്കണം. കെ എഫ് എത്രയാ? 14. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് അത് 75.2 ഗ്രാം ആണ്. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് 94 ഇൻറ്റു 1000 ബൈ മാസ് ഓഫ് സോൾവെന്റ് തന്നിട്ടില്ല, എന്താ ചെയ്യാം? അപ്പൊ അത് 1 ലിറ്റർ ആയിട്ട് നമ്മൾ അല്ലെ, മാസ് ഓഫ് സോൾവെന്റ് 1 കിലോഗ്രാം ആയിട്ട് എടുക്കും. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 1 കിലോഗ്രാം അല്ലെങ്കിൽ 1000 ഗ്രാം. അപ്പൊ മാസ് ഓഫ് സോൾവെന്റ് 1 കിലോഗ്രാം ആണെന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ മുന്നോട്ട് പോകും. ഐ കണ്ടുപിടിക്കണം. ഇവിടെ പിന്നെ 7 പോയി. ഐ എന്ന് പറഞ്ഞ 94/2 ഇൻറ്റു 75.2 ആണ്. ആദ്യം ഐ കണ്ടുപിടിക്കാം. സോ 94/75.2 ഒരു തവണ എന്തായാലും പോവും. ബാക്കി എടുത്തു കഴിഞ്ഞാൽ 10 × 2/8 ഇവിടെ 8 വരും. 188 വരും. അതിലെന്തായാലും പോവില്ല. ഇത് ഏകദേശം നമുക്ക് 2 പ്രാവശ്യമാണെങ്കിൽ 2 4 1 5 5 10 14 1 15 10 4 6 ബാക്കി 7 ബാക്കി നമുക്ക് 3 0 ഇടാണെങ്കിൽ 7 35 5 പ്രാവശ്യം പോകും നോക്കാം. 1 5 5 5 10 7 35 36 35 36 37 കറക്റ്റ്. അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന ഐ 94/75.2 1.25 ആണ്. സോ ദിസ് ഈസ് 1.25/2 ചെയ്യണം. 125/2 ചെയ്യണം അല്ലെ. 125ന്റെ പകുതി എത്ര വരും? 62.5 0.625. ഐ നമുക്ക് അസോസിയേഷൻ ആണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു 1 + 1/n - 1 ഇൻറ്റു ആൽഫ എന്നും, ഡിസോസിയേഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഐ കണ്ടുപിടിക്കാനുള്ള റിലേഷൻ 1 + n - 1 ഇൻറ്റു ആൽഫ എന്നും ആണ്. ഇവിടെ തന്നിരിക്കുന്നത് ഡൈമറൈസേഷൻ അല്ലേ. ഡൈമർ ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 2 പേര് കൂടിച്ചേർന്ന് ഒന്നാവുക, അതാണ് ഡൈമർ. എങ്കിൽ അത് അസോസിയേഷനെയല്ലേ സൂചിപ്പിക്കുന്നത്? അതെ, 2 പേര് കൂടിച്ചേരുന്നത് കൊണ്ട് അത് അസോസിയേഷനാണ്. സോ ഐ ഈസ് ഈക്വൽ ടു 1 + 1/n - 1 ഇൻറ്റു ആൽഫ എന്ന ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. റെഡി. ഐ നമ്മുടെ കയ്യിൽ എത്രയാ? 0.625 ഈസ് ഈക്വൽ ടു 1 + 1/n എത്രയാ? ഡൈമറൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ 2 പേര് കൂടിച്ചേരുന്നു. ആ കൂടിച്ചേരുന്നവരുടെ എണ്ണമാണ്. അപ്പൊ എനിക്ക് കിട്ടുന്നത് n എന്ന് പറയുന്നത് 2 ആണ്. -1 ഇൻറ്റു ആൽഫ. ആൽഫയാ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ എനിക്ക് ഇവിടെ എന്താ കിട്ടിയേ? ദിസ് ഈസ് 1 - α/2 എന്ന് വരും. അപ്പൊ α/2 എന്ന് പറയുന്നത് 1 - 0.625 ആണ്. 625 പോയാൽ 375 അല്ലേ ബാക്കി? യെസ്. അപ്പൊ ആൽഫ ഈസ് ഈക്വൽ ടു 14 15 ആവും. യു ആർ ഗെറ്റിംഗ് 0.750. അപ്പൊ പെർസെന്റേജ് എത്രയാ? പെർസെന്റേജ് കാണാൻ ആൽഫ ഇൻറ്റു 100 ചെയ്താൽ മതി. 75% വരിക. 75% നമുക്ക് അസോസിയേഷൻ നടന്നത്. അസോസിയേഷൻ നടക്കുമ്പോൾ ഐയുടെ വാല്യൂ കുറയുന്നറിയാം. ഐ <1 ആണെങ്കിൽ ഉറപ്പിച്ചോ അത് അസോസിയേഷൻ ആണ്. അസോസിയേഷനിൽ ഐയുടെ വാല്യൂ കുറയുകയും ഡിസോസിയേഷനിൽ ഐയുടെ വാല്യൂ കൂടുകയും ചെയ്യും. അപ്പൊ നമുക്കിവിടെ തന്ന ഡാറ്റ വെച്ച് ഡെൽറ്റ ടി എഫ് = I × KFM എന്ന ഇക്വേഷൻ ഉപയോഗിച്ചു. അതില് സോൾവെന്റ് തരാത്തത് കൊണ്ട് 1 കിലോഗ്രാം ആണെന്ന് ഫിക്സ് ചെയ്തു. പിന്നെ ഐ നമ്മൾ കണ്ടുപിടിച്ചു. ഇത് അസോസിയേഷൻ ആയതുകൊണ്ട് അതിന്റെ ഇക്വേഷൻ കൊടുത്തു. I ഈസ് ഈക്വൽ ടു 1 + 1/n - 1 ഇൻറ്റു ആൽഫ. ആൽഫ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് അസോസിയേഷൻ ആണ്. n എന്ന് പറയുന്നത് എത്ര ആൾക്കാർ കൂടിച്ചേർന്നു. ഡൈമറിൽ 2 പേരാണ് കൂടിച്ചേർന്നത്. നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൽഫ കണ്ടുപിടിച്ചു. അപ്പൊ കിട്ടുന്ന ആൽഫ നിങ്ങൾക്ക് 0.75 ആണ്. പെർസെന്റേജ് ചോദിച്ചാൽ ഫ്രാക്ഷനെ നിങ്ങൾക്ക് പെർസെന്റേജിലാക്കാൻ വേണ്ടി ഇൻറ്റു 100 ചെയ്യണം. അങ്ങനെയാണ് 75% കിട്ടിയിരിക്കുന്നത്. ഓക്കെ. ദി കോമ്പൗണ്ട് വിച്ച് ഗിവ്സ് ദ മോസ്റ്റ് സ്റ്റേബിൾ കാർബോണിയം അയോൺ ഓൺ ഡീഹൈഡ്രേഷൻ. നല്ലൊരു ചോദ്യം. അത് എപ്പോഴും നിങ്ങൾക്ക് ഇത് GOC എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. ആൽക്കഹോൾസിൽ നിങ്ങൾ ഡീഹൈഡ്രേഷൻ പഠിക്കുന്നുണ്ട്, അതിന്ന് വരുന്ന ചോദ്യമായിട്ട് പറയാം.
ഡീഹൈഡ്രേഷൻ നടക്കുമ്പോൾ, വാട്ടറിന്റെ എലിമിനേഷൻ നടക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വാട്ടർ പോയാൽ അവിടെ കാർബോകാറ്റോണുകൾ ഉണ്ടാവില്ലേ? OH ഓരോന്നിലും നിങ്ങൾ കളഞ്ഞു നോക്കുക. അപ്പൊ ഉണ്ടാവുന്ന കാർബോകാറ്റോണുകൾ ഇത് പ്രൈമറിയാ, ഇത് ടെർഷറി, ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി. ഏറ്റവും സ്റ്റേബിൾ കാർബോകാറ്റോൺ നമുക്ക് ഉണ്ടാവുന്നത് ടെർഷറി ആണ്. യു ഗെറ്റ് ആൻസർ ബി. ദാറ്റ് ഈസ് എ മോസ്റ്റ് സ്റ്റേബിൾ. വെരി ഈസി, വെരി ഈസി. വളരെ എളുപ്പത്തിൽ നമുക്കത് പറയാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ചോദ്യം ഇതാ. ഇത് നോക്കിയിട്ട് ഇതിന്റെ ആൻസർ പറയാൻ പറ്റുമോ? ഇൻ ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് റിയാക്ഷൻസ് ആദ്യം ടൊളുവീൻ എടുക്കുന്നു, ടൊളുവീൻ വരച്ചു, അതിലേക്ക് KMnO4 കൊടുത്തു. എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്? ആലോചിച്ച് നോക്കുക. അത് A എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. അതെന്തായിരിക്കും നോക്കാം. ആസിഡ് ആയിട്ട് മാറും. അതെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഡയറക്റ്റ് ബെൻസീനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന CH കാർബൺ ഡയറക്റ്റ് ആസിഡ് ആയിട്ട് മാറി. യു ഗെറ്റ് ബെൻസോയിക് ആസിഡ്. വെരി ഗുഡ്. എന്നിട്ട് അതിലേക്ക് SOCl2 കൊടുത്തു. അപ്പൊ B കിട്ടി. എന്താ SOCl2? ക്ലോറിനേറ്റിംഗ് ഏജന്റാ. അവര് PCl5, PCl3, SOCl2, SO2Cl2 ഒക്കെ പ്രത്യേകത ക്ലോറിനേറ്റിംഗ് ഏജന്റാ. OH പകരം അല്ല. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. COOH OH ഗ്രൂപ്പിനെ മാറ്റാം. നോർമൽ ക്ലോറിനേഷന് നിങ്ങൾ Cl2 കൊടുക്കണം. അപ്പോഴാണ് ഓർത്തോപാര കിട്ടുക. ഇവിടെ ഓർത്തോപാര അല്ല വരിക, മെറ്റയാണ് വരേണ്ടത്. ബട്ട് എനിവേ ഹിയർ COOH ഗ്രൂപ്പിലുള്ള OH-നെയാണ് മാറ്റുക. ഇത് നമ്മൾ കാർബോക്സിലിക് ആസിഡിൽ പഠിച്ച റിയാക്ഷനാ. സോ യു ആർ ഗെറ്റിംഗ് COCl. OH മൈനസിന് പകരം അവിടെ Cl വരും. ഡൺ. ദിസ് ഈസ് യുവർ B. ഇതിലേക്കാണ് നമ്മൾ ഹൈഡ്രജൻ ബാർ, പലേഡിയം, ബേരിയം സൾഫേറ്റ്, ഇതിനൊക്കെ നല്ല പരിചയം ഉണ്ടാവും. റോസൻമൺ റിഡക്ഷനാ. ആസിഡ് ക്ലോറൈഡുകൾ റോസൻമൺ റിഡക്ഷൻ ചെയ്താൽ നമുക്ക് C കിട്ടും. എന്താ ആള്? ആലോചിച്ച് നോക്ക്. എന്തായിരിക്കും? ഡയറക്റ്റ് അത് CHO ആയിട്ട് മാറൂലേ? യെസ്, ആൽഡിഹൈഡ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആൻസർ എന്താ വരിക? C6H5COOH അല്ല, C6H5CH3 അല്ല, C6H5 ഇതല്ല, D ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലോ. എങ്ങനെയാ? ക്ലോറിൻ വരുന്നില്ല എന്ന് ക്ലിയർ ആയില്ലേ? ഓർത്തോലോ പാരയിലോ ക്ലോറിൻ ഇല്ല എന്നുള്ളത് ക്ലിയർ ആയി. അങ്ങനെ നിങ്ങൾക്ക് ആലോചിച്ചത് പറയാമേ, എളുപ്പത്തിൽ കിട്ടും. ഒരു ക്വസ്റ്റ്യൻ നോക്കുക. A ഫോളോസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. A ഗിവിംഗ് പ്രോഡക്റ്റ് ഫസ്റ്റ് ഓർഡർ ആണ്. കോൺസെൻട്രേഷൻ ഓഫ് A ചേഞ്ചസ് ഫ്രം 0.1 to 0.025 in 40 minutes. Find rate of the reaction when the concentration is 0.01 molar. റേറ്റ് ഫസ്റ്റ് ഓർഡറിന് തന്നിട്ടുണ്ട്, റേറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ റേറ്റിലോ പ്രകാരം R = K × A⁻1. ഇതാ ഫസ്റ്റ് ഓർഡറിന്റെ റേറ്റിലോ. A നമുക്ക് തന്നു 0.01 ആകുമ്പോഴുള്ള റേറ്റാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ K കിട്ടിയാൽ മതി. K എങ്ങനെ കണ്ടുപിടിക്കും? K കിട്ടിയ സംഭവം ഒക്കെയാ. അതിനായിരിക്കും മറ്റേ ഡീറ്റെയിൽസ് നമ്മൾ ചെയ്യേണ്ടത്. ടൈം ഇവിടെ സെക്കൻഡ് ആക്കേണ്ടതുണ്ടോ? ഇല്ല. കാരണം ഓപ്ഷനിൽ പെർ മിനിറ്റിൽ തന്നതുകൊണ്ട് സമയം സെക്കൻഡിലാക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻസിലെ റേറ്റിന്റെ യൂണിറ്റിൽ പെർ മിനിറ്റ് ആണ്. അപ്പൊ മിനിറ്റിൽ തന്നെ സമയത്തിനെ കീപ്പ് ചെയ്യണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 0.1 ആള്. എടാ നിങ്ങൾ ഓർത്തു നോക്കിയേ, 0.1 ആള് 0.05 ആകുന്നതിനല്ലേ T½ എന്ന് പറയാം. അത് നേരെ അതിന്റെ പകുതി ആകുന്നതല്ലേ അടുത്ത T½ അപ്പൊ ക്വസ്റ്റ്യനിൽ 0.1 0.025 ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 2 T½ കഴിഞ്ഞു എന്നല്ലേ? 2 T½ അല്ലേ 40 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞത്. അപ്പൊ T½ എത്രയാ? 20 മിനിറ്റ്. T½ നമുക്ക് കിട്ടി. T½ കിട്ടിയാലുള്ള ഗുണം, T½ എന്ന് പറഞ്ഞാൽ 0.693/K അല്ലേ? അപ്പൊ K നമുക്ക് കിട്ടിയില്ലേ? 0.693/T½ which is 20. K നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി റേറ്റ് കണ്ടുപിടിച്ചൂടെ? R = K × A. K 0.693/20. A എന്ന് പറയുന്നത് ആ സമയത്തുള്ളത് 0.01 അഥവാ 10⁻². അപ്പൊ ഞാനിത് ചെയ്യുന്നു. ഇവിടെ 10⁻³ ആക്കുന്നു. സോ യു വിൽ ഗെറ്റ് 3.something × 10⁻⁴. യുവർ ഓപ്ഷൻ A കിട്ടി. ഭയങ്കര ഈസി ആയിട്ട് പറയാം. A ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, A is your answer. ഇതിന്റെ ആൻസർ പെട്ടെന്ന് ഇതിന്റെ ആൻസർ പറയാമോ? What will be your answer? Which of the following molecule is least resonance stabilized? Easy ആണ്. ഒന്നാമത്തതിൽ റെസൊണൻസ് പോസിബിൾ ആണോ നോക്കുക.
രണ്ടാമത്തതില് കോൺജുഗേഷൻ പോസിബിൾ ആണോ? മൂന്നാമത്തതില് പോസിബിൾ ആണോ? ലീസ്റ്റ് റെസണൻസ് നാലാമത്തെയാ, കാരണം ഇവിടെ ഒരു sp3 ഹൈബ്രിഡൈസേഷൻ വന്നു. അപ്പൊ ലീസ്റ്റ് റെസണൻസ് സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും നാലാമത്തെയാണ് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. ഇസ് ദാറ്റ് ക്ലിയർ? ഇങ്ങനെ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരും. വി വിൽ സീ വൺ മോർ ക്വസ്റ്റ്യൻ ആൻഡ് ദെൻ വി വിൽ മൂവ് ടു ദി മാത്സ് പാർട്ട്. ഇതാണ് നിങ്ങൾക്കുള്ള ചോദ്യം. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞേ. വാട്ട് ഈസ് ദി ആൻസർ യു ആർ ഗെറ്റിംഗ്? കലാമിൻ എന്ന് പറയുന്നത് സിങ്ക് കാർബണേറ്റ് ആണ്. അപ്പൊ തന്നെ ബിയും സിയും കളഞ്ഞു. മാലക്കൈറ്റ്, മാല എന്ന് പറയുന്നത് ചെമ്പ് മാല, അതിന്റെ വലിയ മാലയാന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് CuCO3 ആണോ? CuCO3 CuOH ട്വൈസ് ആണോ? CuCO3 CuOH ട്വൈസ് ആ. ഹെമറ്റൈറ്റ് ക്രയോലൈറ്റ്. സോ യുവർ ആൻസർ വിൽ ബി ഡി. കേട്ടോ, എ അല്ല. ഇവിടെ എന്ന് എഴുതി പെട്ടെന്ന് തെറ്റാനുള്ള സാധ്യതയുണ്ട്. എ അല്ല, നമുക്ക് ആൻസർ വരുന്നത് ഡി ആണ്. ഇസ് ദാറ്റ് ക്ലിയർ? യെസ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തത് ഡിബിൻ സാർ മാത്സും ആയിട്ട് നിങ്ങൾക്ക് വരും. നെക്സ്റ്റ് പേപ്പർ പ്രഡിക്ഷനിലേക്ക് വരുമ്പോഴേക്ക് നമ്മൾ ഇതുപോലെ മറ്റു ചാപ്റ്റേഴ്സ് എന്നുള്ള ചോദ്യങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇത് പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും യെസ് ഓഫ് കോഴ്സ് വിനയ് അസേഷൻ കൂടുതൽ നമുക്ക് ഇടാൻ ശ്രദ്ധിക്കാം. ഓക്കെ, സോ താങ്ക് യു എവരി വൺ. ഡിബിൻ സാർ വരും. വേണ്ട ഡൊമേറല്ലേ? ഗുഡ് ഈവനിങ് എവരിവൺ. ഓഡിബിൾ ആണ്, വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. സോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എല്ലാവരും റെഡി ആണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ആണെങ്കിൽ യെസ് ഓക്കെ. സോ സ്റ്റാർട്ട് ചെയ്യാം. ജെഇക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തത്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ടഫ് ലെവൽ ഉണ്ടാവും. JEE ലെവൽ തന്നെ ടഫ് ലെവൽ ഉണ്ട്, അതേപോലെ ഈസി മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ടഫ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ഇനി കൺഫ്യൂസ്ഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്കത് ക്രാക്ക് ചെയ്ത് പോവാം. കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. കുറേ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫങ്ഷൻസിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്. നോക്കാം നമുക്ക്. ഇഫ് f of x is a polynomial satisfying f of x equal to half into determinant of f of x f of 1 by x minus f of x 1 f of 1 by x and f of 2 equal to 17. f of 2ന്റെ വാല്യൂ 17 ആണ്. ഓക്കെ, സോ f of 2 ഇവിടെ 17 ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് f of 5ന്റെ വാല്യൂ ആണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് f of 5. ആദ്യം നമുക്ക് ഈ കണ്ടീഷൻ യൂസ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നേരെ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടീഷൻ എന്താ പറയുന്നത്? ഹാഫ് ഇൻറ്റു f of x ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ എന്താ വരുന്നത് നോക്കിയേ. f of x ഈക്വൽ ടു, so we have f of x equal to okay half into ആ ഹാഫിലെ 2 ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാം. സോ 2f of x equal to അവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, 2f of x equal to f of x into f of 1 by x minus f of 1 by x plus f of x. സോ മൈനസ് ഓഫ് മൈനസ് എന്തായി മാറി? പ്ലസ് f of x ആയി മാറി. ഓക്കെ ആണല്ലോ. ഡിറ്റർമിനൻ്റ് കാൽക്കുലേഷൻ ഈസിയാണ്. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ഇവിടെ 2f of x വരുന്നുണ്ട്, ഇവിടെ ഒരു f of x ആണുള്ളത്. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് f of x ഓൺ ലെഫ്റ്റ് സൈഡ്. സോ f of x ഇവിടെ ബാക്കി ഉണ്ടാവും. ഈ മൈനസ് f of 1 by x ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്നു. സോ f of x പ്ലസ് f of 1 by x. ക്ലിയർ ആവണേ? നോക്കണേ. f of x 2f of x f of x ക്യാൻസൽ ചെയ്തു. സോ ലെഫ്റ്റ് സൈഡിൽ ഒരു f of x ഉണ്ട്. ദെൻ മൈനസ് f of 1 by x ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു, പ്ലസ് f of 1 by x ആയി ഈക്വൽ ടു f of x ഇൻറ്റു f of 1 by x.
നിങ്ങൾ ഫങ്ഷൻസിൽ പഠിച്ചതാണ്, എത്രയോ പ്രാവശ്യം നമ്മൾ പഠിച്ചതാണ്, ഫങ്ഷണൽ ഇക്വേഷനിൽ പഠിച്ചിട്ടുണ്ട്. എന്തായാലും പഠിക്കണം എന്ന് പറഞ്ഞ കുറേ ഫങ്ഷണൽ ഇക്വേഷൻസ് ഉണ്ട്. ആ ഫങ്ഷണൽ ഇക്വേഷൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇതല്ലാതെ കുറേ ഫങ്ഷണൽ ഇക്വേഷൻസ് ഉണ്ട്. ഫങ്ഷണൽ ഇക്വേഷൻസിനെ ബേസ് ചെയ്ത് JEEക്ക് എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ആ ഫങ്ഷണൽ ഇക്വേഷൻസ് വൃത്തിയായി പഠിക്കുക. അതിൻ്റെ കൂടെ വരുന്ന ഒരു ഫങ്ഷണൽ ഇക്വേഷനാണിത്. ആ ഫങ്ഷണൽ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ് ഫങ്ഷൻ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. f(x) into f(1)(x), f(x) into f(1)(x) equal to f(x) plus f(1)(x) ആണെങ്കിൽ f(x) എന്ന് പറയുന്ന ഫങ്ഷൻ ഏത് ഫോമാറ്റിലായിരിക്കും? 1 ± x raised to n ഫോമാറ്റിലായിരിക്കും. f(x) will be in the form 1 ± x raised to n. സോ ഇവിടെ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. f(2)ന്റെ വാല്യൂ 17 ആണ്. സോ വി ക്യാൻ അപ്ലൈ ദാറ്റ് ഹിയർ. f(2) equal to 17. 17 എന്ന് പറയുന്നത് 1 ± 2 raised to n ആണ്. 17 എന്തായാലും 1 − 2 raised to n എന്ന് പറയുന്നത് n ഒരു നാച്ചുറൽ നമ്പർ ആണ്. 1 − 2 raised to n എന്ന് പറയുന്നത് എന്തായാലും 17 ആവില്ല. സോ ഫങ്ഷൻ ഒരു 99% കേസിലും അത് 1 + x raised to n ഫോമിലായിരിക്കും. ഓക്കെ, സോ 2 കേസ് ഉണ്ട് എന്നുള്ളത് മൈൻഡിൽ വെക്കുക. ഇവിടെ എന്തായാലും നെഗറ്റീവ് വരുന്നില്ല, പോസിറ്റീവ് ആണ്. സോ 1 + 2 raised to n വാല്യൂ എത്ര കിട്ടി? 17 കിട്ടി. 1 + 2 raised to n 17 ആണെങ്കിൽ 2 raised to n 16 ആയിരിക്കും. n will be 4. n വാല്യൂ 4 കിട്ടിയില്ലേ? ക്ലിയർ ആണല്ലോ. സോ ഫങ്ഷണൽ ഇക്വേഷൻ ആണ്. ഫങ്ഷണൽ ഇക്വേഷനെ ബേസ് ചെയ്ത് നമ്മൾ കുറേ ഫങ്ഷൻസിൽ ലൈവ് കുറേ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മൾ ആപ്പിൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ആപ്പിലെ ലൈവിലും അതേപോലെ ആപ്പിലെ കണ്ടന്റിലും കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ തന്നെ യൂട്യൂബിൽ നമ്മൾ ഫങ്ഷണൽ ഇക്വേഷൻസിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ എല്ലാ ഫങ്ഷണൽ ഇക്വേഷനെ പറ്റിയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. ബട്ട് ഫൈനലി നമ്മൾ എവിടെ തന്നെ എത്തുന്നു? ഫങ്ഷണൽ ഇക്വേഷനിൽ എത്തുന്നു. സോ വി ഗോട്ട് f(x) equal to 1 + x raised to n where n equal to 4. അത് ഗിവൺ കണ്ടീഷനിൽ n 4 കിട്ടി. സോ വി ക്യാൻ റൈറ്റ് f(x) as f(x) equal to 1 + x raised to n. n is 4. Okay, now we have to find the value of f(5). f(5) എന്ന് പറഞ്ഞാൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ 1 + 5 raised to 4 വരും. 5² 25 ആണ്. 25 into 25 625 വരും. സോ 1 + 625 വരും. ആൻസർ ഈസ് 626. കുറേ പേര് ചാറ്റ് ബോക്സിൽ ആൻസർ തന്നിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, കാൽക്കുലേഷൻ ക്ലിയർ ആണല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സോ ഞാൻ പറയുന്നു, JEE മെയിനിന് phase 2 ഫങ്ഷണൽ ഇക്വേഷനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പറയുന്ന കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക, ആ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നല്ല ഞാൻ പറഞ്ഞത്, ഫങ്ഷണൽ ഇക്വേഷനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത് തന്നെ ചോദിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇതല്ലാതെയും ഫങ്ഷണൽ ഇക്വേഷൻസ് ഉണ്ട്, അത് ശരിക്കും പഠിക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓവർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കോംപ്ലക്സ് നമ്പേഴ്സിലെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നിങ്ങൾ കാണുമ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ഫീൽ ചെയ്യും. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സാം ഹാളിൽ നിന്ന് കൺഫ്യൂസ്ഡ് ആവരുത്. ബേസിക് തിയറീനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കി എല്ലാവരും. സെറ്റ് ബി എ കോംപ്ലക്സ് നമ്പർ സച്ച് ദാറ്റ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഈസ് നോൺ സീറോ. അതായത് ഒരു കോംപ്ലക്സ് നമ്പർ ആണ്, അതിന് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉണ്ട്. അതിൽ റിയൽ പാർട്ട് എന്തായാലും ഇമാജിനറി പാർട്ട് നോൺ സീറോ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ എന്തായാലും വരുന്ന ഒരു പാർട്ട് അതിൽ ഉണ്ടാവും എന്നാണ് അത് മീൻ ചെയ്യുന്നത്. a equal to z² plus z plus 1. a എന്ന് പറയുന്ന വാല്യൂ, a എന്ന് പറയുന്ന റിയൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. a is a real value എന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. a equal to z² plus z plus 1. ഇത്രയും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇതാണ്, a cannot take the value. എക്ക് എടുക്കാൻ പറ്റാത്ത വാല്യൂ, എക്ക് പോസിബിൾ അല്ലാത്ത വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം, ശ്രദ്ധിച്ചോളൂ. എ ഒരു റിയൽ ആയിട്ടുള്ള നമ്പറാണ്, എ ഈസ് എ റിയൽ നമ്പർ. സെഡ് ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. സെഡ് ഒരു കോംപ്ലക്സ് നമ്പർ മാത്രമല്ല, ആ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് എന്തല്ല, സീറോ. ഇമാജിനറി പാർട്ട് എന്തല്ല, സീറോ അല്ല. ഇമാജിനറി പാർട്ട് നോൺ സീറോ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും a+ib ഫോമിൽ എഴുതുമ്പം b≠0 ആയിരിക്കും. ഓക്കെ, കോംപ്ലക്സ് നമ്പറിന്. അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം.
ശരിക്കും ശ്രദ്ധിക്കണേ. ആ ഇക്വേഷൻ ഞാൻ റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. എ റിയൽ നമ്പർ ആണെന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. സെഡ് സ്ക്വയർ പ്ലസ് സെഡ് പ്ലസ് 1 ഈക്വൽ ടു എ ആണ്. ആ ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. സോ ഐ ഗോട്ട് ഇറ്റ് ലൈക്ക് ദിസ്. സെഡ് സ്ക്വയർ പ്ലസ് സെഡ് പ്ലസ് 1 മൈനസ് എ ഈക്വൽ ടു 0. അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായി മാറി. അതിൽ സെഡ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്, സെഡിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. കോൺസ്റ്റന്റ് ടേം അത് ഞാനൊരു ബ്രാക്കറ്റ്സിലാക്കാം. കോൺസ്റ്റന്റ് ടേം 1 മൈനസ് എ ആണ്. അതെല്ലാം റിയൽ ആണ്. ഓക്കെ, സോ ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം റിയൽ ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സെഡിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതിനെ നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് സെഡിൻ്റെ വാല്യൂസ് ആയിരിക്കും. ആ സെഡ് ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. അതിനൊരു ഇമാജിനറി പാർട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇമാജിനറി പാർട്ട് 0 അല്ലാന്നും ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്തായിരിക്കും? ഇതിൻ്റെ റൂട്ട്സ് കോംപ്ലക്സ് റൂട്ട്സ് ആവണ്ടേ? ഇതിൻ്റെ റൂട്ട്സ് കോംപ്ലക്സ് റൂട്ട്സ് ആവണമെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കണ്ടീഷൻ എന്താ? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കോംപ്ലക്സ് റൂട്ട്സ് ആവണം. അതും പ്യുവർലി റിയൽ അല്ല, അതിന് ഇമാജിനറി പാർട്ട് ഉണ്ട്. നോട്ട് പ്യുവർലി റിയൽ അല്ലാതെ ഒരു കോംപ്ലക്സ് നമ്പറാണ് വരുന്നതെങ്കിൽ, പ്യുവർലി റിയൽ അല്ലെങ്കിൽ ഇതിൻ്റെ ബി സ്ക്വയർ മൈനസ് 4ac ഡിസ്ക്രിമിനൻ്റ്. യെസ് വിനയ്, വെരി ഗുഡ്. ഡിസ്ക്രിമിനൻ്റ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് ആയിരിക്കും. അത് ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബാക്കി നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ഓക്കെ, സോ ഹിയർ ബി സ്ക്വയർ എത്രയാണ് വരുന്നത്? 1 ആണ്. മൈനസ് 4 ഇൻറ്റു എ ഈസ് 1. ഓക്കെ, ഇൻറ്റു സി ഈസ് 1 മൈനസ് എ. ഇറ്റ് ഈസ് ലെസ് ദാൻ 0. ഇനി നിങ്ങളെ കാൽക്കുലേഷനാണ്, പ്യുവർ കാൽക്കുലേഷനാണ്, ഒന്നും ചെയ്യാനില്ല. 1 മൈനസ് 4 ഈസ് മൈനസ് 3 പ്ലസ് 4a വരും. 4 ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. 1 മൈനസ് 4 മൈനസ് 3 ആണ്. പ്ലസ് 4a ലെസ് ദാൻ 0 വരും. 4a ലെസ് ദാൻ 3 വരും. a ലെസ് ദാൻ 3/4 കിട്ടും. a ലെസ് ദാൻ 3/4 ആയിരിക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? a ലെസ് ദാൻ 3/4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് -∞ ടു 3/4 ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. ഓപ്പൺ ഇൻ്റർവൽ 3/4 ആണ്. a കനോട്ട് ബി 3/4. സോ എക്ക് കൊടുക്കാൻ പറ്റാത്ത വാല്യൂ ഏതാണ്? യെസ്, ആൻസർ ഈസ് 3/4. 3/4 കൊടുക്കാൻ പറ്റില്ല. ബാക്കി എല്ലാ വാല്യൂസും നിങ്ങൾ നോക്കി, ഈ ഓപ്ഷൻസ് തന്ന എല്ലാ വാല്യൂസും ലെസ് ദാൻ 3/4 ആണ്. സോ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എപ്പോഴും JEE ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മൈൻഡിലേക്ക് എടുക്കുക. ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ചിലപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇതിലെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാലോ, വളരെ ഈസി ആയിട്ടുള്ള കോൺസെപ്റ്റാണ് അവർ യൂസ് ചെയ്യുന്നത്. ആ കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കോംപ്ലക്സ് ആണ്. അതിൻ്റെ ഇമാജിനറി പാർട്ട് 0 അല്ലെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് ആയിരിക്കണം. ആ സിമ്പിൾ കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നല്ലൊരു ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്തു. ഓക്കെ, സോ ഗോയിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. റെഡി ആണെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒന്നുമില്ല, മനസ്സിലാക്കാൻ മാത്രം ഒന്നുമില്ല. പക്ഷേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ പാനിക് ആവരുത്. എക്സാം ഹോളൊന്നും ഇതേപോലെ തന്നെ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസിൽ അതിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിലേക്ക് ഇതിനെ കണക്റ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഏതാണെന്നുള്ളത് വരും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ആണ്. ബൈനോമിയൽ തിയറത്തിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബേസ്ഡ് ഓൺ ബൈനോമിയൽ തിയറം. വളരെ ഈസി ആയിട്ടുള്ള വളരെ ചെറിയൊരു ചാപ്റ്ററാണ് ബൈനോമിയൽ തിയറം. ചെറിയ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. ലെങ്തി ആണെന്ന് വിചാരിക്കേണ്ട, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ കുറച്ചൊരു ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും ശ്രദ്ധിക്കുക. കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഭയമൊക്കെ ഉണ്ടാവും. പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. എ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു എ ഈസ് നത്തിങ് ബട്ട് 3 raised to 1/223 + 1. അതാണ് എൻ്റെ വാല്യൂ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുത്തുന്ന അല്ലെങ്കിൽ നിങ്ങളെ പാനിക് ആക്കാൻ വേണ്ടിയുള്ള ഒരു വാല്യൂ ആണ് അവർ തന്നത്. ഓക്കെ, പേടിക്കണ്ട. ദെൻ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എഫ് ഓഫ് n ഈക്വൽ ടു എഫ് ഓഫ് n എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്: NC0 a raised to n minus 1 minus NC1 a raised to n minus 2 അങ്ങനെ പോകുന്നു. പ്ലസ് NC2 a raised to n minus 3 പ്ലസ് എക്സെട്ര minus 1 raised to n minus 1 NCn minus 1 a raised to 0.
if value of f of 2007 plus f of 2008 equal to 9k, so that is a multiple of 9, you have to find the value of k ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് റീഡ് ചെയ്തോ? ക്വസ്റ്റ്യൻ്റെ കണ്ടന്റ് മനസ്സിലായോ? എന്തൊക്കെയാണ് കാര്യങ്ങൾ തന്നതെന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ എഫ് ഓഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷനിൽ വരുന്നുണ്ട്. ആ ഫംഗ്ഷൻ്റെ റൈറ്റ് സൈഡ് കാണുമ്പം ഏതോ ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ ഒരു പാർട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ദെൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എഫ് ഓഫ് 2007 പ്ലസ് എഫ് ഓഫ് 2008 ആണ്. അതിൻ്റെ വാല്യൂ 9k ആണ്. സോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് k. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് പ്രൊസീഡ് ചെയ്യാം. എല്ലാവരും ഫുൾ കോൺസെൻട്രേഷനിലിരുന്നു. ഞാൻ വളരെ ഈസി ആയിട്ട് അതിനെ ക്രാക്ക് ചെയ്ത് തരാം. ഓക്കെ, സോ എ എന്ന് പറയുന്ന ഇതാണെങ്കിൽ a-1 എന്തായിരിക്കും? 3^1/223 എന്ന് എഴുതാം. അതിലാർക്കും കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. നൗ a-1 all raised to 223, a-1 all raised to 223 equal to 3 എന്ന് എഴുതാം. രണ്ടിൻ്റെയും പവറിൽ എന്ത് എഴുതി? 223 എഴുതി. ഓക്കെ, സോ a-1 all raised to 223 equal to 3 എന്ന് എഴുതാം. ഇത്രയും നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ a-1 raised to 223 എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിലേക്ക് a-1 all raised to n ഫോമിൽ ഒരു ഇക്വേഷൻ കിട്ടിയാൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് മനസ്സിലായി. ഏത് ഫോമിൽ കിട്ടണം? a-1 all raised to n ഫോമിൽ കിട്ടണം. ഇവിടെ നിങ്ങൾക്ക് തന്ന എഫ് ഓഫ് എൻ, ആ എഫ് ഓഫ് എൻ ഞാൻ ഒന്ന് എടുത്ത് എഴുതാം. നിങ്ങളെല്ലാവരും ഫുൾ കോൺസെൻട്രേഷനിലിരിക്കണം, എന്നാലേ കിട്ടുള്ളൂ. എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് nc0 a raised to n-1 മൈനസ് nc1 a raised to n-2 പ്ലസ് nc2 a raised to n-3 പ്ലസ് എക്സെട്ര പ്ലസ് വി ഹാവ് അടുത്തത് മൈനസ് ആയിരിക്കും. ഓക്കെ, സോ മൈനസ് എക്സെട്ര ലാസ്റ്റ് വൺ പ്ലസ് എഴുതിയിട്ടുണ്ട്. -1 raised to n-1 ആണ്. nc(n-1) a raised to 0. ഈ എക്സ്പാൻഷനും ഈ എഴുതിയ എക്സ്പാൻഷനും a-1 all raised to n എന്ന് പറയുന്ന a-1 all raised to n എന്ന് പറയുന്ന എക്സ്പാൻഷനുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, നമുക്ക് തന്ന ഡാറ്റ, ആ ഇൻഫർമേഷൻ നമ്മൾ ഇതിൽ നിന്നും എങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് തിങ്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ a-1 all raised to n എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്കറിയാം a-1 all raised to n ന്റെ എക്സ്പാൻഷൻ നിങ്ങൾ ബൈനോമിയൽ തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. എക്സ്പാൻഷൻ ഇതാണ്. nc0 a raised to n ലാണ് സ്റ്റാർട്ട് ചെയ്യുക. a raised to n അടുത്തത് എന്തായിരിക്കും? ആൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് വരും. സോ നെഗറ്റീവ് nc1 a raised to n-1. ബി എന്ന് പറയുന്ന -1 ആണ്. സോ അതുകൊണ്ടാണ് ആൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് വരുന്നത്. 1ന്റെ പവർ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, എന്റെ പവർ ഡിക്രീസ് ചെയ്യുന്നു. പ്ലസ് അടുത്തത് nc2 a raised to n-2 മൈനസ് എക്സെട്ര. ലാസ്റ്റ് ടേം എന്തായിരിക്കും? -1 raised to n. ഓക്കെ, ലാസ്റ്റ് ടേം n+1th ടേം ആയിരിക്കും. അത് -1 raised to n ncn a raised to 0 ആയിരിക്കും. -1 raised to n ncn a raised to 0. എൻ്റെ പവർ എന്നിൽ നിന്നും 0ലേക്ക് ഡിക്രീസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നിങ്ങൾ ഇതൊന്ന് കമ്പയർ ചെയ്ത് ഇതാണോ ഈ ടേം തന്നത്? ഓക്കെ, ഞാൻ ഇതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, സോ ഇത് ഞാൻ ഇങ്ങോട്ട് എടുക്കാം. യെസ്, നിങ്ങൾ നോക്കിയേ, ഈ രണ്ട് ടേംസും രണ്ടും ഈക്വൽ ആണോ? അല്ല. കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദീസ് ആർ നോട്ട് ഈക്വൽ. എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളത് നോക്കി. nc0 കഴിഞ്ഞു, a raised to ഇവിടെ എന്താ തന്നത്? a raised to n-1 ആണ് അല്ലേ? ഓക്കെ, ഇവിടെ a raised to n-1 ആണ്. ഞാൻ കോപ്പി ചെയ്തപ്പോൾ a raised to n-1 മിസ് ചെയ്തിട്ടുണ്ട്. സോ nc0 a raised to n-1 ആണ്. സോ കമ്പയർ വിത്ത് ദിസ്. ഇത് a raised to n ആണ്, ഇത് a raised to n-1 ആണ്. അടുത്ത ടേം നോക്കിയേ, ഇത് a raised to n-2 ആണ്, a raised to n-1 ആണ്. സോ ഒരു a കുറവുണ്ട്. മൾട്ടിപ്ലൈ ദിസ് വിത്ത് a. ഓക്കെ, ഇതിനെ ഞാനൊരു a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ a എഫ് ഓഫ് n എന്ന് പറയുന്ന ടേം എന്തായിരിക്കും? a ത്രൂ ഔട്ട് a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതെനിക്ക് ഇത് കമ്പയർ ചെയ്തപ്പോൾ മനസ്സിലായതാണ്. ഓക്കെ, സോ ഐ ഗോട്ട് nc0 a raised to n മൈനസ് nc1 a raised to n-1 പ്ലസ് nc2 a raised to n-2 പ്ലസ് മൈനസ് എക്സെട്ര അങ്ങനെ പോകുന്നു. ലാസ്റ്റ് ടേം -1 raised to n-1 nc(n-1) a raised to 0 ആയിരുന്നു, അത് a raised to 1 ആയി മാറും. ഇപ്പോഴും നിങ്ങളൊന്ന് കമ്പയർ ചെയ്തിട്ട് പറ, ഇത് രണ്ടും സെയിം ആയോ?
എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളത് പവർ നോക്കിയപ്പോൾ മനസ്സിലായി. ഓക്കെ, ഇനി ഈ രണ്ട് ടേംസും നിങ്ങൾ ഈ രണ്ട് എക്സ്പാൻഷനും നിങ്ങൾ നോക്കി, അത് രണ്ടും ഈക്വൽ ആണോ? അല്ല, എന്തോ മിസ്സിംഗ് ഉണ്ട്. എന്താ മിസ്സിംഗ്? NC0 a raised to n, അത് ഓക്കെ, മൈനസ് NC1 a raised to n minus 1, ഓക്കെ. ലാസ്റ്റ് ടേം ഇവിടെ -1 raised to n ഇൻറ്റു NC1 a raised to 0 ആണ്. ഓക്കെ, n എന്ന് പറയുന്നത് 1 ആണ്, a raised to 0യും 1 ആണ്. അതായത് -1 raised to n എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ ഇല്ല. ഓക്കെ, ഇതിൻ്റെ തൊട്ട് പുറകുള്ള ടേം അത് ഏതായിരിക്കും? അതിൻ്റെ തൊട്ട് പുറകുള്ള ടേം എന്തായിരിക്കും? -1 raised to n minus 1 NCn minus 1 a raised to 1 ആയിരിക്കും. ആ ടേം ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു ടേമും കൂടി അവിടെ മിസ്സിങ് ആണ്. ആ ടേമും കൂടി ഇതിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതെന്തായിരിക്കും? a-1 all raised to n ആയിരിക്കും. കമ്പാരിസൺ ശരിക്കും ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. സോ ഇതിൻ്റെ കൂടെ f(n)ന്റെ കൂടെ ഞാൻ ഒരു ടേം ആഡ് ചെയ്യുകയാണ്. ഏത് ടേം? ഈ ഒരു ടേം എക്സ്ട്രാ വേണം നമുക്ക്. ആ ഒരു ടേം എവിടെ ഇല്ല, ഇതിൽ മിസ്സിങ് ആണ്. ഇത്രയും ടേംസ് ഇവിടെ വരുന്നുണ്ട്. ഏത് മിസ്സിങ് ആണ്? ഈ ടേം മിസ്സിങ് ആണ്. സോ ആ ടേം ഞാൻ ആഡ് ചെയ്യാണ്. -1 raised to n, ആ ടേം എന്തായിരുന്നു? -1 raised to n. അത്രമാത്രം ആഡ് ചെയ്താൽ മതി. കാരണം NCn 1 ആണ്, a raised to 0യും 1 ആണ്. അത് ആഡ് ചെയ്ത് കഴിയുമ്പം ഈ കംപ്ലീറ്റ് ടേമിൻ്റെ കൂടെ ഇതും കൂടി ആഡപ്പ് ചെയ്താൽ ഇതെന്തായി മാറി? a-1 all raised to n ആയി മാറി. ക്ലിയർ? ഈസ് ഇറ്റ് ക്ലിയർ? അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതാണ്. f(n) = അതിൽ f(n)ലേക്ക് പോവാണ്. a ഇൻറ്റു f(n) എന്ന് പറയുന്നത് എന്തായിരിക്കും? a-1 all raised to n മൈനസ് -1 raised to n റൈറ്റ് സൈഡിലേക്ക് എടുത്തു, -1 raised to n, ഓക്കെ, ഡിവൈഡഡ് ബൈ a. ഇതായിരിക്കും f(n). കഴിഞ്ഞിട്ടില്ലേ? ഇതാണ് f(n). ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. സോ a-1 all raised to n -1 raised to n ഡിവൈഡഡ് ബൈ a ചെയ്താൽ ഏത് കിട്ടും? f(n) കിട്ടും. f(n) വരെ നമുക്ക് കിട്ടി. ബാക്കി നമുക്ക് നോക്കാം. ഏതിലേക്ക് പോകണം? ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതാണ്. f(2007) പ്ലസ് f(2008) ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ f(2007) എന്തായിരിക്കും? ഓക്കെ, പ്ലസ് f(2008) ആണ് വേണ്ടത്. സോ f(2007) എന്ന് പറയുമ്പം n-ന്റെ വാല്യൂ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. n-ന്റെ വാല്യൂ എന്താണ്? 2007 ആണ്. n 2007 ആണെങ്കിൽ ഇത് എന്തായി മാറും? a-1 all raised to 2007 ആവും, -1 വരും, -1. ഓക്കെ, -1 എങ്ങനെ കിട്ടിയത്? 2007 പവറിൽ വന്നു. അടുത്ത ടേം നോക്കാം. f(2008) എന്ന് പറയുന്നത് a-1 all raised to 2008 +1 ആവും. മൈനസ് ഓഫ് മൈനസ് വരും. ഓക്കെ, അതായത് -1 raised to 2008 വരും. ഈവൺ നമ്പർ ആകുമ്പോൾ അത് പ്ലസ് ആവും. ഡിവൈഡഡ് ബൈ, ഓക്കെ, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടൊരു എ ഉണ്ട്. ആ എ ഞാൻ ഇവിടെ ഡിവൈഡ് ചെയ്തു. സോ ഇതിലും എ വരുന്നുണ്ട്, ഡിവൈഡ് ബൈ എ, ഇതിലും ഡിവൈഡ് ബൈ എ വരുന്നുണ്ട്. സോ കോമൺ ആയിട്ട് എ ഡിവൈഡ് ബൈ എ എന്ന് എഴുതി. a-1 all raised to 2007 -1ഉം +1ഉം എന്തായി പോവും? ഇവിടെ പ്ലസ് ആണല്ലേ. ഓക്കെ, ഇത് പ്ലസ് ആണ്. സോ -1ഉം +1ഉം ക്യാൻസൽ ആവും. -1ഉം +1ഉം ക്യാൻസൽ ആവും. അത് കഴിഞ്ഞു. ബാക്കി ഏതൊക്കെ ടേംസ് നമുക്ക് ബാക്കി ഉണ്ടാവും? a-1 all raised to 2007 പ്ലസ് a-1 all raised to 2008 ഡിവൈഡഡ് ബൈ a കിട്ടും. യെസ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏത് കോമൺ ഔട്ട് ചെയ്യാം? a-1 all raised to 2007 കോമൺ ഔട്ട് ചെയ്യാം. ഇത് ഞാൻ കോമൺ ഔട്ട് ചെയ്തു. a-1 all raised to 2007 കോമൺ ഔട്ട് ചെയ്താൽ ആദ്യത്തെ പാർട്ടിൽ 1 വരും, അടുത്ത പാർട്ടിൽ ഒരു a-1 കൂടി വരും. ക്ലിയർ ആണോ? ഇതിൽ a-1 all raised to 2007 കോമൺ ഔട്ട് ചെയ്താൽ ഇവിടെ ഒരു a-1 കൂടി ബാക്കി ഉണ്ടാവും. ഓക്കെ, ഡിവൈഡഡ് ബൈ a വരും. ഓക്കെ, സോ 1 ക്യാൻസൽ ആവും, അത് 0 ആയി. ദെൻ a ഡിവൈഡഡ് ബൈ a ക്യാൻസൽ ആവും. സോ വി ഹാവ് റിമൈനിങ് a-1 all raised to 2007. a-1 all raised to 2007. ഇതുവരെ ഓക്കെ ആണല്ലോ? ഓരോ സ്റ്റെപ്പും ശരിക്കും ഒബ്സർവ് ചെയ്യുക. സ്ലൈഡ്സ് നിങ്ങൾക്ക് കിട്ടും, സ്ലൈഡ്സ് നോക്കാം. ഇല്ലെങ്കിൽ ഒന്നുകൂടി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഇനി ഏത് വന്നാലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ a-1 all raised to 2007 വരും. ഇനി നിങ്ങൾ നോക്കേണ്ടത് a-1 എന്ന് പറയുന്നത് എന്താണ്? 3 raised to 1/223 ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈക്വൽ ടു 3 raised to
1/223 raised to 2007 വരും. അതിൽ പവർ എന്ത് വരും? 2007 ഡിവൈഡഡ് ബൈ 223 വരും. 2007 ഡിവൈഡഡ് ബൈ 223 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? യെസ്, 9 വരും. 9 into 3 അല്ലേ വരുന്നത്? 9 into 3 27 വരും. ഓക്കെ, then we have 2 18, yes 18, yes 20, കറക്റ്റ് ആണ്. അപ്പോൾ 9 വരും. സോ 3 raised to 9 കിട്ടും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആൻസർ നിങ്ങൾ നോക്കിയേ. കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആൻസർ എന്താണ്? 9K ആണ്. സോ ഇത് 3 raised to 9 കിട്ടി. ആ 3 raised to 9 ഞാൻ 3 square into 3 raised to 7 എഴുതി. സോ 9 into 3 raised to 7 എഴുതാം. ഇത് 9K ആണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു 9K. സോ K ഈക്വൽ ടു എന്ത് എഴുതാം? 3 raised to 7 എഴുതാം. 3 raised to 7 ഓക്കെ അല്ലേ? യെസ്. ഓരോ സ്റ്റെപ്സ് നോക്കണേ. 3 raised to 9 ആണിത്. 3 raised to 9 9K ഫോമിൽ എഴുതണം. 3 square into 3 raised to 7 എഴുതി. 3 square 9 ആണ്. സോ K ഈക്വൽ ടു 3 raised to 7. K 3 raised to 7 ആണ്. 3 raised to 7ന്റെ വാല്യൂസ് നിങ്ങൾക്ക് അറിയാം. 3 raised to 1 എത്രയാണ്? 3 ആണ്. 3 square 9, 3 cube 27, 3 raised to 4 81, 3 raised to 5 243, 3 raised to 6 721, 3 raised to 7 2187. 3ന്റെ പവേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കണേ, എന്നാലേ നമുക്ക് ഇത്ര ഈസി ആയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹിയർ ആൻസർ ഈസ് 2187. ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. ഹയർ ലെവലാണ്. ഇങ്ങനത്തെ ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസും JEEക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ മാത്തമാറ്റിക്സ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പഴയ ഇയേഴ്സും ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ കമ്പാരിസൺ നമ്മൾ നോക്കുമ്പം മാത്തമാറ്റിക്സിൻ്റെ ലെവൽ കുറച്ചുകൂടി കൂടി വരുന്നുണ്ട്. അതായത് കൂടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ലെങ്തി ക്വസ്റ്റ്യൻസിൻ്റെ കൗണ്ട് കൂടുതലാണ്. ആ കൗണ്ട് കൂടിക്കോട്ടെ, എന്നാലും നിങ്ങൾക്ക് മോഡറേറ്റ് ആൻഡ് ഈസി ക്വസ്റ്റ്യൻസ് അവിടെ ബാക്കി ഉണ്ടാവും. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെ വരുന്ന ലെങ്തി ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾ പോയാൽ മതി. ഓക്കെ, സോ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഏകദേശം ലെങ്തി ആണോ എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ലെങ്തി ക്വസ്റ്റ്യൻസ് ചെയ്യണം, അഥവാ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ലെങ്തി ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. അതിൽ ഒരു മടിയും കാണിക്കണ്ട. ഈസി ആൻഡ് മോഡറേറ്റ് ക്വസ്റ്റ്യൻസിൽ മാക്സിമം സ്പീഡിൽ ചെയ്ത് തീർത്താൽ ഇങ്ങനത്തെ ലെങ്തി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഇഷ്ടംപോലെ സമയം ഉണ്ടാവും. സമയമില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പ്രാക്ടീസ് നല്ല രീതിയിലുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഈസി ആയിട്ട് ആ വിത്തിൻ ടൈമിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്തത് റിപ്പീറ്റ് ചെയ്യാമോ? ഏത് ഇക്വേഷനാണ്? ഞാനിവിടെ Nന് വാല്യൂ കൊടുത്തു, 2007 കൊടുത്തു. ഓക്കെ, ഇവിടെ Nനാണ് 2007 കൊടുത്തത്, ഇവിടെ 2008 കൊടുത്തു. അതാണ് ഈ രണ്ട് ടേംസ്. രണ്ടിൻ്റെയും ഡിനോമിനേറ്ററിൽ ആരുണ്ട്? A വരുന്നുണ്ട്. -1ഉം +1ഉം ക്യാൻസൽ ചെയ്തു. ദെൻ വി ഹാവ് A-1 all raised to 2007, A-1 all raised to 2008. അതിൽ നിന്നും A-1 all raised to 2007 കോമൺ ഔട്ട് ചെയ്താൽ 1 + A-1 എടുക്കാം. 1 ക്യാൻസൽ ചെയ്യും, A ക്യാൻസൽ ചെയ്യും. സോ വി ഹാവ് A-1 all raised to 2007. A-1 ഈസ്, അത് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്, A-1 ഈസ് 1/3 raised to 223. ആ 223 ഒക്കെ തരാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ 223 എന്ന് പറയുന്ന വാല്യൂവിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് 2007 ഒരു ഫാക്ടറായിട്ട് വരും. സോ 223 മൾട്ടിപ്പിൾ ആണ് 2007. ആ രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് 2007 2008 ആണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കുന്നത് 2023 2024 ആയിരിക്കും. അതിനനുസരിച്ചുള്ള ഒരു നമ്പറും നിങ്ങൾക്ക് അതിൽ അവർ ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്പറും തന്നിട്ടുണ്ടാവും. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫോമാറ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ ഫോമാറ്റ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ മോഡൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ടഫ് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ച് അത് ഒഴിവാക്കാൻ നിൽക്കരുത്. നമ്മൾ എക്സാമിൻ്റെ റിയാലിറ്റി ശരിക്കും മനസ്സിലാക്കിയിട്ട് ടഫ് ആണെങ്കിൽ ടഫാണ് എന്നുള്ള രീതിയിൽ എടുക്കുക. അല്ലാതെ കുറേ ഈസി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് മാത്രം നമുക്കൊരിക്കലും JEE ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ടഫ് ക്വസ്റ്റ്യൻസിലൂടെയും കടന്നു പോകുമ്പോൾ മാത്രമേ, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ടഫ് ക്വസ്റ്റ്യൻസിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ കറക്റ്റ് ക്വസ്റ്റ്യൻ്റെ പാറ്റേണും ക്വസ്റ്റ്യൻ്റെ റിയാലിറ്റി മനസ്സിലാവുള്ളൂ. ആ രീതിയിൽ നിങ്ങൾ മോൾഡ് ആവുള്ളൂ. ഓക്കെ, യെസ്. സോ ക്വസ്റ്റ്യൻ ഈസ് ഓവർ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ഇത് വെക്ടേഴ്സിലെ ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ, ഞാൻ വീണ്ടും പറയാണ്, കാണുമ്പോൾ വളരെ ലെങ്തി ആണ്, ടഫാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വെക്ടേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രാക്ടീസ്ഡ് ആയ ഒരു സ്റ്റുഡൻറ്റിന് വെക്ടേഴ്സ് എന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഏത് പേപ്പർ എടുത്താലും ഏത് ക്വസ്റ്റ്യൻ ആയാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അവർ തരാറുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വെക്ടേഴ്സ് എന്ന് ചോദിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ആ ചാപ്റ്റർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്.
സോ ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾ ക്വസ്റ്റ്യനിലൂടെ കടന്നു പോവുക. ആദ്യം റീഡ് ചെയ്യുക. 3 vectors A, B, C are such that A not equal to 0. Vector A is non-zero vector. A cross B equal to 2 times A cross C. Magnitude of A, magnitude of C equal to 1. Magnitude of B equal to 4. And the angle between B and C is cos inverse 1 by 4. B minus 2C equal to lambda times A, where lambda is equal to ലാംഡയുടെ വാല്യൂ ആണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കണേ, എല്ലാവരും ക്വസ്റ്റ്യനിലൂടെ ശരിക്കും കടന്നു പോവുക. എ ബി സി 3 വെക്ടേഴ്സ് ആണ്. എ എന്ന് പറയുന്ന ഒരു നോൺ സീറോ വെക്ടർ ആണ്. എ ക്രോസ് ബി ഈക്വൽ ടു 2A ക്രോസ് സി. എ ക്രോസ് ബി 2A ക്രോസ് സി ആണെങ്കിൽ എ ക്രോസ് ബി മൈനസ് 2A ക്രോസ് സി എന്ന് പറയുന്നത് നമുക്ക് സീറോ വെക്ടർ ആയിട്ട് എഴുതിക്കൂടെ? ഞാനിത് ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. ഓക്കെ, ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏത് കോമൺ ഔട്ട് ചെയ്യാം? ക്രോസ് പ്രൊഡക്റ്റ് അല്ലേ? ക്രോസ് പ്രൊഡക്റ്റിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ. അത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ ക്രോസ് ബി മൈനസ് 2C ഈക്വൽ ടു 0. ഓക്കെ, എ ക്രോസ് ബി മൈനസ് 2C ഈക്വൽ ടു 0. 2 വെക്ടേഴ്സിൽ ബി മൈനസ് 2C 0 അല്ല, എയും 0 അല്ല, എ 0 അല്ല. അപ്പോൾ നോൺ സീറോ വെക്ടേഴ്സ് ആണെങ്കിൽ ഓക്കെ, ഇത് നോൺ സീറോ വെക്ടർ ആവണം. ബി മൈനസ് 2C 0 അല്ല എന്നുള്ളത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഞാൻ അതിലേക്ക് പോകുന്നുണ്ട്. ഇത് രണ്ടും നോൺ സീറോ വെക്ടേഴ്സ് ആണ്. ക്രോസ് പ്രൊഡക്റ്റ് 0 ആവണമെങ്കിൽ വെക്ടേഴ്സ് എന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം, കൊളീനിയർ ആയിരിക്കണം. അങ്ങനെ ആവുമ്പം എ എന്ന് പറയുന്നത് ലാംഡ ടൈംസ് ബി മൈനസ് 2C എന്ന് എഴുതാം. അല്ലെങ്കിൽ ബി ഈക്വൽ ടു ലാംഡ ടൈംസ് എ മൈനസ് ബി മൈനസ് 2C ഈക്വൽ ടു ലാംഡ ടൈംസ് എന്ന് എഴുതാം. ഈ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ കാര്യം തന്നിട്ടുണ്ടെങ്കിലും ക്വസ്റ്റ്യനിൽ തരാതെ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് എടുത്തു. ഏത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി റിവേഴ്സ് എടുത്തു. എ ക്രോസ് ബി മൈനസ് 2C 0 ആണെങ്കിൽ ഇത് കൊളീനിയർ വെക്ടേഴ്സ് ആയിരിക്കും. എയും ബി മൈനസ് 2Cയും കൊളീനിയർ വെക്ടേഴ്സ് ആയിരിക്കും. സോ ബി മൈനസ് 2C എന്ന് പറയുന്ന വെക്ടർ ലാംഡ ടൈംസ് എ എന്ന് എഴുതാം. അത് ഇവിടെ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് ലാംഡ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, ഇത് റിലേറ്റ് ചെയ്ത് ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് JEEന്റെ പേപ്പറിൽ 2023 phase 1 വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കണക്ട് ചെയ്യുക, ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലാംഡേൻ്റെ വാല്യൂ ആണ്. ലാംഡേൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ലാംഡേൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അതവിടെ നിൽക്കട്ടെ. ലാംഡേൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങളിവിടെ നോക്കിയേ, നിങ്ങൾക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി തന്നിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡ് ഓഫ് സി തന്നിട്ടുണ്ട്, ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി തന്നിട്ടുണ്ട്. ഇത് രണ്ടും, ഈ 3 ഡാറ്റയും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ, ഈ 3 ഇൻഫർമേഷനും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്തുകൂടെ? ബി മൈനസ് 2Cൻ്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്തതുകൊണ്ട് എന്താ കാര്യമുള്ളത് നോക്കാം. ബി മൈനസ് 2Cൻ്റെ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ലാംഡ എ എന്ന് എഴുതിക്കൂടെ? 2 സൈഡും മാഗ്നിറ്റ്യൂഡ് എടുത്തു. ഈക്വൽ വെക്ടേഴ്സ് ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയേഴ്സും സെയിം ആയിരിക്കും. ഓക്കെ, സോ ലാംഡ സ്ക്വയർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ. ലാംഡ ഈസ് എ കോൺസ്റ്റന്റ്. അത് നമുക്ക് ലാംഡ സ്ക്വയർ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. വെക്ടർ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ സ്ക്വയർ. ലെഫ്റ്റ് സൈഡിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി മൈനസ് 2C സ്ക്വയർ. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് റൂൾസ് അറിയാം. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ വരും, പ്ലസ് 4 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് സി സ്ക്വയർ വരും, മൈനസ് 4 ഇൻറ്റു ബി ഡോട്ട് സി വരും. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ നിങ്ങൾ പഠിച്ചതാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ചെയ്യാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ പ്ലസ് മൈനസ് 2A ഡോട്ട് ബി. അതാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തത്. ഫസ്റ്റ് വണ്ണിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ, സെക്കൻഡ് വണ്ണിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, ദെൻ 2 ടൈംസ് ബി ഡോട്ട് 2C വരും. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്ത് വരും? ലാംഡ സ്ക്വയർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ വരും. ഇനി നേരെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നല്ലാതെ വേറെ ഒന്നുമില്ല. എല്ലാ വാല്യൂസും നമ്മളെ കയ്യിലുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ എത്രയാണ് വരുന്നത്? 16 ആണ്. 4 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് സി സ്ക്വയർ 1 ആണ്. മൈനസ് 4 ഇൻറ്റു ബി ഡോട്ട് സി ചെയ്യണം. ബി ഡോട്ട് സി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് സി ഇൻറ്റു കോസ് തീറ്റ അല്ലേ? ബി ഡോട്ട് സി. തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയുന്നത് 4 ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് സി 1 ആണ്. കോസ് തീറ്റ എന്ന് പറയുന്നത് 1/4 ആണ്. ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ 4 ഇൻറ്റു
1 വരും. ഇത് ക്യാൻസൽ ചെയ്താൽ 1 വരും. ഈക്വൽ ടു ലാംഡ സ്ക്വയർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. സോ 4 ക്യാൻസൽ ആവും. സോ വി ഹാവ് ഈ 4ഉം ക്യാൻസൽ ആവും. സോ ലാംഡ സ്ക്വയർ ഈക്വൽ ടു 16 കിട്ടും. ലാംഡ ഈക്വൽ ടു +or-4 കിട്ടും. ബി ആണ് ആൻസർ. യെസ് വിനയ്, വെരി ഗുഡ്. യെസ്. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ലെങ്തി ആയ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കരുതേ. ഞാൻ വീണ്ടും പറയാണ്, മാത്സ് ടഫാണെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കുന്നത് മണ്ടത്തരാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ABC >0 ആണ്. അത് പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. Pth Qth Rth ടേം ഓഫ് എ GP ആണ് ABC. ദെൻ ഡിറ്റർമിനന്റ് ആണ് ചോദിച്ചത്. ഡിറ്റർമിനന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമിനന്റ് ഓഫ് log a square p-1 3 log b⁴ 2 into q-1 6 log c⁸ 4 into r-1 12. ഇത്രയാണ് ഡാറ്റ തന്നത്. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് PQRth ടേംസ് ആണ് ഏതൊക്കെ? ABC. GP ആണ്. GPന്റെ pth ടേം നമുക്ക് എങ്ങനെ എഴുതാം? pth ടേം ഓഫ് എ GP ഞാനിവിടെ എഴുതാം. pth ടേം ഓഫ് എ GP a into r⁻p-1 ആണ്. ഇവിടെ ഓൾറെഡി ABC എന്ന് പറയുന്ന ലെറ്റേഴ്സ് യൂസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ A യൂസ് ചെയ്യാം. ആറും ഓൾറെഡി ഇവിടെ യൂസ്ഡ് ആണ്. അതുകൊണ്ട് ക്യാപിറ്റൽ R കോമൺ റേഷ്യോ ആയിട്ട് എടുക്കാം. ഫസ്റ്റ് ടൈം എയും ക്യാപിറ്റൽ R കോമൺ റേഷ്യോ ആണെങ്കിൽ AR⁻p-1 അതാണ് pth ടേം. Qth ടേം ഈസ് AR⁻Q-1. rth ടേം ഈസ് AR⁻R-1. GP ആണ്. GPന്റെ 3 ടേംസും എഴുതി. pth ടേം, qth ടേം ആൻഡ് rth ടേം, where A is first term and R is common ratio. Now substitute here. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ 2നെ ഫ്രണ്ടിലേക്ക് എടുക്കാം. 4 ഫ്രണ്ടിലേക്ക് വരും. 8 പവറിലാണ്, അതിനെ ഫ്രണ്ടിലേക്ക് എടുക്കാം. സോ വി ഹാവ് 2 into log A. 2 into log A. log A എന്ന് പറയുന്നത് AR⁻p-1 ആണ്. ഓക്കെ, അടുത്ത ടേം എന്താ വരുന്നത്? p-1 ആണ്. അടുത്തത് 3 ആണ്. ഓക്കെ, അടുത്തത് 4 ഫ്രണ്ടിലേക്ക് വരും. 4 into log B വരും. log B എന്ന് പറയുന്നത് ഇത് A ആണ്, ഇത് A ആണ്, ഇത് B ആണ്, ഇത് C ആണ്. ഓക്കെ, log B എന്ന് പറഞ്ഞാൽ log AR⁻Q-1 കിട്ടും. ഓക്കെ, അടുത്തത് Q-1 ആണ് ടേം. 2 into Q-1 അതല്ലേ വരുന്നത്? നോക്കി, യെസ്, 2 into Q-1 6. ദെൻ ലാസ്റ്റ് റോയിൽ വരുന്നത് 8 into log C ആണ്. 8 ഞാൻ കോമൺ ഔട്ട് മീൻസ് ഫ്രണ്ടിലേക്ക് എടുത്തു. 8 ഫ്രണ്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 8 into log AR⁻R-1 ഈക്വൽ ടു 2 into R-1 ഈക്വൽ ഇവിടെ 12 വരും. ഈക്വൽ ടു അല്ല, ഈ ടേം തന്നു, ഈ ടേം ഇവിടെ ഉണ്ട്, സെക്കൻഡ് ടേം ഉണ്ട്. സെക്കൻഡ് ടേം 4 into R-1 ആണല്ലേ. സെക്കൻഡ് ടേം 4 into R-1. ഇത്രയും ആക്കി ഡിറ്റർമിനന്റിനെ മാറ്റി എഴുതി. കംപ്ലീറ്റ് ടേമിൻ്റെ ടേംസിലേക്ക് മാറ്റി. pth ടേം, qth ടേമും rth ടേമുമാണ്. അതിൻ്റെ ടേംസിലേക്ക് ഈ ഡിറ്റർമിനന്റിൻ്റെ ഫസ്റ്റ് കോളത്തിന് ഞാനൊന്ന് മാറ്റി. സെക്കൻഡ് കോളം, തേർഡ് കോളം ഞാൻ ടച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുവരെ ക്ലിയർ ആണല്ലോ. ഇനി നമുക്കിത് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വളരെ ഈസിയാണ്. സിംപ്ലിഫൈ ചെയ്യാൻ 3 6 അതേപോലെ 3 12 2 4 2 8. അപ്പോൾ നമുക്ക് എന്തോ റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. യെസ്, 3ൻ്റെ ഡബിൾ ആണ് 6, 2ൻ്റെ ഡബിൾ ആണ് 4. 3 into 3 ആണ് 12, 3 into 4 ആണ് 12, 2 into 4 ആണ് 8 വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു റോ ഞാൻ ഫിക്സ് ചെയ്യാണ്. ഫസ്റ്റ് റോ ഞാൻ ഫിക്സ് ചെയ്യാണ്. എന്നിട്ട് ഏത് ഓപ്പറേഷൻ ചെയ്യുകയാണ്? ശ്രദ്ധിക്കണേ, കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കുറച്ച് ലെങ്തിയാണ്. യെസ്, ഞാനിത് കോപ്പി പേസ്റ്റ് ചെയ്യാം. യെസ്, സോ ഇത്രയുമാണ് നമ്മളെ ടേംസ്. ഞാനിവിടെ ഓപ്പറേഷൻ ചെയ്യുന്നത് R2 ഗീവ്സ്, സെക്കൻഡ് റോനെ മാറ്റാണ്, R2 - 2R1. അങ്ങനെ ചെയ്താൽ ഇത് 0 ആവില്ലേ? സിമിലർലി R3 ഗീവ്സ് R3 - 4R1. അങ്ങനെ ചെയ്താൽ ഈ ടേമും എന്തായി മാറും? 0 ആയി മാറും. ഫസ്റ്റ് റോ അതേപോലെ കീപ്പ് ചെയ്യും. ഫസ്റ്റ് റോ ഞാൻ എഴുതാണ്, ശ്രദ്ധിച്ചോളൂ. 2 log A
r raised to p minus 1, p minus 1, 3. ഇതാണ് ഫസ്റ്റ് റോയിലെ കണ്ടന്റ്. സെക്കൻഡ് റോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. R2 ന്ന് 2R1 സബ്ട്രാക്ട് ചെയ്യണം. R2 ന്ന് 2R1 സബ്ട്രാക്ട് ചെയ്താൽ ഇത് 0 ആയി മാറും. 6 മൈനസ് 6 0. ഇതിൽ നിന്നും ഇത് 2q മൈനസ് 2 ആണ്. അതിൽ നിന്നും 2p മൈനസ് 2 സബ്ട്രാക്ട് ചെയ്താൽ 2 ക്യാൻസൽ ആവും. 2 ടൈംസ് q മൈനസ് p വരും. 2 ടൈംസ് q മൈനസ് p വരും. കാൽക്കുലേഷൻ സ്പീഡപ്പ് ആക്കണേ. യെസ്. അടുത്തത് ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെ 2 ടൈംസ് അല്ല സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 4 ആയി വരും. സോ 4 ഞാൻ കോമൺ ഔട്ട് ചെയ്തു. ഏത് 4 ആണ്? ഇത് 4 ആയി മാറും. സോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4 കോമൺ ഔട്ട് ചെയ്തു. ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗ് എ മൈനസ് ലോഗ് ബി ഈസ് നത്തിങ് ബട്ട് ലോഗ് എ ബൈ ബി. ലോഗ് എ ബൈ ബി ചെയ്യുമ്പം എ ക്യാൻസൽ ആവും. ദിസ് ഡിവൈഡ് ബൈ ദിസ്. അപ്പോൾ എന്തായി മാറും? r raised to q minus 1 ഡിവൈഡഡ് ബൈ r raised to p minus 1 ആണ്. ഓക്കെ, നമ്മൾ പവർ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് r raised to log r raised to q മൈനസ് p ആയി മാറും. ഓക്കെ, എ കട്ട് ചെയ്ത് പോയി. ദെൻ ഇതിൻ്റെ ഡിവിഷൻ ചെയ്യുമ്പം r raised to q മൈനസ് p കിട്ടും. അടുത്തത് തേർഡ് റോയിൽ നിന്നും 4 ടൈംസ് ഫസ്റ്റ് റോ സബ്ട്രാക്ട് ചെയ്യണം. സോ തേർഡ് റോ ഇതാണ്. ഇതിൽ നിന്നും 4 ടൈംസ് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ ടേമും 0 ആയി. ഞാൻ മാക്സിമം നമ്പർ ഓഫ് സീറോസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, ഇവിടെ 4 ടൈംസ് ചെയ്യുമ്പം ഇവിടെ 4 കോമൺ ഔട്ട് 4 ടൈംസ് അല്ല 4 കോമൺ ഔട്ട് ചെയ്താൽ ഏത് ക്യാൻസൽ ആവും? -4ഉം ക്യാൻസൽ ആവും. സോ 4 ടൈംസ് r മൈനസ് p വരും. 4 ടൈംസ് r മൈനസ് p. ഓക്കെ, ഇനി ഇതിനെ 4 ടൈംസ് ചെയ്താൽ ഇത് 8 ആയി മാറി. ഓക്കെ, 8 ആയി മാറി. 8 നമുക്ക് കോമൺ ഔട്ട് ചെയ്യാം. ആ 8 ഞാനിവിടെ എഴുതി. ഓക്കെ, ദെൻ വി ഹാവ് ലോഗ് എ r raised to r minus 1 മൈനസ് ലോഗ് എ r raised to p minus 1. ലോഗ് എ മൈനസ് ലോഗ് ബി ഈസ് നത്തിങ് ബട്ട് ലോഗ് എ ബൈ ബി. വീണ്ടും അപ്ലൈ ചെയ്യാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൽ എ ക്യാൻസൽ ചെയ്ത് പോകും. r raised to r minus 1 ഡിവൈഡഡ് ബൈ r raised to p minus 1. പവർ റൂൾ അപ്ലൈ ചെയ്താൽ r raised to log r raised to r മൈനസ് p വരും. ഓക്കെ, ഇതല്ലേ ചെയ്യുന്നത്? ഓക്കെ, ലോഗ് r മൈനസ് p വരും. ക്ലിയർ ആണല്ലോ? ഇത്രയും കിട്ടി. ലെങ്തി ആണെന്ന് ഞാൻ പറഞ്ഞു. ലെങ്തി ആണ്, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, സോ അടുത്തത് നോക്കാം. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ആൻസർ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. ഏതിലൂടെ? ലാസ്റ്റ് കോളത്തിലൂടെ എക്സ്പാൻഡ് ചെയ്യാം. ലാസ്റ്റ് കോളം ഇതാണല്ലോ, ഇതിലൂടെ എക്സ്പാൻഡ് ചെയ്യാം. സോ 3 ടൈംസ് ദിസ് മൈനസ് ദിസ്. ഇതിൽ നമുക്ക് ഏത് കോമൺ ഔട്ട്? ഈ പാർട്ട് എങ്ങോട്ട് എടുക്കാം? ഫ്രണ്ടിലേക്ക് എടുക്കാം. അപ്പോൾ 4 ഇൻറ്റു q മൈനസ് പി ഇൻറ്റു ലോഗ് ആർ ഇൻറ്റു 4 ഇൻറ്റു r മൈനസ് പി. ഞാനിത് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഈ പാർട്ട് ഫ്രണ്ടിലേക്ക് എടുത്തു. അതേപോലെ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. സോ -8 ഇൻറ്റു r മൈനസ് പി ഇൻറ്റു ലോഗ് ആർ. 8 ഇൻറ്റു r മൈനസ് പി ഇൻറ്റു ലോഗ് ആർ ഇൻറ്റു 2q മൈനസ് പി. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കിയേ, ഇത് രണ്ടും സെയിം ആണോ? 4 ഇൻറ്റു 4 16 ആണ്. 8 ഇൻറ്റു 2 16 ആണ്. ലോഗ് ആർ ഈസ് ദർ. ഓക്കെ, q മൈനസ് പി ഈസ് ദർ. r മൈനസ് പി ഈസ് ദർ. സോ ഹിയർ ആൻസർ ഈസ് 0. ലെങ്തി ആണ് എനിക്കറിയാം, പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ആൻസർ 0 ആണ്. ഓക്കെ, കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ ആണല്ലോ? യെസ്. ക്വസ്റ്റ്യൻസ്, നല്ല ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. നല്ല ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ ആ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. നല്ല ക്വസ്റ്റ്യൻസിലൂടെ എപ്പോഴും കടന്നു പോവുക. എന്നാൽ മാത്രമേ നമുക്ക് മാക്സിമം സ്കോറിലേക്ക് എത്താൻ പറ്റുള്ളൂ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് നോക്കാം. ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ ഫ്രം, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷേ കണ്ട സ്റ്റുഡൻസിന്, ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത സ്റ്റുഡൻസിന് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഏത് ഫോമാണെന്ന്. ഓക്കെ, സോ ഇൻ്റഗ്രേഷൻ ആണ്. √ln to √ln3 ആണ്. എക്സ് സൈൻ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സൈൻ ഓഫ് ln6 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കിയേ, ഇവിടെ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഇവിടെ എക്സ് സ്ക്വയർ വരുന്നുണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ വരുന്നുണ്ട്, ഇവിടെ റൂട്ട് വരുന്നുണ്ട്. ഓക്കെ, ln6ഉം ln3ഉം ln2 റിലേറ്റഡ് ആണ്. എങ്ങനെയാണ് റിലേറ്റഡ്? ln6 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ln3 പ്ലസ് ln2ന് ഈക്വൽ ആണ്. ഓക്കെ, ഇത്രയും ഒബ്സർവേഷൻസ് നമുക്ക് അതിന് കിട്ടും. ശരിക്കും ഒബ്സർവ് ചെയ്താൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. സോ ln3 പ്ലസ് ln2 ആണ്.
ഓക്കെ, ഇവിടെ റൂട്ട് ഉണ്ട്. അപ്പോൾ റൂട്ട് ഒഴിവാക്കണമെങ്കിൽ അത് സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടി നമ്മൾ എന്തായിട്ട് എടുക്കണം? എക്സ് സ്ക്വയർ ആയിട്ട് എടുക്കണം. ടി എക്സ് സ്ക്വയർ ആയിട്ട് എടുക്കണമെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് 2x dx അവിടെ ഉണ്ടോ നോക്കണം. ഇവിടെ നിങ്ങൾ നോക്കിയേ, എക്സ് ഡി എക്സ് കാണുന്നില്ലേ? 2 നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ചെയ്ത് പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും ചെയ്യും. സോ ടി എക്സ് സ്ക്വയർ ആയിട്ട് എടുത്താൽ ഡി ടി ഈക്വൽ ടു 2x dx എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നിങ്ങളുടെ കയ്യിൽ എക്സ് ഡി എക്സ് ഉണ്ട്. ആ എക്സ് ഡി എക്സ് പാർട്ട് എന്തായി മാറും? ഡി ടി ബൈ 2 ആവും. ആ 1/2 ഞാൻ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഡി ടി അവിടെ എഴുതി. അപ്പോൾ ഏത് പാർട്ട് കഴിഞ്ഞു? എക്സ് ഡി എക്സിൻ്റെ പാർട്ട് കഴിഞ്ഞു. ഓക്കെ, എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി ബൈ 2. ആ 1/2 ഇവിടെ ഉണ്ട്. ദെൻ വി ഹാവ് സൈൻ ടി ഡിവൈഡഡ് ബൈ സൈൻ ടി പ്ലസ് സൈൻ ഓഫ് ln6 മൈനസ് ടി. ഓക്കെ, കംപ്ലീറ്റ് ടീൻ്റെ ടേംസിലേക്ക് മാറ്റി. ഇനി ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് എന്തായിരിക്കും? ലിമിറ്റ് എന്ന് പറയുന്നത് ഇത് എക്സിന്റെ ടേംസിലാണ്. അതിനെ ഏതിലേക്ക് മാറ്റണം? ടീൻ്റെ ടേംസിലേക്ക് മാറ്റണം. ടി ഈസ് എക്സ് സ്ക്വയർ. എക്സ് ln2 ആണെങ്കിൽ ടി എന്തായിരിക്കും? റൂട്ട് ln2 ആണ് എക്സ്. അങ്ങനെയാകുമ്പോൾ ടി എന്തായിരിക്കും? അതിന്റെ സ്ക്വയർ, അതായത് ln2 വരും. സോ ദിസ് ഈസ് ln2. ln എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗരിതാണ്, വേറെ ഒന്നുമല്ല. അടുത്തത് ln3 ആവും. ഓക്കെ, ലിമിറ്റ് മാറി. ക്ലിയർ ആണോ? കംപ്ലീറ്റ് ടിയിലേക്ക് മാറി. അപ്പോൾ ഇങ്ങനെ ഒരു ഫോമിലേക്ക് കിട്ടി. ഈ ഒരു ഫോമാറ്റ് ആണെങ്കിൽ നിങ്ങൾ പഠിച്ചൊരു കാര്യം ഞാൻ പറയാം. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം പറയാം. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ്. അത് എക്സിലാവാം, ടിയിലാവാം, യുലാവാം, എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ ഫോമിലാണെങ്കിൽ എഫ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ്, അല്ലെങ്കിൽ എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ എഫ് ഓഫ് ടി പ്ലസ് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് ടി ഡി ടി ഫോമിലാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എല്ലായ്പ്പോഴും ബി മൈനസ് എ ബൈ 2 ആയിരിക്കും. ബി മൈനസ് എ ബൈ 2, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ബൈ 2 ആയിരിക്കും. നിങ്ങൾ നോക്കി, ഈ ക്വസ്റ്റ്യൻ ആ ഫോമാറ്റ് ആണോ? ആക്ച്വലി ഇത് കിങ്സ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിറൈവ് ചെയ്ത് വരുന്നതാണ്. പക്ഷേ ത്രൂ പ്രാക്ടീസ് നമുക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് അങ്ങ് പഠിച്ചു വെച്ചാൽ കുറേ സ്റ്റെപ്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഐ ആയിട്ട് എടുക്കണം, പിന്നെ കിങ്സ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് I+I2i എടുക്കണം. അത്രയും ടൈമൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ശരിക്കും ശ്രദ്ധിക്കുക. സോ ഇവിടെ നിങ്ങൾ നോക്കി, ഇത് എഫ് ഓഫ് ടി അല്ലേ? യെസ്, ഇതും എഫ് ഓഫ് ടി ആണ്. എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താ? അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ആണ്. ഇവിടെ എ പ്ലസ് ബി എന്ന് പറയുന്നത് ln2 പ്ലസ് ln3 ആണ്. ln2 പ്ലസ് ln3 എന്ന് പറയുന്നത് ln6 ആണ്. ഓക്കെ, ln6 മൈനസ് ടി. ഈ ഫോമാറ്റ് ആണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ എന്തായിരിക്കും? ബി മൈനസ് എ ബൈ 2. ഓക്കെ, സോ ബി മൈനസ് എ ബൈ 2. ഓൾറെഡി ഇവിടെ ഒരു 1/2 ഉണ്ട്. ആ 1/2 ഞാൻ ആദ്യം എഴുതി. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ln3 മൈനസ് ln2 ബൈ 2 ഉണ്ടാവും. ഓക്കെ, ആ 1/2 കൂടി എഴുതി. ln3 മൈനസ് ln2 എന്ന് പറഞ്ഞാൽ log a മൈനസ് log b, log a ബൈ b ആണ്. സോ ln3 ബൈ 2 വരും, 1/4 വരും. സോ ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ എ. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ കിങ്സ് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വളരെയധികം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കിങ്സ് പ്രോപ്പർട്ടി ശരിക്കും പഠിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സെയിം ക്വസ്റ്റ്യൻ വരുന്നല്ല ഞാൻ പറയുന്നത്. കിങ്സ് പ്രോപ്പർട്ടി പഠിക്കുക. കിങ്സ് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാം. ഈ ഒരു കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ബി മൈനസ് എ ബൈ 2 ആണ്. അത് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് ആൻസറിലെത്തും. യെസ് യെസ്, ഫാത്തിമ, റഷ, വിനയ്, കൃഷ്ണ. ഓക്കെ, കുറേ പേര് ആൻസർ ചെയ്തു. യെസ് യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൽഫ ആൻഡ് ബീറ്റ ആർ ദി റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ Sn equal to alpha raised to n plus beta raised to n. Then limit n tends to infinity, sigma r equal to 1 to n SR. ഈ ക്വസ്റ്റ്യനിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരുന്നുണ്ട്, ലിമിറ്റ്സ് വരുന്നുണ്ട്, ദെൻ സീക്വൻസ് ആൻഡ് സീരീസിലെ സം ഓഫ് ടേംസ് വരുന്നുണ്ട്. ഓക്കെ, സം ഓഫ് ഇൻഫിനിറ്റ് ടേംസ് എന്ന് പറയുന്ന ആ ഒരു റൂളും കൂടി അവിടെ വരുന്നുണ്ട്. ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് സം ഓഫ് ഇൻഫിനിറ്റ് ടേംസ് ആയി മാറും. ഓക്കെ, സോ സീക്വൻസ് ആൻഡ് സീരീസ് പഠിക്കണം, അതേപോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷനും പഠിച്ചാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങളെ ഫേസ് 2 എക്സാമിന് നിങ്ങൾക്ക് കാണാം. ഓക്കെ,
സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ r ഈക്വൽ ടു 1 to n SR അല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആദ്യം SN എന്താണ്? ആൽഫ റേസ് ടു n പ്ലസ് ബീറ്റ റേസ് ടു n ആണ്. ഞാൻ ഇതിനെ എങ്ങനെ എഴുതാം? ഈ ഒരു പാർട്ടിനെ ഞാൻ എങ്ങനെ എഴുതാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി S1, ഞാനതൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ആ സിഗ്മ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പോവാണ്. S1 S2 S3 പ്ലസ് എക്സെട്ര SN എന്ന് എഴുതാം. ഓക്കെ, ആറിൻ്റെ വാല്യൂ 1 to n ആണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, നേരെ കൊടുക്കാം. ആൽഫ റേസ് ടു n പ്ലസ് ബീറ്റ റേസ് ടു n ആണ് അവിടെ വരുന്നത്. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി S1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൽഫ പ്ലസ് ബീറ്റ ആയിരിക്കും. S1 ഈസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് S2 ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. S3 എന്തായിരിക്കും? ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് പ്ലസ് എക്സെട്ര. ലാസ്റ്റ് എന്ത് വരും? ആൽഫ റേസ് ടു n പ്ലസ് ബീറ്റ റേസ് ടു n വരും. ഓക്കെ, ഇതിൽ നിങ്ങൾ ഇതിനെ 2 കാറ്റഗറി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ആൽഫേൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതുക, ബീറ്റേൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതാം. അപ്പോൾ നമുക്ക് ആ സമ്മിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, യെസ് സം ഓഫ് ഇൻഫിനിറ്റ് ടേംസ് ആയി മാറി. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് എഴുതാം. സിമിലർലി ഇവിടെ എന്ത് വരും? ലാസ്റ്റ് ആൽഫ റേസ് ടു n ഉണ്ട്. ഓക്കെ, പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ബീറ്റ ക്യൂബ് പ്ലസ് എക്സെട്ര ബീറ്റ റേസ് ടു n എഴുതാം. ഓക്കെ, അങ്ങനെ ഞാൻ 2 കാറ്റഗറി ആയിട്ട് മാറ്റിയത്. ഓക്കെ, ഇതിൽ n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു GP ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതൊരു GP ആണ്. അതിൻ്റെ ഫസ്റ്റ് ടേം ആൽഫയാണ്, കോമൺ റേഷ്യോ ആൽഫയാണ്. ഇതൊരു GP ആണ്. 2 GPൻ്റെ സമ്മായിട്ട് എഴുതാം. ഇതൊരു GP ആണ്. അതിൻ്റെ ഫസ്റ്റ് ടേം ബീറ്റയാണ്, കോമൺ റേഷ്യോ ബീറ്റയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇത് അപ് ടു ഇൻഫിനിറ്റ് ടേംസ് ആയി മാറും. S ഇൻഫിനിറ്റിക്ക് നിങ്ങളൊരു ഫോമുല പഠിച്ചിട്ടുണ്ട്, A/1 - R. സോ S ഇൻഫിനിറ്റി ഈക്വൽ ടു A/1 - R. GPയിൽ സം ഓഫ് ഇൻഫിനിറ്റ് ടേംസിൻ്റെ ഫോമുല നിങ്ങൾക്ക് അറിയാം. അത് നേരെ കൊടുത്താൽ ആൽഫ ഡിവൈഡഡ് ബൈ, ആൽഫയാണ് ഫസ്റ്റ് ടേം, ഡിവൈഡഡ് ബൈ 1 - R. R എന്ന് പറയുന്നത് ആൽഫയാണ്, പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 - ബീറ്റ വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, വേഗം ചെയ്യുക. ആൽഫ മൈനസ് ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ മൈനസ് ആൽഫ ബീറ്റ ഡിവൈഡഡ് ബൈ 1 - ഓഫ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ആൽഫ ബീറ്റ വരും. ഇതൊന്ന് ക്ലബ് ചെയ്താൽ നമുക്കിങ്ങനെ കിട്ടും. ആൽഫ പ്ലസ് ബീറ്റ -2 ആൽഫ ബീറ്റ. ആൽഫ ബീറ്റ 2 എണ്ണം വരുന്നുണ്ട് അവിടെ. 1 - ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ആൽഫ ബീറ്റ. ഇനി ആൽഫ പ്ലസ് ബീറ്റ എന്താണ്, ആൽഫ ബീറ്റ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഞാനത് കൊടുക്കുകയാണ്. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് -B/A ആണ്. -2 ആൽഫ ബീറ്റ എന്ന് പറയുന്നത് C/A ആണ്. ഡിവൈഡഡ് ബൈ 1 - ആൽഫ പ്ലസ് ബീറ്റ -B/A. അപ്പോൾ അത് പ്ലസ് ആവും, പ്ലസ് B/A പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ C/A. ത്രൂ ഔട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നെഗറ്റീവ് കോമൺ ഔട്ട് ചെയ്യാം. സോ നെഗറ്റീവ് കോമൺ ഔട്ട് ചെയ്താൽ B + 2C വരും ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ കംപ്ലീറ്റ് ന്യൂമറേറ്റർ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്റർ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ A + B + C കിട്ടും. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂ. അത് ഈ ഇക്വേഷനോ ഏത് ഇക്വേഷനോ ആയിക്കോട്ടെ. ഇക്വേഷൻ അവർ എന്തെങ്കിലും തന്നോട്ടെ. അവർ ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഇക്വേഷൻ വേറെ ആയിരിക്കും. ഇക്വേഷൻ എന്തായാലും ഈ പാർട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഫൈനൽ ആൻസർ ഏത് ഫോമിലേക്കായിരിക്കും? -B + 2C ഡിവൈഡഡ് ബൈ A + B + C ആയിരിക്കും. സോ -B + 2C ഡിവൈഡഡ് ബൈ A + B + C. സോ -B + 2C എന്ന് പറഞ്ഞാൽ B + 2C. സോ -25 + 2C എന്ന് പറയുന്നത് -4 ആയിരിക്കും. അത് -25 + -4 വരും. ഡിവൈഡ് ബൈ A + B + C എന്ന് പറഞ്ഞാൽ 375 -25 -2 വരും. സോ 29 ഡിവൈഡഡ് ബൈ 375 -25 350 വരും. 348 വരും. സോ ഹിയർ ആൻസർ വിൽ ബി 1/12. യെസ്, കുറേ പേർക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. മാത്സിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ഇറങ്ങി ചെന്നിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ മാത്സിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒഴിവാക്കുന്നവർ ഒരിക്കലും മാത്സിൽ സ്കോർ ചെയ്യാൻ പോകുന്നില്ല. ശരിക്കും ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോവുക, ശരിക്കും മനസ്സിലാക്കുക ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. അതിൽ കുറേ തിയറി ഉണ്ടാവും. ഫസ്റ്റ് ഇയറിലെ തിയറി ഉണ്ടാവും, സെക്കൻഡ് ഇയറിലെ തിയറി ഉണ്ടാവും. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഇത് ഫസ്റ്റ് ഇയറിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനെയും അതേപോലെ ലിമിറ്റ്സിന് അധികം ഇമ്പോർട്ടൻസ് ഇല്ല. സം ടു ഇൻഫിനിറ്റ് ടേംസ് ആണ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ ലിമിറ്റ്. സോ അത് ഏതിലേക്ക് കണക്ട് ചെയ്യാം? നമുക്ക് സം ടു ഇൻഫിനിറ്റ് ടേംസ് ഓഫ് എ GPയിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ,
ഫസ്റ്റ് ഇക്വേഷൻസിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതൊരു റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടായിരിക്കും. റൂട്ട്സിലേക്ക് എത്തുമ്പോഴേക്ക് നമുക്ക് ടേംസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോമാറ്റ് ചെയ്യുന്നത്. ഓക്കെ, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വിനയ്, അപ്പം നിനക്ക് മനസ്സിലാവും അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, യെസ്. സോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ, ചോദിക്കാതിരിക്കണ്ട. യെസ്, അടുത്തതിലേക്ക് പോവാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തരാം. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, കണ്ടു കഴിഞ്ഞാൽ ടഫാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ഇയറിലെ തിയറിയാണ്, മെട്രിസസിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പി ഈസ് എ 3/3 മാട്രിക്സ്. പി ഒരു 3/3 മാട്രിക്സ് ആണ്. പി ട്രാൻസ്പോസ് ഈക്വൽ ടു 2p plus i. പി ട്രാൻസ്പോസ് ഈക്വൽ ടു 2p plus i, വേർ പി ട്രാൻസ്പോസ് ഈസ് ദി ട്രാൻസ്പോസ് ഓഫ് പി. പി ട്രാൻസ്പോസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, 3/i ഈസ് an identity matrix. Then there exists a column matrix x equal to column matrix ആണ് xyz not equal to 0. x 0 matrix അല്ല, ഒരു column matrix ആണ്. Then ഈ ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. നമുക്ക് തന്ന കണ്ടീഷൻ അല്ലെങ്കിൽ നമുക്ക് തന്ന ഇൻഫർമേഷൻ എന്താണ്? പി ട്രാൻസ്പോസ് ഈക്വൽ ടു 2p plus i ആണ്. ഓക്കെ, നമുക്കിവിടെ എല്ലാ ഓപ്ഷൻസിലും പിയും എക്സും ആണ് വരുന്നത്. സോ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് പി. പി എന്താന്ന് കണ്ടുപിടിച്ചാൽ ബാക്കി പാർട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, സോ പി എന്താന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ ഈസിയാണ്, ശ്രദ്ധിക്കണേ. പി ട്രാൻസ്പോസ് 2p plus i ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ വീണ്ടും നിങ്ങൾ ട്രാൻസ്പോസ് എടുത്താൽ പി ട്രാൻസ്പോസിൻ്റെ ഹോൾ ട്രാൻസ്പോസ് എന്തായിരിക്കും? പി ആയിരിക്കും. പി ട്രാൻസ്പോസിനെ വീണ്ടും നമ്മൾ ട്രാൻസ്പോസ് എടുത്തു. സോ വി ഗോട്ട് പി ഈക്വൽ ടു 2p plus iൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. അതെന്തായിരിക്കും? 2p ട്രാൻസ്പോസ് പ്ലസ് ഐ കിട്ടും. ഓക്കെ, ഇനി ഈ പി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ വീണ്ടും റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പി ട്രാൻസ്പോസ് അല്ല വേണ്ടത്, നമുക്ക് പി ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ പി ട്രാൻസ്പോസ് ഞാൻ എലിമിനേറ്റ് ചെയ്യാൻ പോവാണ്. സോ പി ട്രാൻസ്പോസിന് പകരം വീണ്ടും ഏത് കൊടുക്കുകയാണ്? 2p plus i. സോ ഐ ഗോട്ട് പി ഈക്വൽ ടു 2 into 2p plus i plus i. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സോ വി ഹാവ് പി ഈക്വൽ ടു 4p plus 2i plus i. അതിൽ നിന്നും പി ഈക്വൽ ടു 3p plus 3i കിട്ടും. ഓക്കെ, 4p. ഓക്കെ, 4p plus 3i കിട്ടും. മൈനസ് 3p, p മൈനസ് 4p ചെയ്തു. മൈനസ് 3p ഈക്വൽ ടു 3i കിട്ടും. സോ വി ഹാവ് p ഈക്വൽ ടു മൈനസ് i. സോ പി എന്താ കിട്ടിയത്? നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം, അത് ഇഷ്യൂ ഉള്ള കാര്യമില്ല. സോ പി ഈക്വൽ ടു മൈനസ് ഐ കിട്ടി. പി മൈനസ് ഐ ആണെങ്കിൽ ഇവിടെ കിട്ടിയാൽ ഇത് എത്തിയാൽ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. പി ട്രാൻസ്പോസ് പിൻ്റെ ടേംസിലാണ് തന്നത്, അതിനെ നമ്മൾ വീണ്ടും ഏതിലേക്ക് മാറ്റി? ട്രാൻസ്പോസ് എടുത്തു. ദെൻ കംപ്ലീറ്റ്ലി ഏതിൻ്റെ ടേംസിലേക്ക് മാറ്റി? പിൻ്റെ ടേംസിലേക്ക് മാറ്റി. സോ വി ഗോട്ട് പി ഈക്വൽ ടു മൈനസ് ഐ. പി മൈനസ് ഐ ആണെങ്കിൽ പി ഇൻറ്റു എക്സ് ചെയ്താൽ, പി മൈനസ് ഐ ആണെങ്കിൽ പി ഇൻറ്റു എക്സ് ചെയ്താൽ മൈനസ് ഐ ഇൻറ്റു എക്സ് വരും. മൈനസ് ഐ ഇൻറ്റു എക്സ്, എക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ അതെന്തായിരിക്കും? മൈനസ് എക്സ് ആയിരിക്കും. സോ പി എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് വരും. മൈനസ് മറന്നു പോകരുത്. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. യെസ് യെസ് യെസ്, കുറേ പേര് ആൻസർ ചെയ്തു. വെരി ഗുഡ്. ഓക്കെ, അപ്പം നിങ്ങൾ അതിലേക്ക് എത്തുന്നുണ്ട്. ട്രാൻസ്പോസ് എടുക്കുക, വീണ്ടും ചെയ്യുക. ക്വസ്റ്റ്യൻ കിട്ടിയാൽ തെറ്റിപ്പോകരുത്, ആ കാര്യങ്ങൾ പഠിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എക്സാം ഹോളിൽ നിന്ന് മനസ്സിലാവുള്ളൂ. മാത്സ് ടഫ് ആവാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും സ്റ്റുഡൻസ് തിയറി മാത്രം പഠിച്ചു പോകും. തിയറി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മാത്സിന് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റില്ല. 100% ഷുവറാണ്. വെറുതെ തിയറി മാത്രം പഠിച്ചിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യാതെ നിങ്ങൾ JEE മെയിൻ എക്സാം എഴുതുകയാണെങ്കിൽ 100% ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. തിയറി പഠിക്കുന്നതിൻ്റെ കൂടെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നു എന്നുള്ളത് ഐഡിയ കിട്ടും. ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു തിയറിയും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, എല്ലാ തിയറിയും നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഓരോ ക്വസ്റ്റ്യനെയും അതിൻ്റെതായ മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോയാൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. y ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു 1 to 6 ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. k ഈക്വൽ ടു 1 to 6 k ഇൻറ്റു കോസ് ഇൻവേഴ്സ് 3/5 കോസ് ഇൻവേഴ്സ് ഓഫ്
3/5 cos kx minus 4/5 sin kx. Then dy by dx at x equal to 0. ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് അതിൽ വരുന്നുണ്ട്, അത് മനസ്സിലായി. ഓക്കെ, ദെൻ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി അതിൽ വരുന്നുണ്ട് രണ്ടാമത്തും. ഓക്കെ, ദെൻ സിഗ്മ വരുന്നുണ്ട്, സമ്മേഷനും വരുന്നുണ്ട്. നമുക്ക് 3 ചാപ്റ്റേഴ്സ് ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ചാപ്റ്റർ അല്ല, 3 ചാപ്റ്റേഴ്സ് വരുന്നു. ആ 3 ചാപ്റ്റേഴ്സിനെ പറ്റി നല്ല ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. തിയറി പഠിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിലെ കാര്യങ്ങളൊക്കെ ശരിക്കും പഠിച്ചിട്ട് തിയറി മാത്രം പഠിച്ചാൽ പോരാ, ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, പ്രോബ്ലം ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. ഈ ഒരു പാർട്ട് കാണുമ്പോൾ കോസ് ഇൻവേഴ്സ് അവിടെ നിൽക്കട്ടെ, എല്ലാവരും ഫുൾ കോൺസെൻട്രേഷൻ വരുന്നത്. ഈ ഒരു പാർട്ട് കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇത് 3/5 ആണ്, ഇത് 4/5 ആണ്. ഓക്കെ, ഈ 3/5ഉം 4/5ഉം ഒരു ട്രയാങ്കിളിൽ നിന്ന് നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യൂസ് ആയിട്ട് എടുക്കാം. 3, 4, 5 സൈഡായിട്ട് വരുന്നത്. ഓക്കെ, ഇത് ഞാനൊരു കോസ് തീറ്റ ആയിട്ട് എടുത്താൽ ആക്ച്വലി അത് കോസ് 37 എത്രയാണ് വരുന്നത്? അത് 53 ആണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, 53 അല്ലേ വരുന്നത്. ഇത് 3, ഇത് 5, ഇത് 4 വരും. ഇത് 37 അല്ലേ വരുന്നത്. സോ കോസ് 53 ആണ് ഇത്. ആക്ച്വലി ഇത് കോസ് 53 ആണ്, ഇത് സൈൻ 53 ആണ്. ഞാൻ തൽക്കാലം അത് തീറ്റേൻ്റെ ടേംസിൽ എഴുതാം. ഇത് കോസ് തീറ്റയും ഇത് സൈൻ തീറ്റയും ആയിട്ട് എടുക്കാം. അങ്ങനെ എടുക്കാം, കാരണം 3/5 കോസ് തീറ്റ ആണെങ്കിൽ അതേ ട്രയാങ്കിളിൽ തന്നെ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4/5 ആയിരിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഈ ഫോമിൽ എഴുതിക്കൂടെ? കോസ് തീറ്റ കോസ് കെ എക്സ് കോസ് എ കോസ് ബി മൈനസ് സൈൻ തീറ്റ സൈൻ കെ എക്സ് എന്ന് എഴുതാം. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഓക്കെ, കോസ് ഓഫ് തീറ്റ പ്ലസ് കെ എക്സ്, കോസ് എ പ്ലസ് ബി ആണ് ഫോർമുല. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ. ഇവിടെ കോസ് ഇൻവേഴ്സ് ഉണ്ട്. സോ കോസ് ഇൻവേഴ്സ് ചെയ്യുമ്പോൾ കോസ് ക്യാൻസൽ ആവും. സോ വി ഹാവ് തീറ്റ പ്ലസ് കെ എക്സ്. അതിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്? കെ. ഓക്കെ, ഞാൻ ഓരോ പാർട്ടായിട്ട് ചെയ്യാണ്. കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ കെ തീറ്റ പ്ലസ് കെ സ്ക്വയർ എക്സ് വരും. കെ തീറ്റ പ്ലസ് കെ സ്ക്വയർ എക്സ് വരും. നൗ അപ്ലൈ സിഗ്മ. സിഗ്മ അപ്ലൈ ആണ്. സിഗ്മ അപ്ലൈ ചെയ്താൽ സിഗ്മ കെ ഈക്വൽ ടു 1 to 6 കെ തീറ്റ പ്ലസ് കെ സ്ക്വയർ എക്സ്. ഈ സിഗ്മേനെ കമ്പയർ ചെയ്യുമ്പോൾ വാരിയബിൾ എന്ന് പറയുന്നത് കെ ആണ്. സിഗ്മേനെ കമ്പയർ ചെയ്യുമ്പോൾ വാരിയബിൾ കെ ആണ്. ഓക്കെ, സോ വൈ ഈക്വൽ ടു ആ വാരിയബിൾ മാത്രം കൺസിഡർ ചെയ്യുക. തീറ്റ ഒരു കോൺസ്റ്റന്റ് ആണ്. തീറ്റ അവിടെ നിൽക്കട്ടെ. തീറ്റ ഇൻറ്റു സിഗ്മ 1 to 6 കെ. അതെന്തായിരിക്കും? നിങ്ങൾക്ക് ഫോർമുല അറിയാം. സിഗ്മ 1 to n അല്ലെങ്കിൽ 1 to n. സിഗ്മ കെ ഈക്വൽ ടു 1 to n കെ ആണെങ്കിൽ അത് n into n plus 1/2 ആണ്. സോ 6 into 7/2 വരും. പ്ലസ് ഈ സിഗ്മേനെ കമ്പയർ ചെയ്യുമ്പോൾ എക്സ് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. സോ കെ ആണ് വാരിയബിൾ, എക്സ് ഞാൻ അതേപോലെ കീപ്പ് ചെയ്തു. സിഗ്മ കെ സ്ക്വയർ വരും. 1 to 6 ആണ്. അതിൻ്റെ ഫോർമുല n into n plus 1 into 2n plus 1 divided by 6 ആണ്. നിങ്ങൾ സീക്വൻസ് ആൻഡ് സീരീസിൽ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്, അതേപോലെ ഇത് സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ അവിടെ ഫോർമുല അപ്ലൈ ചെയ്താൽ n into n plus 1 into 2n plus 1 divided by 6 വരും. 6 ക്യാൻസൽ ചെയ്യും. സോ ഇവിടെ 2 ക്യാൻസൽ ചെയ്യും, 3 വരും. സോ 21 തീറ്റ പ്ലസ് 91 എക്സ് വരും. ഇതാണ് വൈ. 21 തീറ്റ പ്ലസ് 91 എക്സ്. വൈ അത്രയും സിംപ്ലിഫൈഡ് ആക്കി. ആ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ പതുക്കെ ക്രാക്ക് ചെയ്ത് വന്ന് വൈ ഇത്രയും സിംപ്ലിഫൈഡ് ആയിട്ട് മാറ്റി. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് dy/dx ആണ്. അറ്റ് x = 0 ആണ്. അപ്പോൾ ആദ്യം dy/dx കാൽക്കുലേറ്റ് ചെയ്യാം, എന്നിട്ട് എക്സിന് 0 കൊടുത്താൽ മതി. dy/dx കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇവിടെ തീറ്റ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണല്ലോ. സോ 21 തീറ്റ കോൺസ്റ്റന്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആവും. പ്ലസ് 91 എക്സിൻ്റെ ഡെറിവേറ്റീവ് 91 ആണ്. സോ ആൻസർ എന്ത് വരും? 91 വരും. ഇനി എക്സിന് 0 കൊടുത്താലോ, എക്സിന് 2023 കൊടുത്താലോ, എക്സിന് 100 കൊടുത്താലോ, നിങ്ങൾ ഏത് വാല്യൂ കൊടുത്താലും dy/dx ഈസ് എ കോൺസ്റ്റന്റ്. അത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിൻ്റെ ആൻസർ 91 ആയിരിക്കും. സോ ദിസ് ഈസ് എ വെരി ഗുഡ് ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. സോ ചെയ്ത് പഠിക്കുക, നല്ല ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ഫോമാറ്റ് എങ്ങനെയാണ് വരുന്നത് ഞാൻ പറഞ്ഞു. 3 ചാപ്റ്റേഴ്സ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് സീക്വൻസ് ആൻഡ് സീരീസ്, ദെൻ ട്രിഗ്നോമെട്രി വേണമെങ്കിൽ പറയാം, ഞാൻ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് പറയാം. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിലാണ് ആ ട്രിഗ്നോമെട്രി പാർട്ട് വരുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ഡിഫറൻഷിയേഷൻ ഒന്നും അധികം വലിയ ഒരു റോൾ അതിലില്ല. ആകെ ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, ലാസ്റ്റ് പാർട്ട് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ളൂ. അതിൽ കോൺസ്റ്റന്റ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സിഗ്മ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റില്ല. സിഗ്മ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ക്രീറ്റ് ആയിട്ട് സമ്മേഷനാണ്. ഡിസ്ക്രീറ്റ് സമ്മേഷനാണ് സിഗ്മ എന്ന് പറയുന്നത്.
ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സമ്മേഷനാണ്. രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അത് ലിമിറ്റ് ഓഫ് എ സമ്മ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ആ ഫോമുല കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡിസ്ക്രീറ്റ് സമ്മേഷനെ നമ്മൾ എങ്ങനെയാണ് ഇൻ്റഗ്രേഷനിലേക്ക് കണക്ട് ചെയ്യുന്നത്. എല്ലാ സമ്മേഷനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ എന്ന് എഴുതാൻ പറ്റില്ല, അത് തെറ്റാണ്. കണ്ടിന്യൂസ് സമ്മേഷൻ മാത്രമേ ഇൻ്റഗ്രേഷൻ ആയി മാറും. അത് കണ്ടിന്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ലിമിറ്റ് ഓഫ് സമ്മിൻ്റെ ഫോമുല നിങ്ങൾക്ക് അറിയാം. അതൊന്ന് നിങ്ങൾ ഒന്നുകൂടി ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് അത് ഡിസ്ക്രീറ്റ് സമ്മേഷനെ എന്തിലേക്ക് മാറ്റുന്നത്, കണ്ടിന്യൂസ് സമ്മേഷനിലേക്ക് മാറ്റുന്നതെന്ന് ക്ലിയർ ആവും. ഓക്കെ, അനൂഫിത ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, സോ ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക്. മാത്സിൻ്റെ ലെവൽ എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയിട്ട് എക്സാം ഹോളിലേക്ക് കയറുക, പഠിക്കാൻ പറ്റുന്നത് മാക്സിമം കവർ ചെയ്യുക. ഞാൻ ഇന്ന് ചെയ്തതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഹാർഡ് ക്വസ്റ്റ്യൻസ് ആണ് എനിക്കറിയാം. ഓക്കെ, അത് നിങ്ങൾ അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി മാത്രം തന്നതാണ്. വെറുതെ കുറേ ഈസി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കാര്യമില്ല. കുറേ ഈസി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൻ്റെ മുന്നേയും കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈസി ക്വസ്റ്റ്യൻസ് കുറച്ചുണ്ടായിരുന്നു. ആ ഈസി ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക. ഹാർഡ്, അതേപോലെ മോഡറേറ്റ്, ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഹാർഡിൻ്റെ പെർസെൻറ്റേജ് ഓരോ വർഷവും കൂടി വരുന്നുണ്ട്, ഈ വർഷവും കൂടാൻ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫേസ് 1ഉം ഫേസ് 2ഉം കമ്പയർ ചെയ്യുമ്പം ഫേസ് 2-ൽ ഫേസ് 1-നേക്കാളും വലിയൊരു ചേഞ്ച് ഒന്നും വരാൻ ചാൻസ് തീരെയില്ല. അപ്പോൾ ഫേസ് 1-ൻ്റെ ലെവലിൽ തന്നെയായിരിക്കും പേപ്പർ ഫേസ് 2-ൽ വരുന്നുണ്ടാവുക. ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസ് 1-2 കൂടുന്നുണ്ടാവും, അത്രയേ ഉള്ളൂ. അതിൽ വലിയ ഡിഫറൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് ഫേസ് 1-ൻ്റെ ലെവലിലുള്ള ആ ഒരു പേപ്പർ എക്സ്പെക്റ്റേഷനിൽ തന്നെ നിങ്ങൾ എക്സാം ഹോളിലേക്ക് കയറുക. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ പഠിക്കുക. മാക്സിമം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, മാക്സിമം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും മാക്സിമം സ്പീഡിൽ ചെയ്ത് തീർക്കുക. മാത്സിൽ അതേപോലെ തിയറി പഠിക്കുമ്പോൾ ഒരുവിധം എല്ലാ ചാപ്റ്റേഴ്സും കണക്ട് ചെയ്ത് തിയറി പഠിക്കുക. ഒന്നിൽ കൂടുതൽ ചാപ്റ്റേഴ്സ് ലിങ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതിൽ വേണ്ട തിയറി എന്താണെന്നുള്ളത് അതിൽ നിന്നും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു തിയറി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേ നമുക്ക് വേണ്ട തിയറി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ആ തിയറിയിലൂടെ മാക്സിമം ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ തിയറിയും കൂടി പഠിക്കുന്നുണ്ട്. ഫുൾ ചാപ്റ്റർ പഠിക്കാൻ സമയമില്ലെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഇനി അങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൂടെ പോവുക. ഈ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ശരിക്കും ചെയ്ത് പഠിക്കുക. ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഇനിയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ ചെയ്ത് പോയിട്ടുണ്ട്. അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ് 2-ൽ നല്ല റാങ്കിൽ എത്താൻ പറ്റും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.